കുറി അച്ചീവ് ചെയ്യണതും നറുക്ക് കിട്ടണതും 3 lakhന്റെ കുറി എഴുതിയിട്ടുണ്ടായിരുന്നു ട്ടാ. എന്നിട്ട് എനിക്ക് എല്ലാ മാസവും 7-ാം തീയതി ഞാന് പോയി നറുക്കെടുക്കുന്ന സ്ഥലത്ത് ചെന്ന് പ്രാർത്ഥിക്കും. അപ്പൊ പ്രാർത്ഥിച്ചിട്ട് പക്ഷെ ആ മാസം എനിക്ക് പോവാൻ പറ്റിയില്ല. പോവാൻ പറ്റാതെ ഞാൻ സത്യം പറയാ ഡേറ്റ് ഒക്കെ മറന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്ക് ഇങ്ങോട്ട് വിളി വരുന്നത് 3 lakh കുറി കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അതിന്റെ എന്താണ് വിഷം പൊടി ഞാൻ എഴുതിയത് 10 lakhും 3 lakhും. ഞാൻ ഫ്രണ്ട്സ്, എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. എൻ്റെ പേര് അൻവിൻ എന്നാണ്. അന്നേരം ഇതിൽ പലരും എന്നെ കണ്ടിരിക്കും, യൂട്യൂബ് വഴിയോ അല്ലെങ്കിൽ സൂം വഴിയോ ആ, കണ്ടിരിക്കും അല്ലെങ്കിൽ പറഞ്ഞു കേട്ടിരിക്കും. അന്നേരം ഞാനിപ്പോൾ ഏകദേശം 4 വർഷമായി യൂട്യൂബ് ചാനലും കോഴ്സുകളും കണ്ടക്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ ഇന്നത്തെ ടോപ്പിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ മണി ബ്ലോക്ക് എങ്ങനെ മാറ്റാമെന്നുള്ള കാര്യമാണ്. അന്നേരം ആദ്യം തന്നെ നിങ്ങൾ എത്ര പേര് മണി മാനിഫെസ്റ്റേഷനിൽ ഏതെങ്കിലും ടെക്നിക്സ് ഉപയോഗിച്ചിട്ട് വലിയ ചെറുതോ വലുതായിട്ടുള്ള പണം നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഷെയർ ചെയ്യാം. ഒന്ന് വീഡിയോ ഓൺ ചെയ്തിട്ട് നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ സാധിക്കുന്നതാണ്. ആരെങ്കിലും പണത്തെ മാനിഫെസ്റ്റ് ചെയ്തിട്ടുണ്ടോ? അത് ചെറുതാണ്. റിസൾട്ട് കിട്ടിയിട്ടുണ്ട്, ചെറുതായിട്ട് റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. എന്താണ് റിസൾട്ട് കിട്ടിയത്? ഈയിടെ ഞാൻ അതിന് മുന്നേ ഒക്കെ ചെയ്തിട്ടൊരു ചെറുതും വലുതായിട്ടൊക്കെ കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഏറ്റവും വലുതായിട്ട് കിട്ടിയ സാറിന്റെ മെഡിറ്റേഷന്റെ ചെയ്തതിന്റെ ശേഷം ഒരു 3000 രൂപ എനിക്ക് കിട്ടി. വിചാരിക്കാതെ, പ്രതീക്ഷിച്ചിട്ടില്ല. അത് ഭയങ്കര സന്തോഷമായിരുന്നു. വേറെ ആർക്ക് എന്താണ് കിട്ടിയത്? ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, വേറെ ആർക്കെങ്കിലും മണി മാനിഫെസ്റ്റേഷനോ കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ സാധിക്കും. ആരെയും ഉണ്ടായിട്ടുണ്ടോ? അല്ലെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യാം നിങ്ങൾക്ക്. ഓക്കെ സാറേ, എനിക്ക് ശരിയായിരുന്നു. പറഞ്ഞോളൂ മാഡം. അതെന്നാന്ന് വെച്ചാല് എന്റെ ബ്രദർ എനിക്കൊരു 2 ലക്ഷം രൂപ ഇട്ട് തന്നിട്ട് എന്നോട് പറഞ്ഞു, മമ്മിക്ക് എന്റെ അമ്മ അങ്ങോട്ടൊന്ന് UK പോകുന്നുണ്ട്, അതിന് ടിക്കറ്റ് എടുക്കാൻ വേണ്ടി എന്റെ അടുത്ത് തന്നതായിരുന്നു ശരിക്കും. അപ്പം ഞാൻ നോക്കിയപ്പോഴ് ടിക്കറ്റ് സമയമാകുമ്പോ എടുക്കാം. പക്ഷെ ഞാൻ എന്റെ ആ പൈസ നമ്മുടെ ബിസിനസിന്റെ ആവശ്യത്തിന് വേണ്ടി അങ്ങ് എടുത്തു പോയായിരുന്നേ. 1.5 ലക്ഷം രൂപയാകും, ബിസിനസ് ക്ലാസ് ആയിരുന്നു. അപ്പൊ 1.5 ലക്ഷം രൂപയാകും എന്നൊക്കെ ഞാൻ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു. അപ്പൊ ഷുഗു പറഞ്ഞാൽ എടുക്കണം. അപ്പൊ സത്യം പറഞ്ഞാൽ നമ്മുടെ കാശും ഇല്ല, പക്ഷെ ഞാൻ എടുക്കും, നമ്മളെടുക്കുമല്ലോ, എങ്ങനെയാലും നമ്മളെടുക്കുമല്ലോ എന്നോർത്ത് ഞാൻ പിറ്റേ ദിവസം തലേദിവസം ഞാൻ പ്രാർത്ഥിച്ചു, നാളെ ഞാൻ ടിക്കറ്റ് എടുത്തു, നന്ദി നന്ദി, അങ്ങനെ മാത്രം ഞാൻ പറയുന്നുള്ളൂ. നാളെ ഞാൻ ടിക്കറ്റ് എടുത്തു, നന്ദി നന്ദി നന്ദി. പക്ഷെ അന്ന് രാത്രിയിലുണ്ടല്ലോ എന്റെ ബ്രദർ UK ഇരുന്നോണ്ട് നോക്കിയപ്പം അവൻ അവിടെ അങ്ങ് ടിക്കറ്റ് എടുത്തു. അപ്പം പിന്നെ പിറ്റേ ദിവസം ഞാനപ്പോ പറഞ്ഞു, മോനെ നിന്റെ പൈസ ഉണ്ടായിരുന്നോടാ, ഞാൻ തരണ്ടേ? അപ്പൊ പറഞ്ഞു, സാരമില്ല, നിന്റെ കിടക്കട്ടെ, ഞാൻ പിന്നെ ആവശ്യം വരുമ്പോ ചോദിച്ചോളാം എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ എനിക്കത് ഒരു അനുഗ്രഹമായി. സത്യം പറഞ്ഞാൽ ടിക്കറ്റ് എന്ന് വെച്ചാൽ ഇതേപോലെ തന്നെ അബുദാബി ബിഗ് ടിക്കറ്റോ കാര്യങ്ങളാണ് അടിച്ചത്? അല്ല അല്ല, ഫ്ലൈറ്റ് ടിക്കറ്റ്, നമ്മള് ഫ്ലൈറ്റ് ടിക്കറ്റ് ഫ്ലൈറ്റ് ടിക്കറ്റ് എടുക്കാൻ വേണ്ടി അവൻ ഇട്ട് തന്ന കാശായിരുന്നു. പക്ഷെ ഞാനത് എന്റെ ആവശ്യത്തിന് അങ്ങ് എടുത്തു. പക്ഷെ നമുക്ക് അങ്ങനെ ഇനി നമുക്കൊരു അബുദാബി ടിക്കറ്റ് നമ്മളിപ്പോ എടുത്തിട്ടുണ്ട്. 3-ാം തീയതി അതിന്റെ ഇതുണ്ട്. കിട്ടണ്ടേ? ഇപ്പൊ അബുദാബി ടിക്കറ്റ് 2 പേർക്ക് അടിച്ചിട്ടുണ്ട് നമ്മളെ ക്ലാസ് പങ്കെടുക്കുന്നത്. പിന്നെ ഒരാൾക്ക് ഇപ്പൊ നീതു എന്ന് പറഞ്ഞ കഴിഞ്ഞ മുന്നത്തെ ലൈവിലായിട്ട് വന്നിരുന്നു. അദ്ദേഹത്തിന്റെ ഭർത്താവിന് ഇതേപോലെ തന്നെ 25 ലക്ഷമായിട്ട് അടിച്ചിരുന്നു. അങ്ങനെ പല മിറാക്കിൾസും സംഭവിക്കും. ഇതേപോലെ എന്തെങ്കിലും മിറാക്കിൾസ് നിങ്ങളുടെ ലൈഫിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പങ്കുവയ്ക്കാൻ സാധിക്കുന്നതാണ്. ഒക്കെ ഒരാൾക്കും കൂടിയാണ് അവസരം. നേരം ഞാനിവിടെ ചോദിക്കാൻ പോകുന്ന ചില ചോദ്യങ്ങളിൽ അതിന് കൃത്യമായ രീതിയിൽ ഉത്തരം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ആദ്യത്തെ ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ മണി ബ്ലോക്ക് വരെയുള്ള കാരണം എന്താണെന്നുള്ളതാണ്. ജസ്റ്റ് ഇതൊരു വെറുതെ ഒരു വ്യക്തി പറയുന്നതായിട്ട് നിങ്ങൾ ചിന്തിക്കരുത്. നിങ്ങൾ സ്വയം ചിന്തിക്കുക, എനിക്ക് മണി ബ്ലോക്ക് വരെയുള്ള എന്തൊക്കെയാണ് കാരണം. യൂട്യൂബ് ചാനൽ കാണുന്ന വ്യക്തികളാണെങ്കിൽ ജസ്റ്റ് യൂട്യൂബിലൊന്ന് കമൻറ്റ് ചെയ്യാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഓഡിയോ ഓൺ ചെയ്തിട്ട് വേണമെങ്കിൽ സംസാരിക്കാം. ചില ആൾക്കാർക്ക് സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്, നിങ്ങൾ കമൻറ്റ് ചെയ്യാം. നിങ്ങളുടെ മണി ബ്ലോക്ക് വരെയുള്ള റീസൺസ് എന്താണ് എന്നുള്ളതാണ് ഞാനിവിടെ ചോദ്യം. നിങ്ങൾ ജസ്റ്റ് ഒന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് പറയാം. നിങ്ങളിൽ അതായത് സ്വയം ചോദിക്കുക, നിങ്ങൾക്ക് മണി ബ്ലോക്ക് വരെയുള്ള റീസൺസ് എന്നുള്ളതാണ്. അതായത് എനിക്ക് പേഴ്സണലി എനിക്ക് മണി ബ്ലോക്ക് വരെയുള്ള ഏറ്റവും വലിയ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന്, പണം എന്ന് പറയുന്നത്, പണത്തെ ഞാൻ ഒരിക്കലും സ്നേഹിച്ചിട്ടില്ല എന്നുള്ളതാണ്. അതിലെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ എത്രത്തോളാണോ പണത്തെ സ്നേഹിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത്. പണം എന്ന് പറയുന്നത് എന്താണ്? ഒരു വചനമുണ്ട്, പണം എന്ന് പറയുന്നത് ചെകുത്താൻ്റെ കയ്യിലെ കളിപ്പാവയാണ് എന്നൊക്കെയുള്ള ചില
ഇങ്ങനെ കോഴ്സും കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ കേട്ടിരിക്കും. അതേപോലെ തന്നെ മതപുരോഹിത വർഗ്ഗങ്ങളെല്ലാം പറയുന്ന കാര്യമുണ്ട്, പണം ആവശ്യത്തെ കൂടുകയാണെങ്കിൽ നമ്മൾ അഹങ്കരിക്കും, അതോടൊപ്പം തന്നെ പണം ഒരാവശ്യത്തിന് മാത്രം മതി എന്നൊക്കെ രീതിയിലുള്ള പല ഇതേപോലെ തന്നെ മതപുരോഹിതന്മാർ, അത് ഏത് മതത്തിലാവട്ടെ, അവരെല്ലാം തന്നെ പറയാറുണ്ട്. അതായത് നിങ്ങൾക്കൊരിക്കലും തന്നെ പണത്തെ സ്നേഹിക്കാൻ സാധിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് പണം വരില്ല. അതെൻ്റെ അനുഭവമാണ്. അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് ഞാൻ പറഞ്ഞുതരാം. അതേപോലെയുള്ള എത്ര പേർക്ക് എന്തൊക്കെ അനുഭവമുണ്ട്? അങ്ങനത്തെ അനുഭവം ഉണ്ടോ? നിങ്ങളിൽ മണി ബ്ലോക്ക് വരാനുള്ള ഇതുപോലുള്ള വേറെ എന്തെങ്കിലും തോന്നുന്നുണ്ടോ നിങ്ങൾക്ക് ഇന്ന കാരണമാണ് മണി ബ്ലോക്ക് വരുന്നത് എന്ന്? ഓക്കെ അതിനെ എന്നെ ഒന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട് പറയാം, നിങ്ങൾക്ക് മണി ബ്ലോക്ക് വരികയുള്ള എന്താണ് റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ. അതായത് നമ്മൾ പലരും കമൻറ്റ് ചെയ്യുന്നുണ്ട്. യൂട്യൂബ് ചാനൽസ് കാണുന്ന വ്യക്തികൾക്ക് വേണമെങ്കിൽ യൂട്യൂബ് ചാനലിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം. അന്നേരം ഞാനിവിടെ പറഞ്ഞു വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ എത്രത്തോളമാണോ നിങ്ങൾ പണത്തെ സ്നേഹിക്കുന്നത് അത്രത്തോളം പണം നിങ്ങളെ സ്നേഹിക്കും. ഈ ഒരു ലെവലിലാണ് നമ്മളെ ലൈഫിൽ സംഭവിക്കുന്നത്. അതായത് ഉദാഹരണത്തിന് നിങ്ങൾ പണ്ടല്ല, എനിക്ക് പണം എന്ന് പറയുന്ന സമയത്ത് ഒരു നെഗറ്റീവായ കാര്യമായിരുന്നു. പണം ആഗ്രഹിക്കുന്നുണ്ട്, അതായത് ഉള്ളിൻ്റെ ഉള്ളിൽ പണം വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്, മറിച്ച് പണത്തെ എനിക്ക് സ്നേഹിക്കാൻ സാധിച്ചില്ല. കാരണം എന്താ വെച്ചാൽ പണം നഷ്ടപ്പെടുമോ എന്നുള്ളൊരു പേടി. അയ്യോ, പണം നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന സമയത്ത് വേദനയാണ്. അതോടൊപ്പം തന്നെ നമ്മൾ കൂടുതൽ കടം കൊടുക്കുന്ന സമയത്തും കടം വാങ്ങുന്ന സമയത്ത് എല്ലാം തന്നെ അതിനെ ഒരു എന്താ പറയുക, ഒരു ശത്രുവിനെ പോലെ അല്ലെങ്കിൽ ഒരു നെഗറ്റീവായ രീതിയിലാണ് നമ്മൾ അതിനെ കാണുന്നത്. അത് കാരണം നമ്മളിൽ നിന്ന് പണം വളരെ വലിയ രീതിയിൽ നമ്മളിലേക്ക് വരികയില്ല. വരുന്ന പണമാണെങ്കിൽ രോഗങ്ങളിലൂടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തി കടം കൊടുത്തോ എങ്ങനെയെങ്കിലും നമ്മളിൽ നഷ്ടപ്പെടും. അതാണ് ഫസ്റ്റത്തെ കാര്യം എന്ന് പറയുന്നത്. അങ്ങനെ നിങ്ങൾ എത്ര പേര് പണത്തെ സ്നേഹിക്കുന്നുണ്ട്? ഇതിൽ എത്ര പേര് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം. ഇതിൽ എത്ര പേര് പണത്തെ സ്നേഹിക്കുന്നുണ്ട്? പണത്തെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഐ ലവ് മണി എന്ന് പറഞ്ഞു ചെയ്താൽ കമൻറ്റ് ചെയ്യാം എല്ലാവരും. ചോദിച്ചോളൂ. പണത്തെ സ്നേഹിക്കുന്നു ഇപ്പൊ സാർ പറഞ്ഞു. അപ്പൊ ഇപ്പൊ സാർ കുറച്ച് മുന്നേ പറഞ്ഞ കാര്യങ്ങളില്ലേ, ഇപ്പൊ പറഞ്ഞില്ലേ, ആ കാര്യങ്ങള് ഉള്ള ആളാണോ എഴുതേണ്ടത് അതോ പണത്തെ സ്നേഹിക്കുന്ന ആളാണോ? എങ്ങനെയാ വ്യത്യാസം? ഇപ്പൊ നിങ്ങളുടെ പ്രസന്റ് സിറ്റുവേഷനിൽ നിങ്ങൾ പണത്തെ സ്നേഹിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ഇത് പറഞ്ഞത്. ഓക്കെ ഐ ലവ് മണി എന്ന് എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടു ഒന്നും ചെയ്യുന്നില്ല, ജസ്റ്റ് ഒരു എന്താ പറയുന്നത്, ഒരാൾ എന്തൊക്കെയോ പറയുന്നു എന്ന രീതിയിൽ ഇതുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്ന സമയത്ത് എപ്പോഴും മാനിഫെസ്റ്റേഷനും എന്തെങ്കിലും ഒരു ചേഞ്ച് വരിക എന്താണെന്ന് അറിയാമോ? നിങ്ങളൊരു പോയിന്റ് നോട്ട് ചെയ്യുന്ന സമയത്ത്, ഇപ്പം തന്നെ ഞാനോരോ ഞാനും കുറേ ക്ലാസ്സുകളിൽ പങ്കെടുക്കാണ്ട് ഇതേപോലുള്ള ബുക്കുകൾ വെച്ചിട്ട് പോയിന്റ് നോട്ട് ചെയ്ത് വെക്കും. അങ്ങനെ പോയിന്റ്സ് നമ്മളെ ലൈഫിൽ അല്ലെങ്കിൽ നമ്മളെ ഓരോ കാര്യങ്ങൾ പഠിക്കുന്നത് നമ്മൾ ലൈഫിൽ അപ്ലൈ ചെയ്യുന്ന സമയത്താണ് നമ്മളെ ലൈഫിൽ ചേഞ്ച് വരിക. എന്നാൽ നിങ്ങളോട് ഇപ്പം പറയാണ് കമൻറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ അതുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാണ്, അതുമായിട്ട് നിങ്ങളൊരു പ്രാക്ടീസിലേക്ക് വരികയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഐ ലവ് മണി. നമ്മൾ എത്രത്തോളമാണോ പണത്തെ സ്നേഹിക്കുന്നത്, ഈവൻ വ്യക്തികളെ, നമ്മളെപ്പോഴും വ്യക്തികളെയും കാര്യങ്ങളും എല്ലാമാണ് നമ്മൾ സ്നേഹിക്കുന്നത്. ഒരിക്കലും തന്നെ പണം എന്ന് പറയുന്നത് ഏറ്റവും ഡിവൈൻ ആയിട്ടുള്ള കാര്യമാണ്. മതപുരോഹിത വർഗവും എല്ലാം തന്നെ ചിന്തിക്കുന്നത് അല്ലെങ്കിൽ ചിന്തിപ്പിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ പണം തെറ്റായിട്ടുള്ള കാര്യമാണ്. ഞാൻ മുന്നേ പറഞ്ഞ കാര്യം ഒന്നും കൂടി എക്സ്പ്ലെയിൻ ചെയ്ത് പറയുകയാണ്. ഞാൻ കേട്ട ഇതേപോലെ തന്നെ പല മതപുരോഹിതന്മാർ പറയുന്ന കാര്യമാണ്, പണം കൂടിക്കഴിഞ്ഞാൽ വലിയ പ്രശ്നമാണ്, നിങ്ങളെ ദൈവത്തിൽ നിന്ന് അകറ്റുന്ന ഒരു കാര്യമാണ് പണം എന്ന് പറയുന്നത്, പണം കൂടുതലുണ്ടെങ്കിൽ സമാധാനം കുറവ്, അങ്ങനത്തെ കാര്യങ്ങളാണ് പല മതപുരോഹിതന്മാരും നമ്മളിൽ പറഞ്ഞിരുന്നത്. എന്നാൽ ഈ ഒരു റിലീജിയസ് ആയിട്ടുള്ള പല മിസ്റ്റിക്കും യോഗിമാരെയും നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. ഇപ്പം ഓൺലൈനായിട്ടും സോഷ്യൽ മീഡിയ എല്ലാം തന്നെ കുറേ യോഗിമാരും സിദ്ധന്മാരുണ്ടാവും. അൾട്ടിമേറ്റ് അവരെന്താണ് ഇതെല്ലാം പറയും, നിങ്ങളുടെ പണം എന്ന് പറയുന്നത് നെഗറ്റീവാണ് കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ട് അവരെന്ത് ചെയ്യും, ഇതേ കോഴ്സോ അല്ലെങ്കിൽ പ്രൊഡക്റ്റായിട്ടോ ലക്ഷങ്ങളും 10,000 50,000 എന്നൊക്കെ പറഞ്ഞിട്ട് വാങ്ങാറുണ്ട്. അന്നേരം അവരെന്താണ് നമ്മളിൽ ചെയ്യുന്നത്, നമ്മളിൽ നെഗറ്റീവായിട്ടുള്ള ഒരു ഫീലിങ്സ് തരികയും അവർ പണം ഉണ്ടാക്കാനും ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇന്നു മുതൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ പണത്തെ സ്നേഹിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. നിങ്ങളുടെ മണി ബ്ലോക്ക് എളുപ്പം മാറുന്ന ഒരു കാര്യമാണ്. ഞാൻ എപ്പോഴും മുതലാണോ എൻ്റെ പണത്തെ, അതായത് എന്നിലേക്ക് വരുന്ന പണത്തെ ഞാൻ സ്നേഹിക്കാൻ തുടങ്ങിയത്, അന്നേരം മുതൽ എനിക്ക് മണി ബ്ലോക്ക് മാറി. അതെന്താണ്, നമ്മൾ എവിടെയാണോ നമ്മളിൽ അറ്റൻഷൻ അല്ലെങ്കിൽ നമ്മളിൽ സ്നേഹമുള്ളത്, പ്രണയമുള്ളത്, അവിടെ നമ്മളിലേക്ക് വരും. അല്ലെങ്കിൽ ഇപ്പം നിങ്ങളൊരു വ്യക്തിയെ പ്രണയിക്കുകയാണെങ്കിൽ ആ വ്യക്തി നിങ്ങൾ തിരികെ പ്രണയിക്കും. അതേപോലെ പണം എന്ന് പറയുന്നത് ഒരു ഡിവൈൻ എനർജിയാണ്. അതിനെ സ്നേഹിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശീലിക്കുക എന്നുള്ളതാണ് ആദ്യം തന്നെ ചെയ്യേണ്ടത്. പണം വരുന്ന സമയത്തും എങ്ങനെ വന്നാലും
അതായത് ഇപ്പം ഷീല മേഡം പറഞ്ഞല്ലോ, ഷീല മേഡം നമ്മൾ അലൈൻമെന്റ് മാസ്റ്ററിയിലെ മെമ്പറാണ്. അദ്ദേഹം MLM ബിസിനസ് ചെയ്യുന്ന നല്ലൊരു വ്യക്തിയാണ്. കുറേ പ്രൊഡക്ട്സും കാര്യങ്ങളും അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട്. അന്നേരം ഞാനിവിടെ പറഞ്ഞു വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു പണം അദ്ദേഹത്തിൻ്റെ സ്റ്റോറി എന്ന് മനസ്സിലാകുന്നതാണ്. അദ്ദേഹം ആ ഒരു ചേഞ്ചും കാര്യങ്ങളും വന്നേരം അദ്ദേഹത്തിൻ്റെ ലൈഫിലേക്ക് മിറാക്കിൾ സംഭവിച്ചു. ആ ഒരു ചേഞ്ചിനെ കൃത്യമായ രീതിയിൽ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മൾ ലൈഫിൽ മിറാക്കിൾ സംഭവിക്കും. അതുകൊണ്ട് നിങ്ങൾ ഇന്ന് മുതൽ പണത്തെ സ്നേഹിക്കാൻ വേണ്ടി ശീലിക്കുക. എങ്ങനെയാണ് പണത്തെ സ്നേഹിക്കുക എന്നുള്ളതാണ് അടുത്ത പോയിന്റ്. എങ്ങനെയാണ് നിങ്ങൾ പണത്തെ സ്നേഹിക്കാൻ പോകുന്നത്? എങ്ങനെയാണ്? ജസ്റ്റ് ചോദിക്കുകയാണെങ്കിൽ നിങ്ങളുള്ള ചോദ്യമാണ്, നിങ്ങൾ എങ്ങനെയാണ് പണത്തെ സ്നേഹിക്കാൻ പോകുന്നത്? പണത്തെ സ്നേഹിക്കുക എന്ന് അനിവിന്ദ് പറഞ്ഞു. ഇപ്പൊ ഷാജൻ വലപ്പിൽ ഹാപ്പി ആയിട്ട് സ്പെൻഡ് ചെയ്യും. ആ, നല്ല കാര്യം. ഓക്കെ, ഹാപ്പി ആയിട്ട് സ്പെൻഡ് ചെയ്യും. പിന്നെ നല്ല നല്ല കാര്യങ്ങൾക്ക് ഉപയോഗിക്കും, നമ്മുടേതായിട്ടുള്ള കാര്യങ്ങൾക്കും ഉപയോഗിക്കും. അയ്യോ പൈസ പോയി എന്നുള്ളൊരു മെന്റാലിറ്റി പോവും. ആ, ശരി, നല്ല കാര്യം. വേറെ എങ്ങനെയാണ് നിങ്ങൾക്ക് ഇങ്ങനെ സ്നേഹിക്കാൻ സാധിക്കുക? എങ്ങനെയാണ് സാർ പറഞ്ഞത് കിരൺ? ബഹുമാനിക്കാം. ശരിയാണ്, നല്ല പോയിന്റ്. പണം തരുന്ന വ്യക്തികളോട് നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡ് കാണിക്കാം, അല്ലെ? പണം വെക്കുന്ന രീതി, ഇപ്പം പണം മേടിക്കുമ്പോഴും കൊടുക്കുമ്പോഴും ഈ പണം കയ്യിലോട്ട് വരണമെന്ന് പറഞ്ഞു. ശരിയാണ്, നല്ല കാര്യം. താങ്ക് യു. ഓക്കെ, നിങ്ങൾ ഓരോരുത്തർക്കും പണം കൊടുക്കുന്ന സമയത്ത് കിട്ടുന്ന പണത്തിനും നമ്മൾ ചെലവാക്കുന്ന പണത്തിനും താങ്ക്സ് പറയാം. അതെ, ശരിയാണ്. ഓക്കെ, അത് സാറ് കുറച്ച് ക്ലാസ്സുകൾ നമ്മൾ ആദ്യമൊന്നും അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കുറച്ച് ക്ലാസ്സുകളൊക്കെ കേൾക്കാനും മനസ്സിലാക്കാനും തുടങ്ങിയവരെയാണ് നമുക്ക് അത് മനസ്സിലായി തുടങ്ങിയത്. അതിനുശേഷം പറയാൻ തുടങ്ങിയതിന് ശേഷം നമ്മുടെ കയ്യിലേക്ക് പണം വരാറുമുണ്ട്. നമുക്ക് ആവശ്യത്തിനൊരു ബുദ്ധിമുട്ട് വരാറില്ല. എപ്പോഴും അത് എങ്ങനെയെങ്കിലും കറങ്ങി തിരിഞ്ഞ് എത്താറുണ്ട്. ആ കാര്യം സാധിക്കാറുണ്ട്. ഗ്രാറ്റിറ്റ്യൂഡ് പറയാൻ തുടങ്ങിയതിന് ശേഷം ഞാൻ ശ്രദ്ധിക്കാൻ തുടങ്ങിയ കാര്യമാണ്. നിങ്ങൾക്ക് ടീച്ചിങ്ങിൽ നിങ്ങൾ ടീച്ചറാണോ? ടീച്ചറെ മോളാണ്. കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ട് ഞാൻ പോയിട്ടുണ്ട്. നിങ്ങൾക്ക് ടീച്ചിങ്ങിൽ നല്ല സ്കില്ലുണ്ട്. താങ്ക് യു സർ. ഓക്കെ, ടീച്ചിങ് പോലെ ഞാനൊരു ഇത് ചെയ്യുന്നുണ്ട്, ക്ലാസ് എടുക്കുന്നുണ്ട്. നല്ല കാര്യം, നല്ല രീതിയിൽ എത്താൻ സാധിക്കും. അതിന്റെ സ്കില്ലുണ്ട്. നമ്മുടെ കോർപ്പറേഷന്റെ ബിസിനസ്സും നന്നായിട്ട് പോകുന്നുണ്ട്. താങ്ക് യു. എന്താണ്? ഞാൻ സാറിനോട് പറഞ്ഞില്ലായിരുന്നോ നമ്മൾ ഓൺലൈനിൽ ഒരു ഓർണമെന്റ്സിന്റെ ബിസിനസ് തുടങ്ങുന്നുണ്ടെന്ന് പറഞ്ഞായിരുന്നു. അലൈൻമെന്റിലെ ഞാൻ പറഞ്ഞായിരുന്നു ഓൺലൈനില്. അപ്പൊ നമ്മള് ചിങ്ങത്തി സാർ മറന്നുപോയി, ചിങ്ങത്തി തുടങ്ങിയായിരുന്നു. ചിങ്ങം 1-ാം തീയതി തുടങ്ങി, സ്റ്റാർട്ട് ചെയ്തു. നന്നായിട്ട് പോകുന്നു. നല്ല പോകുന്നില്ലേ? അത് സന്തോഷം. വീഡിയോ എഡിറ്റിംഗിൽ പഠിക്കുക കേട്ടോ. ഇപ്പൊ ഉള്ളിക്ക് ഇങ്ങനെ ഷീല മേഡം അലൈൻമെന്റ് മാസ്റ്ററിയിലുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ല, കഴിഞ്ഞ ബാച്ചിലുണ്ടായിരുന്നു. അദ്ദേഹത്തെ കുറിച്ച് ഒന്നത് മുതൽ ഇങ്ങനെ ടെൻഷനും കാര്യങ്ങളാണ് പറയുക. എനിക്ക് അദ്ദേഹം MLM ആണ് ചെയ്യുന്നത്. പക്ഷെ അതിൽ എത്രത്തോളം ഗ്രോത്ത് വരുന്ന എനിക്കറിയില്ലായിരുന്നു. എന്നാൽ ഓർണമെന്റ്സ് വേറെ എന്ത് ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നത് വെച്ചാൽ ഓർണമെന്റ് ബിസിനസ് തുടങ്ങുന്നു എന്ന് പറഞ്ഞു. ഞാൻ കുറച്ച് സ്ട്രാറ്റജിയും കാര്യങ്ങൾ പറഞ്ഞു. വീഡിയോ എഡിറ്റിംഗ് നിർബന്ധമായിട്ട് പഠിക്കുക. പോസ്റ്റർ ഡിസൈനിങ് ക്യാൻവ ഉപയോഗിച്ച് പഠിക്കാൻ വേണ്ടി ഉണ്ടെങ്കിൽ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. വീഡിയോ എഡിറ്റിംഗ്, പോസ്റ്റർ ഡിസൈനിങ് സ്വന്തമായി തന്നെ പഠിക്കുക. ഞാൻ പറഞ്ഞില്ല അന്നത്തെ അത് നിങ്ങൾ പ്രായമായി കാര്യങ്ങളായെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അത് സ്വന്തമായിട്ട് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. എന്നാലാണ് നിങ്ങൾക്ക് അടുത്ത ലെവലിലേക്ക് പോകാൻ പറ്റുക. കേട്ടോ ഷീല മേഡം? എന്തായാലും നിങ്ങൾ അന്ന് പങ്കെടുത്തതിന് കുറെ പ്രോബ്ലം പറഞ്ഞു. ഇപ്പം ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു, നല്ല രീതിയിൽ പോകുന്നു എന്ന് പറഞ്ഞതിന് സന്തോഷം. നിങ്ങൾ തന്നെയാണ് ഏറ്റവും വലിയ ഒരു മാനിഫെസ്റ്റർ എന്ന് പറയുന്നത്. നിങ്ങൾ ബ്രാൻഡ് ചെയ്യുക. നിങ്ങൾ പോലെയുള്ള ഒരു കമ്മ്യൂണിറ്റി ഉണ്ട്, നിങ്ങളുടെ ഏജ് കാറ്റഗറിയിലെ കമ്മ്യൂണിറ്റി ഉണ്ട്. അവരിലേക്ക് നിങ്ങൾക്ക് സെല് ചെയ്യാൻ പറ്റും. അതാണ് നിങ്ങളെ ഏറ്റവും വലിയ പേഴ്സണൽ ബ്രാൻഡിങ് എന്ന് പറയുന്നത് കേട്ടോ. അതുകൊണ്ട് നല്ല രീതിയിൽ ചെയ്യുക. അത് നിങ്ങൾ ഓർണമെന്റ്സ് ഇതേപോലെ തന്നെ ഓർണമെന്റ്സ് വിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് ഇടുക, സ്വന്തമായിട്ട് അത് ഇടുക കേട്ടോ. ഇടുന്നുണ്ട് സാർ. ഇൻസ്റ്റാഗ്രാമിലുണ്ട് ഒരു പേജ് പഠിപ്പിച്ചിട്ടുണ്ട്. ഓക്കെ. അത് സ്വന്തമായിട്ട് പഠിക്കുന്നത്. എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളിലെങ്കിൽ ചോദിക്കാം. അതായത് ഞാനിവിടെ പറഞ്ഞു വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പണം എന്ന് പറയുന്ന കാലത്തെ നമ്മൾ റെസ്പെക്ട് ചെയ്യുക. ഉദാഹരണത്തിന് റെസ്പെക്ട് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ പണം നമ്മൾ വെക്കുന്നത്, ഇപ്പം പണ്ടെല്ലാം വെച്ച് കഴിഞ്ഞാൽ ഞാൻ പണം മേശയിൽ വാരി വലിച്ച് വിതറിയിടും, ഇല്ലെങ്കിൽ ഷെൽഫിലോ കാര്യങ്ങളിലോ അവിടെ ഇവിടെ ആയിട്ട് ഇടും. ഒരിക്കലും നമ്മൾ പണത്തെ അങ്ങനെ ഉപയോഗിക്കാൻ പാടില്ല, അല്ലെങ്കിൽ പണത്തെ അങ്ങനെ വെക്കാൻ പാടില്ല. എപ്പോഴും പണം എന്ന് പറയുന്നത് ഡിവൈനസ് ആണല്ലോ. അതായത് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പണത്തെ എപ്പോഴും ഒരു ബൗളിൽ, ഇപ്പം ഞാൻ തന്നെ എൻ്റെ അവിടെ നോക്കുകയാണെങ്കിൽ ഒരു ബൗളുണ്ട്, ഇല്ലെങ്കിൽ ഞാൻ പേഴ്സിൽ, ഇപ്പോൾ പേഴ്സ് താഴെയാണുള്ളത്, അല്ലെങ്കിൽ പേഴ്സിൽ ഞാൻ അടുക്കി വെക്കും. അതോടൊപ്പം തന്നെ പുസ്തകങ്ങളിൽ അത് സത്യമാണ് സാർ. അതേ പിന്നെയാണ് എനിക്ക് അങ്ങനെ വരാതെ. നമ്മള്
പേഴ്സിൽ നൂർത്തി വെക്കണം എന്ന് പറയും പണം. അതേ പിന്നെയാണ് എനിക്ക് സാറ് പറഞ്ഞപ്പോഴാണ് ഓർത്തത് ആ ഒരു പോയിന്റും കൂടെ. സുജാമേന്റെ ക്ലാസ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അതേ പിന്നെയാണ് നമുക്ക് പ്രാർത്ഥിക്കാനായിട്ടും നമുക്ക് ആ നേരെ ഒരാൾ എനിക്ക് മടക്കി തരികയാണെങ്കിൽ പോലും ഞാനത് നിർത്തി വെക്കും. നമ്മൾ കൊടുക്കുമ്പോഴും അതുപോലെ തന്നെയേ കൊടുക്കാറുള്ളൂ. അതിന് സത്യമാണ് സാറ് പറഞ്ഞത്. നല്ലൊരു പോയിന്റാണ്. നല്ല കാര്യമാണ്, നല്ല കാര്യം, വളരെ സന്തോഷം. അന്നേരം അങ്ങനെ റെസ്പെക്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. പിന്നെ അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ അതിനെ റെസ്പെക്ട് ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് നമ്മൾ അതിനെ സ്നേഹിച്ചു, അതിനെ റെസ്പെക്ട് ചെയ്യാൻ തുടങ്ങി. അന്നേരം അതൊരു ഡിവൈൻ എനർജിയാണ്. ഇപ്പം ഹിന്ദു റിലീജിയനിൽ നമുക്ക് ഇപ്പം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഇസ്ലാമിനെ കുറിച്ചും എല്ലാം തന്നെ പറഞ്ഞിരുന്നു. ഹിന്ദു വിശ്വാസപ്രകാരം, കാരണം ഒരു മതത്തെ ഞാൻ ശ്രദ്ധിക്കുക, ഒരു മതത്തെ ഞാൻ തള്ളി പറയുന്നില്ല. എല്ലാ മതങ്ങളിലും ഉള്ള നല്ല കാര്യങ്ങൾ ഞാൻ അതിനെ അംഗീകരിക്കുന്നു. ഞാനിപ്പം ഒരു മുസ്ലിമാണ്, അതുകൊണ്ട് ഞാൻ ഈ മുസ്ലിമിലും ക്രിസ്ത്യാനിറ്റിയിലും ഹിന്ദുയിസത്തിലും എല്ലാത്തിനും എടുക്കും. അതോടൊപ്പം ഞാൻ ഹിന്ദുവാണ്, മുസ്ലിമാണ്, ക്രിസ്ത്യാനിയാണ്, ജൂതനാണ്, എല്ലാം ആണ്. ഞാൻ അങ്ങനെ ഇന്ന മതമാണെന്ന് ഞാൻ ഒരിക്കലും പറയുകയും കാര്യങ്ങൾ ചെയ്യില്ല. എല്ലാ മതങ്ങളിലും നന്മയുണ്ട്, എല്ലാ മതങ്ങളിലും തിന്മയുണ്ട്. അതുപോലെ ആയിരിക്കണം നമ്മൾ നോക്കേണ്ടത്. ഇപ്പം തന്നെ ഹിന്ദു മതത്തിൽ പണത്തെ ലക്ഷ്മിയായിട്ടാണ് കരുതുന്നത്. അന്നേരം അതെന്താണ് അവിടെ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഒരു പണം താഴെ വീണ് പോയി കഴിഞ്ഞാൽ അതിനെ തൊട്ട് നെറ്റിയിൽ വെക്കുക. അതെല്ലാം എന്താണ്, ആ ഒരു ഡിവൈനസിനെ, ആ ഒരു ഡിവൈൻ എനർജിയെ നമ്മൾ റെസ്പെക്ട് ചെയ്യാൻ വേണ്ടി ശീലിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. ആ ഒരു റെസ്പെക്റ്റ്, അതായത് ഇപ്പം അദ്ദേഹം പറഞ്ഞല്ലോ പേര് പറഞ്ഞു, അദ്ദേഹം പറഞ്ഞ സമയത്ത് ആ പണം മടക്കി വെക്കുക, തിരിച്ചു വെക്കുക. ഇപ്പം ചില ആൾക്കാർ ചെയ്യും, എന്താണ്, പണത്തെ എവിടെയെങ്കിലും വെക്കുക, എവിടെയെങ്കിലും സൈഡിലോ എവിടെയെങ്കിലും. എൻ്റെ അച്ഛൻ അങ്ങനെ ചെയ്യാറുണ്ടായിരുന്നു. എവിടെയെങ്കിലും ഇങ്ങനെ ഈ പണം നമ്മളെ അലമാരയിലെ കാര്യങ്ങൾ വെക്കുകയാണെങ്കിൽ അവിടെ ഇവിടെ ആയിട്ട് വെക്കും. ഇവൻ അമ്മയോട് തന്നെ ഞാൻ പറഞ്ഞിട്ട് മുണ്ട് മടക്കേണ്ട അതിന്റെ സൈഡിൽ മുണ്ട് മടക്കി വെക്കും. പിന്നെ ബെഡിന്റെ പറയാൻ പറ്റില്ല, ലേഡീസ് ആണെങ്കിൽ പറയാൻ പറ്റില്ല. എന്നാലും ഞാൻ പറയാണ്, ഇവിടെ ഇങ്ങനെ വെക്കും ചില പ്രായമുള്ളവര്, അങ്ങനെയൊക്കെ മടക്കി വെക്കും. സാറ് ഇതിപ്പോ സാറ് പറഞ്ഞപ്പോഴാണ് എനിക്ക് അറിയണത്. ഞാൻ ഈ പറഞ്ഞ പോലെ അലമാരിയില് ഡ്രസ്സുകളുടെ ഇടയിൽ അവിടെ ഇവിടെ ഒക്കെ കൊണ്ട് ചുരുട്ടി കുട്ടി വെക്കാറ്, പേഴ്സിലായാലും ചുരുട്ടി കുട്ടിയിട്ടാ വെക്കാറ്. നിവർത്തി വെക്കണം എന്നുള്ളത് ഇപ്പൊ ആദ്യമായിട്ടാണ് ഒരാളുടെ അടുത്ത് നിന്ന് കിട്ടുന്നത്. ഇതുവരെ ആരും പറഞ്ഞിട്ടില്ല. താങ്ക് യു സാർ. സന്തോഷം. ഓക്കെ, അതാണ് ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ചില ആൾക്കാർ ചെയ്യുന്ന ഒരു ശീലമുണ്ട്, ബെഡിൻ്റെ അടിയിലെങ്ങ് വെക്കും. ബെഡിൻ്റെ കാലിൻ്റെ ഭാഗത്തോ അല്ലെങ്കിൽ തലയുടെ ഭാഗത്തോ തലയണയുടെ ഉള്ളിലോ ഒന്നും തന്നെ പണം വെക്കാൻ പാടില്ല. കാരണം അതൊരു ഡിവൈൻ എനർജിയാണ്. നമ്മൾ എത്രത്തോളം പണത്തെ റെസ്പെക്ട് ചെയ്യാൻ വേണ്ടി ശീലിക്കുന്നു, അത് നിങ്ങൾ ശ്രദ്ധിക്കുക. ഇത് വീണ്ടും പറയേണ്ട കാരണം കുറേ പോയിന്റ് എനിക്ക് വേണമെങ്കിൽ പറയാം, പക്ഷെ നിങ്ങൾക്ക് എന്താണ് അതിൻ്റെ കാരണം. ഇപ്പം എൻ്റെ അച്ഛൻ്റെ അച്ഛൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും പണം കാലിൻ്റെ അടിയിൽ തലയിൽ വെക്കുക. പണം ഉണ്ടായിരുന്നു, പക്ഷെ അത് പിന്നെ കഴിയുന്ന സമയത്ത് അത് നഷ്ടപ്പെട്ടിരിക്കും. പണത്തെ റെസ്പെക്ട് ചെയ്യാൻ വേണ്ടി ശീലിക്കണം. പണം വെക്കുന്ന സ്ഥലത്തായാലും ഇപ്പം പേഴ്സ് എവിടെയും വെക്കാതെ നിങ്ങളൊരു മേശപ്പുറത്തോ അല്ലെങ്കിൽ നിങ്ങളുടെ ഷെൽഫിലോ കാര്യങ്ങളിലോ വെക്കുക. പണം ഒതുക്കി വെക്കുക. ഇപ്പം പണം നേരത്തെ പറഞ്ഞ പോലെ തന്നെ മടക്കി വെക്കാതെ, ഇതേപോലെ റോൾ ചെയ്ത് വെക്കാതെ, ഈ ഭാഗങ്ങളിലോ അല്ലെങ്കിൽ അരയിലോ വെക്കാതെ അതിനെ റെസ്പെക്ട് ചെയ്യുക. ഇപ്പം തന്നെ ഞാൻ പേഴ്സ് ഏകദേശം ഒരു 5-6 വർഷമായി ഞാൻ ഒരേ പേഴ്സ്, 5-6 വർഷമായിട്ട് 10 വർഷത്തിന് മേലെ, അത് എന്നെ സംബന്ധിച്ചിടത്തോളം അത് ഭയങ്കര ഒരു ഗ്രേറ്റ്ഫുൾ ആയിട്ടുള്ള പേഴ്സായിട്ടാണ് ഞാൻ കരുതുന്നത്. അവിടെ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, പേഴ്സ് ഉണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരുന്നത്, താഴെ പോയി 500 രൂപകൾ ഞാൻ അടുക്കി വെച്ചിട്ടുണ്ട്. അത് പേഴ്സിൽ 2 ഇതുണ്ടാവുമല്ലോ, 2 റോ ഉണ്ടാവുമല്ലോ. അതിലൊന്നിൽ ഞാൻ 500 നോട്ട്, ഒരു 3 നോട്ടോ അല്ലെങ്കിൽ ഒരു 4-5 നോട്ടെങ്കിൽ 500 രൂപ വരും. അടുത്ത പോർഷനിൽ ഞാൻ വെക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ 200, 100, 10 എന്നൊക്കെ രീതിയിൽ വെക്കും. ഇത് നമുക്ക് അത് എടുക്കുന്ന സമയത്ത്, അത് പേഴ്സ് തുറക്കുന്ന സമയത്ത് ഒരു അബൻഡൻസ് ആണ്. അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ട അടുത്ത പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ പേഴ്സിൽ വാളറ്റ്, ഇപ്പം നിങ്ങളുടെ പേഴ്സ് ആവാം, അങ്ങനെ പോക്കറ്റ് പേഴ്സ് ആവാം, എപ്പോഴും പണം കുറച്ച് നിറച്ച് വെക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇപ്പം പണം നിറച്ച് വെക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, അയ്യോ സാറേ എൻ്റെ കയ്യിൽ 5000-ഓ 10,000-ഓ ഇല്ലെങ്കിൽ പോലും നിങ്ങളുടെ കയ്യിൽ എത്രയാണോ തുക ഉള്ളത് അതിനെ മനോഹരമായ രീതിയിൽ എടുക്കി വെക്കാം. കാരണം നമ്മൾ ഈ പേഴ്സ് തുറക്കുന്ന സമയത്തിൽ ഒരു പോസിറ്റീവ് എനർജി കിട്ടും. ഹാപ്പി മണി എന്ന് പറഞ്ഞ പുസ്തകം ഹവായ് തക്കാത്ത, അദ്ദേഹത്തിൻ്റെ സ്റ്റോറി ഞാൻ മുന്നേ വീഡിയോസിലും നമ്മുടെ അലൈൻമെൻറ്റ് മാസ്റ്ററിലും തന്നെ പറയുന്ന കാര്യമാണ്. കാരണം അദ്ദേഹം ചെയ്തൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, വളരെ തന്നെ നമ്മൾ പണം അടുക്കിയും ചിട്ടയിലും വെക്കുകയാണെങ്കിൽ പണം നമ്മളിലേക്ക് വന്നുകൊണ്ടിരിക്കും. അത് ഞാൻ പ്രാക്ടീസ് ചെയ്തിട്ട്, അല്ലെങ്കിൽ ഞാൻ എൻ്റെ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്ത കാര്യമാണ്. അതേപോലെ തന്നെ ഫ്രണ്ട്സിനെല്ലാം തന്നെ ഒരു വിശ്വാസം ഉണ്ടാവും, ഏത് ട്രിപ്പിനോ എവിടെയെങ്കിലും പോകുന്ന സമയത്തും നെറ്റ്വർക്കോ കാര്യങ്ങളോ ഇല്ലെങ്കിൽ പോലും അരവിന്ദൻ്റെ കയ്യിൽ പണം ഉണ്ടാവും എന്നുള്ള വിശ്വാസം വരും. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെ പണം എന്ന് പറയുന്ന കാര്യം നമ്മൾ പോക്കറ്റിലോ അതോടൊപ്പം തന്നെ പോക്കറ്റിലും വാളറ്റിലും വെക്കുകയാണെങ്കിൽ നമുക്കൊരു പോസിറ്റിവിറ്റി വരും, നമുക്കൊരു അബൻഡൻസ്. ഇപ്പം പേഴ്സ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് തുറക്കാൻ തന്നെ ഒരു ഹാപ്പിനെസ് വരില്ലേ? ഇതിലൊന്നും ചിന്തിച്ച് നോക്കൂ.
നിങ്ങൾ പേഴ്സ് തുറക്കുന്ന സമയത്ത് 500-ൻ്റെ കുറേ നോട്ടുകൾ കാണുന്നെങ്കിൽ നിങ്ങൾക്ക് സന്തോഷം വരികയാണെങ്കിൽ യെസ് എന്ന് പറഞ്ഞ് കമൻറ്റ് ചെയ്യാം. ഒരു 10,000 രൂപ അങ്ങനെയെല്ലാം വരികയാണെങ്കിൽ നിങ്ങൾക്ക് സന്തോഷമാവില്ലേ? അല്ലേ? ഓക്കെ, ആ ഒരു ഹാപ്പിനെസ് നിങ്ങൾക്ക് വരും. അന്നേരം നിങ്ങൾ എന്ത് ചെയ്യണം? ഈ പണവും അതേപോലെ തന്നെ പണത്തെ എപ്പോഴും റെസ്പെക്റ്റ് ചെയ്യുന്ന പോലെ തന്നെ മറ്റുള്ളവരുടെ പണമാണെങ്കിൽ പോലും, ഇപ്പം നിങ്ങളെ രക്ഷിതാവിൻ്റെ അല്ലെങ്കിൽ നിങ്ങളുടെ പങ്കാളിയുടെ പണമാണെങ്കിൽ പോലും ഓക്കെ, ഈ വ്യക്തിയുടെ പണമല്ലേ, അതുകൊണ്ട് എന്തെങ്കിലും ആവട്ടെ എന്ന് ചിന്തിക്കാൻ പാടില്ല. അതാണ് ഞാൻ ഓരോ ലെവലിൽ പറഞ്ഞു തരികയാണ്. നിങ്ങൾ പണം എന്ന് പറയുന്ന ഒരു ഡിവൈൻ എനർജിയാണ്. അത് നിങ്ങളുടെ പണമല്ല, ഈ യൂണിവേഴ്സിലെ ഏത് പണമായാലും അതെല്ലാം തന്നെ ഡിവൈനാണ്, ദൈവികമാണ്. ഡിവൈൻ എന്ന് വെച്ചാൽ ദൈവികമാണ്. അതിന് ഒരു നിങ്ങളെ പങ്കാളി മോശമായ രീതിയിൽ പെരുമാറാനെ പറയാം, ചേട്ടാ, അല്ലെങ്കിൽ ഇങ്ങനെ അല്ലെങ്കിൽ മക്കൾ പെരുമാറുകയാണെങ്കിൽ അതിനെ റെസ്പെക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരോട് പറഞ്ഞ് മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ആ ഒരു ഡിവൈനസിനെ റെസ്പെക്റ്റ് ചെയ്യുന്നതും, നിങ്ങളിപ്പോൾ നിങ്ങൾ വ്യക്തികളെ സ്നേഹിക്കുകയാണെങ്കിൽ മറ്റൊരു വ്യക്തിക്ക് വേദന വരുന്ന സമയത്ത് അതിനെ സപ്പോർട്ട് ചെയ്യുക, അല്ലെങ്കിൽ എതിർക്കപ്പെടുന്ന സമയത്ത് അവരെ സപ്പോർട്ട് ചെയ്യുക, കാര്യങ്ങളും ചെയ്യണം. അതും അതേപോലെ തന്നെ പണത്തിൻ്റെ കാര്യത്തിലും മറ്റൊരു വ്യക്തി പണം മോശമായ രീതിയിൽ സ്ഥലങ്ങളിൽ വെക്കുകയാണ്, അങ്ങനെ ചെയ്യാൻ പാടില്ല. അതിനെ റെസ്പെക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശീലിക്കൂ, ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഹലോ പറഞ്ഞോളൂ. സർ, അതുപോലെ ഈ വാലറ്റ് നമ്മൾ ഗ്രീൻ കളറാണ് നല്ലത് എന്ന് കേട്ടിട്ടുണ്ട്. അതിനെന്തെങ്കിലും സത്യമുണ്ടോ? അത് സത്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കളർ തെറാപ്പി എന്ന് പറയും. കളർ തെറാപ്പിയിൽ ഗ്രീൻ കളർ വെൽത്തുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്, റെഡ് റിലേഷൻഷിപ്പായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്, ബ്ലൂ ജോബായിട്ട് റിലേറ്റ് ചെയ്തിട്ട്. അതുപോലെ ഒരു മെറൂൺ ഉണ്ട് സാർ, അതില് വരുന്നുണ്ട്. അതിന്റെ എന്താ? ഇപ്പൊ സാർ പറഞ്ഞ ഇത്രയും കളറും അതിന്റെ കൂടെ ഒരു മെറൂൺ കളർ എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. മെറൂൺ ഞാനത് കേട്ടിട്ടില്ല, അതറിയാം. ഞാൻ വേണേൽ സെർച്ച് ചെയ്തിട്ട് പറഞ്ഞുതരാം, ഞാൻ പഠിക്കട്ടെ. ഇത്രയും ആ മാഡം പറഞ്ഞ പോലെ ഇത്രയും കളർ ഞാനും കേട്ടിട്ടുണ്ട്. അതെ, അത് ഓരോന്നും എല്ലാം കളേഴ്സ് ഞാൻ പറഞ്ഞല്ലോ. കളേഴ്സ് എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ ഏതൊരു ടെക്നിക്കായാലും ഏത് കളറായാലും നമ്മളെ മൈൻഡ് സെറ്റിനെ ചേഞ്ച് ചെയ്യുന്ന കാര്യമാണ്. അതിനൊരു സപ്പോർട്ടും വരും. ഇപ്പം ക്രിസ്റ്റൽസ് ആയാലും എല്ലാം തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ക്രിസ്റ്റൽസ് കയ്യിൽ ഇട്ടതുകൊണ്ട് നിങ്ങൾക്ക് ചേഞ്ച്, അല്ലെങ്കിൽ കയ്യിൽ ചായടോ ഏത് ടെക്നിക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാലും നിങ്ങളെ മൈൻഡിൽ ചേഞ്ച് വരുത്തിയില്ലെങ്കിൽ, ഇപ്പം ഷീല മേഡത്തിൻ്റെ ഒരു ഉദാഹരണം തന്നെ എടുക്കാം. ഷീല മേഡം ഇതിൻ്റെ അകത്ത് ലൈവാണോ? ഓക്കെ, അദ്ദേഹം പറയുകയാണെങ്കിൽ അദ്ദേഹം ആദ്യത്തെ ടൈമെല്ലാം കുറേ നെഗറ്റീവും കാര്യങ്ങളെല്ലാം പറഞ്ഞിരുന്നു. പിന്നെ എന്ത് ചെയ്തു? ഈ ഒരു ചേഞ്ച് അദ്ദേഹത്തിൻ്റെ ആ ഒരു മെഡിറ്റേഷൻ, ഡെയിലി മെഡിറ്റേഷൻ കാര്യങ്ങൾ നമ്മൾ ചെയ്യായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു മൈൻഡ് സെറ്റ് ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അദ്ദേഹത്തിൻ്റെ ചേഞ്ച് വന്നു. ഞാൻ മുന്നേ ലൈവ് ക്ലാസ്സിൽ പറയാറില്ലേ, നമ്മൾ എലൈൻമെൻറ്റ് മാസ്റ്ററിയുടെ പ്രോഗ്രാം മുന്നേ കണ്ടക്ട് ചെയ്തിരുന്നു. അതിൽ കുറച്ച് മെമ്പേഴ്സിന് മാത്രമാണ് വെച്ചത് എന്നൊക്കെ പറഞ്ഞിരുന്നു. അന്നേരം അതിൽ എനിക്ക് ഏറ്റവും കൂടുതലൊരു ടെൻഷനും കാര്യങ്ങളുള്ളൊരു വ്യക്തിയായിരുന്നു ഷീല. അത് ഞാൻ ലൈവിൽ തന്നെ ക്ലാസ് എടുക്കുന്ന സമയത്തും എല്ലാം തന്നെ പറയുന്നത്. കാരണം അദ്ദേഹത്തിൻ്റെ ലൈവിൽ നല്ലൊരു വ്യക്തിയാണ്, നല്ല കഴിവും കാര്യങ്ങളുണ്ട്, പക്ഷെ അദ്ദേഹത്തിന് എവിടെ പോകണമെന്ന് അറിഞ്ഞു കഴിയുന്നു. അങ്ങനെ കറക്റ്റ് ഗൈഡൻസും കാര്യങ്ങളും കൊടുത്തു. അങ്ങനെ അദ്ദേഹത്തിന് ചേഞ്ച് വന്നു. ഈവൻ MLM ബിസിനസ് ചെയ്തിരുന്നു. അതെനിക്ക് എത്ര കൺവീനിയൻ്റ് ആയി തോന്നി അദ്ദേഹത്തിൻ്റെ പറഞ്ഞ സമയത്ത്. പക്ഷേ ഈ ഒരു ഓർണമെൻറ്റ്സ് ബിസിനസ്സിലൂടെ അദ്ദേഹത്തിന് നല്ല രീതിയിലേക്ക് എത്താൻ സാധിക്കും. പിന്നെ അടുത്ത പോയിൻ്റാണ് കാർമിക് ബ്ലോക്ക് എന്ന് പറയുന്നത്. കാർമിക് ബ്ലോക്ക് ഇതിൽ പല ലോ ഓഫ് അട്രാക്ഷൻ ട്രെയിനേഴ്സും അല്ലെങ്കിൽ പലരും പറയാത്തൊരു കാര്യമാണ് കാർമിക് ബ്ലോക്ക് എന്ന് പറയുന്നത്. കാർമിക് KRMIC കാർമികമായിട്ടുള്ള ബ്ലോക്ക്സ് എന്ന് പറയും. നിങ്ങൾ ചിലപ്പം കേട്ടിരിക്കില്ല, പല ട്രെയിനേഴ്സിൻ്റെ ക്ലാസ്സിൽ നിന്ന് തന്നെ ഡിസ്കസ് ചെയ്യാത്തതാണ്. കാരണം ഞാൻ ഇതിനെക്കുറിച്ച് അത്രയും റിസർച്ച് ചെയ്തിട്ടുള്ള പോയിന്റ്സ് ആണ് ഞാൻ ഇത് പറയുന്നത്. എന്താണ് കാർമിക് ബ്ലോക്ക്? ക്ലിയർ ആയില്ല. പോയിന്റ് എഴുതിയെടുക്കുന്നത് നല്ലതാണ്. നിങ്ങൾക്ക് പിന്നെ റെഫർ ചെയ്യാനും, ഇൻ കേസ് നിങ്ങളൊരു ട്രെയിനറോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരാൾ പറയുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതിനൊക്കെ പോയിന്റ് ആയിട്ട്. വാട്ട് ഈസ് കാർമിക് ബ്ലോക്ക്? ഓക്കെ, നമ്മുടെ കർമ്മ, ഈ ആഗാമി കർമ്മം, സഞ്ചിത കർമ്മം എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അതൊക്കെ ഇതിന്റെ ബ്ലോക്കായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണോ? ബ്ലോക്കായിട്ട് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് പറയാൻ പറ്റില്ല. എന്നാൽ കർമ്മ എന്ന് പറയുന്നത്, ഉദാഹരണത്തിന് ചില ആൾക്കാർ കർമ്മത്തെയും കർമ്മഫലത്തെ എല്ലാം തന്നെ തള്ളിക്കളയാറുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് സെമസ്റ്റിക് മതങ്ങളിൽ ഒരു ജന്മമായിട്ടല്ല കരുതുന്നത്, ഒരു ജന്മയിലുള്ളൂ, പിന്നെ അത് കഴിഞ്ഞാൽ സ്വർഗത്തിലേക്ക് പോകാന്നുള്ളതല്ലേ സെമസ്റ്റിക് മതം. ക്രിസ്ത്യാനിറ്റി, ഇസ്ലാം എല്ലാം തന്നെ പറയുന്നത് അല്ലേ? സാബിറ അൺമ്യൂട്ട് ചെയ്തിട്ട് പറഞ്ഞോളൂ. നിങ്ങളിവിടെ ഇരിക്കുന്നത് എൻ്റെ സ്റ്റുഡൻസ് ആയിട്ടില്ല, നമ്മളൊരു ഫ്രണ്ട്സ് ഒരു അങ്ങനെയാണ്. യെസ്, അന്നേരം ശരിയാണ്, ശരിയാണ് സാർ, ശരിയാണ്. അത്
എല്ലാ മതങ്ങളിലും ഓരോരോ വ്യത്യസ്ത ചിന്താഗതിയാണ്. അന്നേരം ഞാൻ നോക്കുന്ന സമയത്ത് എനിക്കിപ്പോൾ സപ്പോസ് എൻ്റെ ആത്മാവ് ഒരു ശരീരം എടുക്കുന്ന സമയത്ത് എനിക്ക് ദൈവം എന്ത് ചെയ്യണം, ഈക്വൽ ഓപ്പർച്യൂണിറ്റീസും എല്ലാമാണ് എല്ലാവർക്കും വേണ്ടത് അല്ലേ. ഞാനിപ്പോൾ ഇന്ന് എനിക്ക് ഫിനാൻഷ്യൽ സെറ്റപ്പ്, അതോടൊപ്പം തന്നെ എൻ്റെ പണത്തിൻ്റെ കാര്യങ്ങളാവട്ടെ, റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിലാവട്ടെ, ഹെൽത്തിൻ്റെ രൂപത്തിൻ്റെ കാര്യത്തിലെല്ലാം ഒരേ ഓപ്പർച്യൂണിറ്റി അല്ലേ ദൈവം തരേണ്ടത് അല്ലേ. എനിക്ക് ഒരു ജന്മമാണ് ഉള്ളത്, സൃഷ്ടാവ് എനിക്കത് തന്നിട്ടുണ്ടെങ്കിൽ അത് എനിക്കും ഈ ലോകത്തുള്ള എല്ലാവർക്കും ഈക്വൽ ഓപ്പർച്യൂണിറ്റീസാണ് തരേണ്ടത്. ദൈവം എന്താ പറയുക, ഒരു എത്തിക്സ് ഉള്ള ഒരു വ്യക്തിയാണ്, കുറച്ച് ധാർമ്മിക അല്ലേ, അങ്ങനെയല്ല തരേണ്ടത് അല്ലേ. എന്നാൽ നമ്മൾ സംഭവിക്കുന്നത് എന്താണ്, സംഭവിക്കുന്നത് എല്ലാവരും വ്യത്യസ്തമായിട്ടുള്ള ചുറ്റുപാടുകളിൽ, വ്യത്യസ്തമായ രാജ്യങ്ങളിൽ, വ്യത്യസ്തമായ പരിസ്ഥിതികളിൽ, എന്തിന് ലോകങ്ങൾ സഹിതം ചില ആൾക്കാർ ജനിക്കാണ്ട്. വൈ? അത് നമുക്ക് വേണമെങ്കിൽ ഒന്ന് കുറേ കാര്യങ്ങൾ പറയാൻ സാധിക്കും. അതിൽ എനിക്ക് കുറച്ചും കൂടി ഇത് കൺവീനിയൻ്റ് ആയത്, അതായത് ഞാൻ പേഴ്സണലി എനിക്ക് തോന്നുന്ന കാര്യങ്ങളാണ് പറയുന്നത്. ചിലപ്പോൾ അത് തെറ്റായിരിക്കാം, ശരിയായിരിക്കാം. കാരണം ഞാൻ ഈ കാര്യങ്ങളെ കുറിച്ച് റിസർച്ച് ചെയ്യുകയും അതേപോലെ തന്നെ പലരുമായിട്ട് ഞാൻ സംസാരിക്കാറുണ്ട്. അന്നേരം ഞാൻ മനസ്സിലാക്കിയ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം തന്നെ ജ്യോതിഷന്മാർ, ജ്യോത്സ്യത്തെ ഞാൻ എതിർക്കുന്നില്ല, അംഗീകരിക്കുകയും ചെയ്തില്ല. ഞാൻ അതിൽ നിന്ന് പഠിക്കിയ കാര്യങ്ങളാണ് ചെയ്യുന്നത്. അന്നേരം അവിടെയുള്ള ജ്യോത്സ്യന്മാരോടെല്ലാം ഞാൻ ചോദിക്കും, എന്തുകൊണ്ട് ഇന്ന നക്ഷത്രത്തിൽ ഒരാൾ ജനിക്കുന്നു, അത് അവർ ജനിക്കുന്ന വെച്ചാൽ ദൈവഹിതമാണെന്ന് പറയും. അന്നേരം ദൈവഹിതം എന്ന് പറയുകയാണെങ്കിൽ എല്ലാവർക്കും ഏറ്റവും നല്ല ബെസ്റ്റായിട്ടുള്ള നക്ഷത്രമാണ് ദൈവം കൊടുക്കേണ്ടത്. മറിച്ച് അവർക്കൊരിക്കലും നല്ല നക്ഷത്രം അല്ലെങ്കിൽ അവർ ആഗ്രഹിക്കുന്ന നക്ഷത്രത്തിലേക്ക് അവർക്ക് എത്താൻ സാധിക്കില്ല. ചിലപ്പോൾ അത് നക്ഷത്രത്തെ തീരുമാനിക്കുക എന്താണെന്ന് ചോദിക്കുന്ന സമയത്ത് നക്ഷത്ര സമയമാണ്, സ്ഥിതിയാണ്, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ പറയും. അങ്ങനെ ചില ആൾക്കാർ സംസാരിക്കുന്ന ചില ഇതേപോലെ ജ്യോത്സ്യന്മാരായിട്ട് അവർക്കൊന്നും അറിയില്ല. അവർ ഈ ജ്യോത്സ്യം മാത്രം നോക്കാൻ അറിയുന്ന വ്യക്തികളാണ്. നമ്മൾ നോക്കേണ്ടത് നമ്മളെ കർമ്മമാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നമ്മുടെ കർമ്മമാണ് നമ്മളെ ദൈവം എന്ന് പറയുന്നത്. നിങ്ങൾ നല്ല കർമ്മങ്ങൾ ചെയ്യുകയാണെങ്കിൽ അതാണ് സത്യത്തിൽ ഞാനൊരു ദൈവവിശ്വാസിയാണെന്നോ എനിക്കറിയില്ല. ഞാനൊരു ശക്തിയില്ല. അതായത് ദൈവം എന്ന് പറയുന്നതും ദൈവികത എന്ന് പറയുന്നതും എന്താണ് ഡിഫറൻസ്? ഇതിൽ 100 മെമ്പേഴ്സ് ഉണ്ട്, 100 മെമ്പേഴ്സിന് മാത്രമാണ് ചാൻസ് ഉള്ളൂ. ദൈവവും ദൈവികതയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? നിങ്ങൾ പള്ളിയിൽ പോകുന്നുണ്ട്, അമ്പലത്തിൽ പോകുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. ദൈവവും ദൈവികതയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? സാറേ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. ഞാൻ സംസ്കൃതം പഠിച്ചു. എനിക്ക് ആദ്യം പറഞ്ഞ പോലെ ഭയങ്കര ഈശ്വര വിശ്വാസം, എത്തിക്ക സൈഡ്, ഈ ഉപവാസമൊക്കെ ഇടുന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ ചിന്തകള് കുറെ ആലോചിച്ചപ്പോ എനിക്ക് മനസ്സിലാവണം എന്താ പറയുക, ദിവിധാതു, അതായത് ദ്യുതി ഉള്ളത് അല്ലെങ്കിൽ പ്രകാശിക്കുന്ന അർത്ഥത്തിലാണല്ലോ ദൈവം എന്നുള്ളൊരു വാക്ക് വരുന്നത്. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ നമ്മുടെ ശരീരത്തിന്റെ ഉള്ളില് ഈ പ്രകാശം ഉണ്ടല്ലോ, ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്നുണ്ട്, അങ്ങനെ ഓരോ കാര്യങ്ങളില്ലേ. അപ്പൊ അത് നമ്മുടെ ഉള്ളിൽ തന്നെയല്ലേ ഈശ്വരനുള്ളത്. അത് പറയുന്നതാണ് ഞാൻ ചോദിച്ചത്. ദൈവവും ദൈവികതയും തമ്മിലുള്ള വ്യത്യാസമാണ്. ദൈവം എന്താണെന്നാണ് ഞാൻ ചോദിച്ചത്. ദൈവം എന്ന് പറയുമ്പോ അൾട്ടിമേറ്റ് എനർജി സോഴ്സ് ആണ്. അപ്പൊ ദൈവികത എന്ന് പറയുമ്പോ നമ്മൾ അതിന്റെ കുഞ്ഞു കുഞ്ഞു പാർട്ടുകളാണ്. അതെ അതെ, ഓക്കെ, നല്ല കാര്യം. വേറെ ആൾക്ക് എന്താണുള്ളത്? നിങ്ങളുടെ അഭിപ്രായം പറയാ. ശക്തി ഉണ്ടെന്ന് അറിയാം സർ. ഓക്കെ, ശക്തി ഉണ്ടെന്ന് അറിയാം, അല്ലാതെ എന്താന്ന് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അറിയില്ലല്ലോ. എന്തോ ഒരു ശക്തി ഉണ്ട്. ഞാൻ ചോദിച്ച ചോദ്യം ദൈവവും ദൈവികതയും തമ്മിലുള്ള വ്യത്യാസം, ദൈവം ദൈവികതയും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നാണ് ചോദിച്ചത്. അതെനിക്ക് പറയാൻ അറിയില്ല. ഇല്ല, സാറെന്ന് പറഞ്ഞത് ഞാൻ എന്റെ ചിന്താഗതിയാണ് ഇതില്. എനിക്ക് തോന്നുന്നത് പറയട്ടെ, പറഞ്ഞോളൂ. എനിക്ക് എന്റെ അനുഭവത്തില് ദൈവം എന്ന് പറയുന്നത് നല്ല മനുഷ്യരെയായിട്ട് എനിക്ക് തോന്നിയെടുക്കുന്നത്. ശരി ശരി. നമുക്ക് അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്ന സമയത്ത് നമ്മളെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുക, അല്ലെങ്കിൽ നമ്മളെ ഒരു മരണത്തിന്റെ ഒരു കയ്യിൽ നിന്ന് രക്ഷിക്കുക, അങ്ങനെ ചിലപ്പോ ഒരു വാക്കായിട്ടായിരിക്കും, ചിലപ്പോ ഒരു വ്യക്തിയായിട്ടായിരിക്കും. അതൊക്കെയാണ് ഒരു ദൈവത്തിന്റെ സങ്കല്പം എന്ന് എനിക്ക് തോന്നുന്നത്. കല്ലില് അതൊക്കെ ഉണ്ട്, പക്ഷെ എന്നാലും ഈ ഒരു കാലഘട്ടത്തിൽ അല്ലെങ്കിൽ മനുഷ്യന്റെ ഈ യുഗത്തിലെ ദൈവം എന്തായാലും നേരിട്ട് ഇറങ്ങി വരുന്നില്ല. അപ്പൊ ഇതായിരിക്കും ദൈവം എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഒരു നല്ല വ്യക്തി, ഒരു നല്ല മനസ്സിന്റെ ഉടമ. ഓക്കെ, ഞാൻ ചോദിച്ച ചോദ്യം ആർക്കും ക്ലിയർ ആയില്ലാന്ന് തോന്നുന്നു. ഞാൻ ചോദിച്ച ദൈവം എന്താണെന്നല്ല, ദൈവം ദൈവികതയും തമ്മിലുള്ള വ്യത്യാസമാണ് ചോദിച്ചത്. ഞാനൊന്ന് പറയട്ടെ. ദൈവം പറഞ്ഞ നമ്മളിപ്പോ ഈ അമ്പലത്തിലൊക്കെ പോണത് ഒരു പ്രതിഷ്ഠ, അതിനെ നമ്മള് ദൈവമായിട്ട് അംഗീകരിക്കാന്ന്, അതാണോ ഉദ്ദേശിക്കുന്നത്? അല്ല, നിങ്ങളെ അഭിപ്രായം പറഞ്ഞാൽ മതി. അതാണോ ശരി, തെറ്റാണല്ല. കാരണം എല്ലാവരും ശരികളാണ്. ഞാനൊരു കാര്യം സാറിനോട് ചോദിക്കുകയാണ്. ഒരു കുടുംബത്തില് അമ്മയും അച്ഛനും ഒക്കെ ആയിട്ട് നല്ലൊരു മിഡിൽ ക്ലാസ് ഫാമിലിയാന്ന് വിചാരിക്കാം. അവിടെ 3 മക്കളുണ്ട്, അല്ലെങ്കിൽ 4 മക്കളുണ്ട്, 5 മക്കളുണ്ട്. എന്നാൽ ഇവര് വ്യത്യസ്തമായിരിക്കും. ഓക്കെ, അതെല്ലാം ഞാൻ പറഞ്ഞുതരാം. സാറിന് പറഞ്ഞുതരാൻ പറ്റുമോ? അത് സിമ്പിളാണ്, അത് പറഞ്ഞുതരാൻ പറ്റും.
അതായത് അതെല്ലാം ഒരേപോലെയാണ് ദൈവികത എന്ന് വളർന്നത്, പക്ഷെ പറഞ്ഞാല് അതിന്റെ വ്യത്യസ്തം അതാണ് അത് അതാണ് എന്തായിരിക്കും ഓരോരുത്തർ എന്നുള്ളതാണ്. കർമ്മവാസനകളാണ്. മറ്റുള്ളവരെ നമ്മളെ പോലെ അംഗീകരിക്കാനുള്ള കഴിവ്, ആ അതെല്ലാമാണ് ദൈവികത. എന്താണ് ക്ലിയർ ആയില്ല, സോറി. ദയ, കാരുണ്യം, ആ ദയ, കാരുണ്യം, മറ്റുള്ളവരെ നമ്മളെ പോലെ അംഗീകരിക്കാനുള്ള കഴിവ്, ഇതെല്ലാമാണ് ദൈവികത. ദൈവികത നമ്മുടെ കയ്യിൽ തന്നെയാണ്. അതെ അതെ, നല്ല കുറച്ചെങ്കിലും ഒന്ന് അടുത്ത് വന്നിട്ടുണ്ട് ഉത്തരം. അന്നേരം ഞാനൊരു കാര്യം പറയട്ടെ സർ. പറഞ്ഞു. ദൈവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രപഞ്ചത്തിന്റെ സോഴ്സ് ഓഫ് എനർജിയാണ്, ശക്തി. അത് ഏത് രൂപത്തിൽ വേണമെങ്കിലും നമുക്ക് ആരാധിക്കാം, ഏത് രൂപത്തിൽ വേണമെങ്കിലും ദൈവത്തിനെ നമുക്ക് കാണാം, എങ്ങനെ വേണമെങ്കിലും കാണാം. പക്ഷെ ദൈവികത എന്ന് പറയുന്നത് ആ സോഴ്സ് ഓഫ് എനർജി നമ്മുടെ ഉള്ളിലേക്ക് വരുമ്പോൾ നമ്മളുടെ ക്യാരക്ടർ ചേഞ്ച്, നമ്മളുടെ പ്രവൃത്തികൾ, നമ്മളുടെ ഡീഡ്സ്, നമ്മുടെ ഡീലിങ്സ്, അതൊക്കെ ഡിവൈൻ ആവുമ്പോഴാണ് ദൈവികത വരുന്നത്. അതെ, ഏകദേശം സിമിലർ കാര്യം തന്നെയാണ്. ദൈവം എന്ന് പറയുന്നത് ഇപ്പം പലരും പറയാറുണ്ട്, ഇപ്പം പല മതപുരോഹിതരുടെ വീഡിയോസും കാര്യങ്ങളും കാണുന്ന സമയത്ത് ദൈവം അവൻ എന്നാണ് പറയാ. ദൈവം എന്ന് പറയുന്നത് ഒരു വ്യക്തിഗതമായിട്ടാണ് നമ്മൾ ഇതാക്കുക. ഇപ്പം അത് ദൈവം എന്ന് പറയുന്ന സമയത്ത് ഏത് ദൈവമാണ്, അന്നേരം ഒരു വ്യക്തിഗതമായിട്ട് മാറും. ദൈവികത എന്ന് പറയുന്നത് സ്റ്റേറ്റ് ആണ്, ഒരു മാനസിക തലമാണ് ദൈവികമായിട്ടുള്ള. അതായത് നമുക്ക് ദൈവമാകുക എന്നുള്ള ഉപരിയായിട്ട് ദൈവികതയിലേക്ക് നമുക്ക് എല്ലാവർക്കും സഞ്ചരിക്കാൻ സാധിക്കുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. വിശക്കുന്നവന് അന്നം കൊടുക്കുമ്പോൾ അവിടെ ദൈവികത പ്രവർത്തിക്കും. ദൈവികത പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. അത് വിശക്കുന്നവനാവട്ടെ, അറിവാവട്ടെ, എന്തോ ആ ദൈവികതയിലേക്ക് നമ്മൾ എത്തുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യുന്നത്. അതായത് നിങ്ങൾ ദൈവത്തിൽ നിന്ന് ഒരു വ്യത്യസ്തനായ വ്യക്തിയല്ല, നിങ്ങൾ ഇറ്റ്സെൽഫ് ദൈവമാണ്. കാരണം അതൊരു നമ്മൾ കാണാറില്ല, ഇപ്പം കൃഷ്ണയാൻ, ക്രിസ്തു ആയാലും അല്ലാഹു ആയാലും എല്ലാം തന്നെ അതിലേക്ക് എത്തിപ്പെട്ട വ്യക്തികളാണ്, അല്ലെങ്കിൽ എത്തിപ്പെട്ട സോൾസ് ആണ്. അതേപോലെ നമ്മളും ഒരിക്കലും തന്നെ ദൈവികതയിൽ നിന്ന് അകന്ന വ്യക്തിയല്ല, നമ്മൾ ഉള്ളിൽ എങ്ങനെയാണ്. ഓക്കെ, അതിൽ ഞാൻ ജസ്റ്റ് പറഞ്ഞു തന്നല്ലോ. കാരണം ഞാൻ പറയാനുള്ള റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുള്ള ആ ഒരു എനർജി ഉണ്ട്, ആ ഒരു ഡിവൈൻനെസ് ഉണ്ട്. ആ ഒരു ഡിവൈൻനെസ് നിങ്ങൾ പുറമെ അന്വേഷിക്കുകയൊന്നും വേണ്ട. അതിന് പല ഇതേപോലെ സ്റ്റോറീസ് ഉണ്ട്. ദൈവികതയെ നമ്മൾ ഉള്ളിലേക്ക് ഒളിപ്പിച്ച് വെച്ച്, ഇങ്ങനെ ദേവന്മാരെല്ലാം തന്നെ ഉള്ളിലേക്ക് ഒളിപ്പിച്ച് വെച്ച് എന്നുള്ള സ്റ്റോറി ഉണ്ട്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഞാനിവിടെ പറഞ്ഞു തരുന്നത് വെച്ചാൽ ആ ഒരു ഡിവൈൻനെസ് നമ്മളിൽ ഉണ്ടെങ്കിൽ നമുക്ക് എന്തും തന്നെ മാനിഫെസ്റ്റ് ചെയ്യാൻ സാധിക്കും. ആ ഒരു ഡിവൈൻനെസ് ഇപ്പം നിങ്ങൾ അമ്പലങ്ങളിൽ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ മതി. ഇതിൽ അനൂക്ക് എൻ്റെ കൂടെ ഞാൻ ചോദ്യം, നിങ്ങൾ കുറേ അമ്പലങ്ങളിൽ പോകുന്നു, ജസ്റ്റ് നോക്കിയാൽ മതി. നിങ്ങൾ ഭയങ്കര റിലീജിയസ് ആയിട്ടുള്ള വിശ്വാസിയാണെന്ന് ശ്രദ്ധിക്കുക. നിങ്ങൾ ഈ റിലീജിയസ് ആയിട്ടുള്ള കുറേ ഭയങ്കരമായിട്ട് റിലീജിയസ് ആയിട്ടുള്ള ആൾക്കാരുടെ ലൈഫ് നോക്കിക്കഴിഞ്ഞാൽ ഹാപ്പിനെസ് ആണോ വേദനയാണോ ഉള്ളത്? അമ്പലങ്ങളിൽ പോവുക വേദനയായിരിക്കും സാർ, കൂടുതലും വേദനയായിരിക്കും. അതാണ് ഞാൻ കണ്ടിട്ടുള്ളൂ. ഞാൻ ഇല്ലത്തിന്റെ അടുത്താണ് താമസിക്കുന്നത്, അതുകൊണ്ട് എനിക്ക് അറിയാം. ഒരുപാട് അവർക്കെന്ന് പറയുമ്പോൾ തിരുമേനിയുടെ ഒരു മകള് മരിക്കുക പോലും ചെയ്തിട്ട് അത് വിചാരിക്കാതെ, അപ്പൊ അത്രയും അവര് പറയുന്നത് നമുക്ക് എല്ലാ കാര്യങ്ങളും അറിയാം. നമുക്ക് അവര് പറഞ്ഞിട്ട് ഒരു കുടുംബം പോലെ നമ്മൾ അങ്ങനെ കഴിയുന്നായിരുന്നു. അപ്പൊ എല്ലാ കാര്യങ്ങളും പറഞ്ഞു വെച്ച് നമ്മളെക്കാളും ഒരുപാട് ടെൻഷനും കാര്യങ്ങളും വിഷമവും വേദനകളും അവർക്കുണ്ട്. അതെ അതെ, അതുകൊണ്ടാണ് ഞാൻ ഒരുപാട് സ്ട്രഗിളിൽ കൂടെ ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുകയാണ്. സാധാരണ ഒരു നോർമലി ഈശ്വര വിശ്വാസം അല്ല, മീൻസ് ഈശ്വരനെയൊക്കെ നിരാച്ച് കള്ളു പിടിച്ചിട്ട് എണ്ടി അടിച്ച് നടക്കുന്ന ആൾക്കാരില്ലേ, മറ്റുള്ളവർ ചതിച്ചൂതായിട്ട് നടക്കുന്ന ആൾക്കാര്, ഞാൻ അവരെ കമ്പയർ ചെയ്യില്ല. അവര് പോലും അവർക്കൊരു പ്രശ്നമില്ലാതെ ജീവിക്കുക. നമ്മളിവിടെ കുറെ ഈശ്വരീയമായ കാര്യങ്ങളും ദാനധർമ്മങ്ങളായാലും അത്യാവശ്യമുണ്ട്. ഈ സത്യം ധർമ്മം ദായും അതുകൂടെ മാത്രം ഇങ്ങോട്ട് പോയിട്ട് എല്ലാവരും നമ്മളെ എന്താ പറയാ അതാണ് ഞാൻ പറഞ്ഞത്. യഥാർത്ഥ ദൈവികതയെ എല്ലാം ഒന്നും തന്നെ മനസ്സിലാക്കാൻ പലരും പറ്റുന്നില്ല. ഇപ്പം ചിലർ പറയും ആത്മീയത എന്ന് പറയുന്നത് എന്താണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ആത്മീയത എന്ന് പറയുന്നത് ഒന്നുമല്ല, ലൈഫിന് ഏറ്റവും ഫുള്ളസ്റ്റ് പോസിബിലിറ്റിയിൽ ഹാപ്പി ആയിട്ട് ജീവിക്കുന്നതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം സ്പിരിച്വാലിസം എന്ന് പറയുന്നത്. അല്ലാതെ വേറെ ഒന്നുമല്ല കുറേ യോഗിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഹിമാലയത്തിൽ പോവുക, കുറേ മണിക്കൂർ കണക്കിന് മെഡിറ്റേഷൻ ചെയ്യുക എന്നല്ല. ലൈഫിന് ഏറ്റവും ഫുള്ളസ്റ്റ് പോസിബിലിറ്റിയിൽ വാട്ടവർ നമുക്ക് സന്തോഷം നൽകുന്ന കാര്യങ്ങൾ നമ്മൾ ജീവിതത്തിൽ ഹാപ്പി നിൽക്കുന്നതാണ് യഥാർത്ഥ സ്പിരിച്വാലിസം എന്ന് പറയുന്നത്. അല്ലാതെ എല്ലാം വിട്ടുകളയുക, എല്ലാം വിട്ടുപോകുക എന്നുള്ളത് എൻ്റെ ഒരു സ്പിരിച്വാലിസം ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. ഞാൻ ഇനി നമ്മളെ ടോപ്പിക്കിലേക്ക് വരാം. ജസ്റ്റ് ഒന്ന് ഇതുമായിട്ട് കണക്ട് ചെയ്ത കാര്യമാണ്. പിന്നെ അടുത്ത കാര്യമാണ് ഇപ്പം ഞാൻ ഇപ്പോൾ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പണം എന്ന് പറയുന്ന കാര്യം നിങ്ങൾ എന്താണ് ശ്രമിക്കുന്നത്? അമ്പലങ്ങളിൽ പോയിട്ട് പ്രാർത്ഥിക്കുക, പള്ളിയിൽ പോയിട്ട് പ്രാർത്ഥിക്കുക, ഇതെല്ലാം ചെയ്ത് വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും പണം ഉണ്ടാക്കാൻ പോകുന്നില്ല. ശ്രദ്ധിക്കുക, പണം എന്ന് പറയുന്നത് നമുക്ക് വേണമെങ്കിൽ പ്രൊഡക്റ്റ് ഓഫ് സർവീസ്, രണ്ട് രീതിയിലൂടെയാണ് നിങ്ങളിലേക്ക് പണം വരികയുള്ളൂ. എല്ലാം നോട്ട് ചെയ്ത് വെച്ചോളൂ. പ്രൊഡക്റ്റ് ഓഫ് സർവീസ്, നിങ്ങളൊരു പ്രൊഡക്റ്റോ സർവീസോ, ഇപ്പം നിധി മേഡം നമ്മുടെ എലൈൻമെൻറ്റ് മാസ്റ്ററിയിൽ പങ്കെടുത്ത വ്യക്തിയാണ്. അദ്ദേഹം കോഴി വളർത്തൽ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്.
അത് ഒന്നുമില്ലായിരുന്നു. ഞാൻ പറഞ്ഞു എന്തെങ്കിലും ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം, അല്ലാതെ ക്ലാസ്സിൽ വന്നിട്ട് എനിക്കൊരു മിറാക്കിൾസോ കാര്യങ്ങളോ ഒന്നും തന്നെ ചെയ്യാൻ സാധിക്കില്ല എന്ന് പറഞ്ഞു. അത് അദ്ദേഹം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അത് ഏകദേശം 10 സംതിങ് കോഴിയുണ്ട്, അത് വളർന്നുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ കാട കൃഷിയെല്ലാം ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെ അതാണ് ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പലരും ലോ ഓഫ് അട്രാക്ഷൻ ഇങ്ങനെ ടെക്നിക്സോ കാര്യങ്ങളോ മാത്രം നോക്കിയിട്ട് അപ്ലൈ ചെയ്യണം. അതല്ല, നിങ്ങളെ കയ്യിലൊരു പ്രൊഡക്റ്റോ സർവീസ് വേണം. ഇപ്പം തന്നെ ഞാൻ തന്നെ എൻ്റെ വീഡിയോയിൽ പണത്തെക്കുറിച്ചുള്ള വീഡിയോസ് നിങ്ങൾ നോക്കുകയാണ്, അതേ ടെക്നിക്സ് പറയാൻ ഞാൻ പറയും. ഈ ഒരു ടെക്നിക്ക് മാത്രം ഉപയോഗിച്ച് പണം ഉണ്ടാക്കുകയാണെങ്കിൽ ഞാൻ എന്തിനാണ് വീഡിയോസ് ചെയ്യുന്നത്, ഞാൻ എന്തിനാണ് കോഴ്സുകൾ കണ്ടക്ട് ചെയ്യുന്നത്? ഈവൻ ലോ ഓഫ് അട്രാക്ഷൻ ട്രെയിനേഴ്സ് ഉണ്ടെങ്കിൽ അവരോട് ചോദിച്ചാൽ മതി, സാറേ നിങ്ങൾ എങ്ങനെയാണ് പണം ഉണ്ടാക്കുന്നത്? അന്നേരം അവർ ടെക്നിക്സ് സത്യസന്ധമായിട്ടുള്ള ആൾക്കാരാണെങ്കിൽ പറയണം കോഴ്സുകൾ കണ്ടക്ട് ചെയ്തിട്ടാണ്. ഞാൻ പറയും എൻ്റെ കോഴ്സുകൾ കണ്ടക്ട് ചെയ്തിട്ടാണ്, അതാണ് എൻ്റെ മാനിഫെസ്റ്റേഷൻ. അല്ലെങ്കിൽ എൻ്റെ എന്താണ് സാറാണെങ്കിൽ പറയാൻ വരുമായിരുന്നു, അപ്പോൾ സാറ് പറഞ്ഞു. ഓക്കെ, അതാണ് അത് ട്രൂ ആയിട്ട് പറയുന്നതാണ്. ഇപ്പം കുറേ ടെക്നിക്സും കാര്യങ്ങളും ഒന്നുമല്ല, ടെക്നിക്സ് എല്ലാം ഉപയോഗിക്കുന്നുണ്ട്. വിഷ്വലൈസേഷൻ, അഫർമേഷൻസ് എല്ലാം ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പം ഞാൻ പറയുന്ന അഫർമേഷൻസ് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു, എനിക്ക് അനുകൂലമായ വ്യക്തികൾ, സാഹചര്യ സമ്പത്ത് ഓരോ നിമിഷം എന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന നന്ദി. ഈ അഫർമേഷൻസ് പറയുന്നത് ഇപ്പം തന്നെ എൻ്റെ ഇങ്ങനെ ബിസിനസ്സിൻ്റെ ഒരു പാർട്ണറേയും കൂടി കിട്ടി, നല്ല ഒരു ബിസിനസ് പാർട്ണറേയും കൂടി കിട്ടി. നിഷാമലി എന്നാണ് പേര്, നല്ലൊരു ഫ്രണ്ടാണ്. അങ്ങനെ അദ്ദേഹം ഇൻവെസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്, അടുത്ത ഒരു സ്റ്റേജിലേക്ക് പോവാണ്. അന്നേരം ഇതേപോലുള്ള സ്വിച്ച് ബോർഡ്സും കാര്യങ്ങളെല്ലാം തന്നെ നമ്മളെ മൈൻഡ് സെറ്റിനെ ചേഞ്ച് ചെയ്യുന്ന കാര്യമാണ്. അല്ലാതെ ഒരു ട്രെയിനിങ്, ഒരു സ്വിച്ച് ബോർഡോ കാര്യങ്ങളോ കൊണ്ടല്ല. നമ്മളെ പ്രൊഡക്റ്റോ സർവീസോ, അതുകൊണ്ട് നിങ്ങൾ ലേഡീസ് ആണെങ്കിൽ പുരുഷന്മാരാകട്ടെ, നിങ്ങൾക്കൊരു നല്ലൊരു പ്രൊഡക്റ്റോ സർവീസോ നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ മാത്രമാണ്. ഇപ്പം ഞാൻ എന്താണ് ചെയ്യുന്നത്, കോഴ്സുകൾ അതൊരു സർവീസാണ്. ഇപ്പം പ്രൊഡക്റ്റ് ക്രിസ്റ്റൽസ് മറ്റു കാര്യങ്ങളാണെങ്കിൽ അതൊരു പ്രൊഡക്റ്റായിട്ട് മാറി. അങ്ങനെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റോ സർവീസോ ഇല്ലാതെ നിങ്ങൾക്ക് ഒരിക്കലും പണത്തെ വലിയ രീതിയിൽ മാനിഫെസ്റ്റ് ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് ഇപ്പം ചില ആൾക്കാർ പറയാണ്ട്, സാറേ ലോട്ടറി മാനിഫെസ്റ്റേഷൻ ക്ലാസ് കണ്ടക്ട് ചെയ്യാം. എന്നാൽ ലോട്ടറി മാനിഫെസ്റ്റേഷൻ ക്ലാസ് ഞാൻ കണ്ടക്ട് ചെയ്യാത്ത റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോട്ടറി ഒരു ഭാഗ്യ പരീക്ഷയാണ്. എന്നാൽ നിങ്ങളുടെ ബിസിനസ് ആയാലും നിങ്ങൾ കൊടുക്കുന്ന സർവീസ് ആയാലും അത് എപ്പോഴും നിങ്ങൾക്ക് അതിനെ കൃത്യമായിട്ട് വാല്യുവേറ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ഇപ്പം ഷീല മാഡം നിങ്ങളെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് എനിക്ക് ലിങ്ക് അയച്ചു എന്നുള്ളൂ, ഞാൻ സ്റ്റാറ്റസ് ആക്കി വെക്കാം. ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിന്റെ ലിങ്ക് എനിക്ക് അതാണ് എന്നെ കഴിയുന്ന രീതിയിലല്ല സപ്പോർട്ട്. താങ്ക്സ് പറയട്ടെ. സാറ് പറഞ്ഞ മാഡത്തിനോട് ചോദിച്ചില്ല, അതിനോട് താങ്ക്സ് പറയാണ് ഞാൻ. ഇങ്ങനെ ആരും ചെയ്യില്ല സാർ, ഒരുപാട് ഞാൻ നോക്കുന്നത് ഒരുപാട് അതെ അതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ വിശ്വസിക്കുന്നു സാറിനെ എനിക്ക് പരിചയപ്പെടുത്തി തന്ന കിരൺ എന്ന് പറഞ്ഞ സാറിന്റെ ഒരു സ്റ്റുഡന്റാ. ഞാൻ ചിന്തിക്കുന്നത് ശീലമാണ്. എനിക്ക് ഭയങ്കര സന്തോഷമായി. അന്നേരം 11 മാസ്റ്ററിയിൽ പങ്കെടുത്ത് പിന്നെ നോക്കുന്നേരം പുള്ളിക്കാരി ഒരു 25 ദിവസത്തെ ക്ലാസ് 30 ദിവസമാണ് പറഞ്ഞത്, ഏകദേശം 36 ദിവസം ക്ലാസ് ആയി. പിന്നെ നോക്കുന്നേരം കാണില്ല. ഞാൻ അങ്ങനെ പേഴ്സണലി കോൺടാക്ട് ചെയ്യാൻ വേണ്ടി, കാരണം തിരക്കിലായിട്ട് അല്ലേ ഞാൻ കോൺടാക്ട് ചെയ്യുന്നു. അന്നേരം ഇപ്പം ലൈവിൽ വന്ന സമയത്ത് ബിസിനസ് തുടങ്ങിയെന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷമുണ്ട്. കാരണം നമ്മൾ പറയുന്ന കാര്യങ്ങളൊന്നും ഫോളോ ചെയ്ത് എന്നെ സംബന്ധിച്ച റിസൾട്ടാണ്. അതുകൊണ്ടാണ് പല ട്രെയിനേഴ്സും കാര്യങ്ങളുണ്ട്, അവർ കുറേ വ്യൂസും കാര്യങ്ങളുണ്ടെങ്കിലും എനിക്ക് വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളുടെ റിസൾട്ടാണ്. റിസൾട്ടിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഞാൻ നോക്കുന്നത്. അല്ലാതെ കുറേ ക്ലാസ്സുകൾ എടുക്കുക, കുറേ കാര്യങ്ങൾ പറഞ്ഞില്ല, അതൊന്നും എനിക്ക് താല്പര്യമില്ല. നിങ്ങൾ എന്തെങ്കിലും ചെയ്യണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്കൊരു പ്രൊഡക്റ്റോ സർവീസോ നിങ്ങൾക്ക് വേണം. കാർമിക് ബ്ലോക്ക് ചോദിച്ചോളൂ. പ്രൊഡക്റ്റ് വിറ്റ് പോകണമെങ്കിൽ ഒന്ന് നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ കൃത്യമായിട്ട് ആക്റ്റീവ് ആയിരിക്കണം. നിങ്ങൾ സോഷ്യൽ മീഡിയ ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഷീല മേഡത്തിൻ്റെ കാര്യം തന്നെ എടുക്കാം. ഷീല മേഡത്തിൻ്റെ ഓർണമെൻറ്റ്സ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത് ഞാൻ കുറേ ചോദ്യങ്ങൾ വെച്ചു. ഓർണമെൻറ്റ്സ്, ഏത് ഓർണമെൻറ്റ്സ്, എവിടെ നിന്നാണ് മാർക്കറ്റ് ചെയ്യാൻ പോകുന്നത്, എവിടെയാണ് സെയിൽസ് ചെയ്യാൻ പോകുന്നത്, എങ്ങനെയാണ് നിങ്ങൾ ഫോട്ടോസ് എടുക്കാൻ പോകുന്നത്, അങ്ങനെ കുറേ ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് എത്തിക്കാൻ സാധിക്കും. അതായത് നിങ്ങൾ വേണ്ടതെന്ന് വെച്ചാൽ സോഷ്യൽ മീഡിയയിൽ പ്രസൻസ് കൊണ്ടുവരിക എന്നുള്ളതാണ് ആദ്യം തന്നെ കൊണ്ടുവരേണ്ടത്. ഓക്കെ, അത് ഞാനിപ്പോൾ ടെക്നിക്സോ കാര്യങ്ങളോ പറഞ്ഞു തരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതെല്ലാം നിങ്ങൾ സപ്പോർട്ട് ചെയ്യും. ഇപ്പോൾ ഷീല മാഡം വിഷ്വലൈസേഷൻ, മെഡിറ്റേഷൻ കാര്യങ്ങളെല്ലാം തന്നെ ചെയ്യുന്നുണ്ട്. പക്ഷേ അദ്ദേഹം സോഷ്യൽ മീഡിയ ഇപ്പോൾ അദ്ദേഹത്തിനോട് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഒരു ബിസിനസ് പാർട്ണറായിട്ട് കരുതേണ്ടത് നിങ്ങളുടെ വയസ്സുള്ള ആളെയല്ല, ഒരു 18 or 25 വയസ്സിൻ്റെ ഒരു പെൺകുട്ടിയാണ് നിങ്ങൾ കരുതേണ്ടത്, നിങ്ങളെ ബിസിനസ് പാർട്ണറാക്കി വെക്കേണ്ടത്, അല്ലെങ്കിൽ അസോസിയേറ്റ് ആയിട്ട് വെക്കേണ്ടതെന്ന് പറഞ്ഞു. അങ്ങനെയാണ് അദ്ദേഹം ചെയ്തത്. ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ കാർമിക് ആയിട്ടുള്ള റീസണാണ്. കാർമിക് റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മുന്നേ പറഞ്ഞ ടോപ്പിക്കിലേക്ക് വരാം. അതായത് എല്ലാവരും ഒരേ ഓപ്പർച്യൂണിറ്റീസ് അല്ല ജനിക്കുന്നത്. അതിൻ്റെ റീസൺ എന്ന് വെച്ചാൽ നമ്മളെ കർമ്മ അതാണ്. നമ്മൾ ജന്മജന്മാന്തരങ്ങളായിട്ട് കർമ്മങ്ങൾ അനുഷ്ഠിച്ച് വരുന്നുണ്ട്. ഇപ്പം ചരക സംഹിതയിലാണെന്ന് തോന്നുന്നു, മുൻജന്മ കൃതം പാവം വ്യാധി രൂപേണ ജായതേ, മുൻജന്മത്തിൽ ചെയ്ത പാപ
പുണ്യങ്ങളാണ് നമ്മൾ ഈ ജന്മത്തിൽ രോഗദുരിതങ്ങളായിട്ട് മാറുന്നത്. അതായത് നമ്മൾ എപ്പോഴും ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു കാർമികമായിട്ട് ഇപ്പം നിങ്ങൾക്ക് പ്രശ്നങ്ങളോ കാര്യങ്ങളുണ്ടെങ്കിൽ മനസ്സിലാക്കുക, അത് ചിലപ്പോൾ കാർമിക് ബ്ലോക്ക് ആയിരിക്കാം. ഇപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒരു കുട്ടി ജനിക്കുന്നത് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു ഫാമിലിയിലാണെങ്കിൽ അവൻ്റെ മനസ്സിൽ എപ്പോഴും തന്നെ പണത്തെക്കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ എപ്പോഴും ബ്ലോക്ക് ആയിരിക്കും. സൈക്കോളജി ഓഫ് മണി എന്ന് പറഞ്ഞ പുസ്തകത്തിൽ പറയുന്നുണ്ട് അതിനെക്കുറിച്ച് വ്യക്തമായിട്ട്, അതൊന്ന് വായിക്കുക. സൈക്കോളജി ഓഫ് മണി ഇംഗ്ലീഷിൽ അവൈലബിൾ ആണ്, മലയാളത്തിൽ അവൈലബിൾ ആണ്. ഇപ്പം അന്ന് ആ സമയത്ത് ജനിക്കുന്ന സമയത്ത് യുദ്ധങ്ങളും കാര്യങ്ങളും ഉണ്ടാകുന്ന സമയത്താണ് ആ കുട്ടി ജനിക്കുന്നതെങ്കിൽ അവന് മണി ബ്ലോക്ക് അല്ലെങ്കിൽ മണി മൈൻഡ് സെറ്റ് വരികയെന്ന് വെച്ചാൽ പേര് ഒരു വട്ടം കൂടി പറയോ? സൈക്കോളജി ഓഫ് മണി, പണത്തിന്റെ മനഃശാസ്ത്രം. മലയാളത്തിൽ അവൈലബിൾ ആണ്, ഇംഗ്ലീഷിൽ അവൈലബിൾ ആണ്, ആമസോണിലും ഫ്ലിപ്കാർട്ടിലും അവൈലബിൾ ആണ്. ഇൻ കേസ് അറിഞ്ഞില്ലെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ മതി, ഞാൻ അത് സെല് ചെയ്യുന്ന വ്യക്തിയുടെ കോൺടാക്ട് ഉണ്ട്. സൈക്കോളജി ഓഫ് മണി, അതെ, സൈക്കോളജി ഓഫ് മണി. അത് വായിക്കാൻ കുറേ അറിവ് കിട്ടും. നല്ലൊരു പുസ്തകമാണ് സൈക്കോളജി ഓഫ് മണി. ഇംഗ്ലീഷിൽ വായിക്കുകയാണെങ്കിൽ മലയാളത്തിൽ അവൈലബിൾ ആണ്, ഇംഗ്ലീഷാണ് കുറച്ചും കൂടി നല്ലത്. മലയാളത്തിലുണ്ടാവില്ലേ? മലയാളത്തിലുണ്ട്. ഓക്കെ, അന്നേരം ഈ കാർമിക് ബ്ലോക്കിനെ മാറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എനിക്ക് പേര് ഓർമ്മയില്ല, ജസ്റ്റ് സൈക്കോളജി ഓഫ് മണി എന്ന് നിങ്ങളൊന്ന് ഗൂഗിൾ ചെയ്താൽ മതി, അന്നേരം നിങ്ങൾക്ക് കിട്ടും. അല്ലെങ്കിൽ ആമസോണിൽ നോക്കിയാൽ മതി. ശരി, ഓക്കെ. അന്നേരം ഞാനിവിടെ പറഞ്ഞ കാർമിക് ബ്ലോക്ക് മാറ്റാനാണ് ദാനധർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നത്. ദാനം ആപത്തുകളെ തടയുന്ന ഖുറാനിൽ പറഞ്ഞിട്ടുണ്ട്. ഖുറാനിലും അന്നദാനാണ് മഹാദാനം. അന്നേരം നമ്മൾ ഈ ദാനവും കാര്യങ്ങളെല്ലാം തന്നെ ചെയ്യുക എന്നുള്ളതാണ് അടുത്തതായിട്ട്. അതായത് ദാനധർമ്മങ്ങൾ ഇസ്ലാമിലെ ഞാൻ ഒരു വീഡിയോ ചെയ്തിരുന്നു, ഇസ്ലാമിലെ ധന ആകർഷണ യന്ത്രം എന്ന് പറഞ്ഞിട്ടുള്ളത്. സത്യത്തിൽ അത് ദാനാണ്. ഞാൻ ഏറ്റവും കൂടുതൽ റെസ്പെക്ട് ചെയ്യുന്ന ഇസ്ലാമിനെ റെസ്പെക്ട് ചെയ്യുന്നത് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതായിട്ടുള്ള ഏറ്റവും ദാനധർമ്മങ്ങളും കാര്യങ്ങളെല്ലാം ചെയ്യുന്ന വ്യക്തികൾ മറ്റു മതങ്ങളിൽ ചെയ്യുന്നില്ല എന്നല്ല, മറിച്ച് ഒരു റിച്വലായിട്ട് ഒരു സ്പിരിച്വൽ പ്രാക്ടീസ് ആയിട്ട് അവർ ചെയ്യുന്നത് സക്കാത്തും ഇതേപോലെ തന്നെ സക്കാത്ത് പിന്നെന്താണ് പിന്നെ വേറെ എന്തൊക്കെയായിരുന്നു ചെയ്യുന്നത് അവര്? ഓക്കെ, സക്കാത്ത് ചെയ്യുന്നുണ്ട്, വേറെ പല ഈ എത്തീമായ കുട്ടികൾക്ക് നല്ല സഹായം ചെയ്യും. അതെ, എത്തീമായിട്ടുള്ള കുട്ടികൾക്ക്, അതേപോലെ എത്തീം ഖാന, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം അദ്ദേഹം അവരെ കമ്മ്യൂണിറ്റിയിൽ ഉണ്ടാക്കുന്നത്. അതുകൊണ്ടാണ് അവരെ ഗ്രൂപ്പ് ചെയ്യുന്നത്. ഹിന്ദുക്കള് പറഞ്ഞത് അത് ദാനം ചെയ്യാൻ ഭയങ്കര മടിയല്ല, അവര് കയ്യിലുള്ളവരാണെങ്കിലും കൊടുക്കാൻ മടി. പക്ഷെ അവര് മുസ്ലിങ്ങൾ അങ്ങനെയല്ല, അവര് എത്ര പൈസ ഇല്ലാത്തവരായാലും പൈസ ഉള്ളവരായാലും ദാനം കൊടുക്കാൻ നല്ലതാണ്. അതെ, ആൾക്കാരാണ് നമ്മളെ പറയുന്ന ഒരുപാട് ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള കാര്യം. അവര് പറഞ്ഞ കറക്റ്റ് ആണ്. ഒരാള് ഗൾഫിൽ മുസ്ലിം ഫാമിലിയിൽ ഞങ്ങൾ ഇവിടെയൊക്കെ ഉണ്ട്, പോയി കഴിഞ്ഞാൽ അവിടെ കുടുംബത്തിൽ ആരാണോ പിന്നോക്കം നിൽക്കുന്നത് അവരെയൊക്കെ അവർ കൊണ്ടുപോയി രക്ഷപ്പെടുത്തും. അവരെ ക്രിസ്ത്യൻസിലായാലും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഹിന്ദുക്കളിൽ ഒരാൾ പോയി കഴിഞ്ഞാൽ ഞാൻ കൊണ്ടുപോയി നന്നായാലോ എന്നുള്ള ഒരു സത്യമുള്ള കാര്യമാണ്, അനുഭവമാണ്, നമുക്ക് അടുത്ത് തന്നെ കാണുന്നതാണ്. അവര് വല്ല എന്തെങ്കിലുമൊക്കെ തട്ടുമുട്ടൊക്കെ പറയും, അത് അവിടെ പറ്റില്ല, അങ്ങനെയാണ്, അവിടെ ശരിയാണ്. അത് പണത്തിന്റെ, അതാണ് ഞാൻ പറഞ്ഞത്, പണത്തിന്റെ കാര്യത്തില് ഇപ്പം ഹിന്ദുക്കളുടെ കാര്യത്തില് ഞാൻ മനസ്സിലാക്കിയ കാര്യം അത് തന്നെയാണ്. റിലീജിയൻ എന്ന് പറയില്ല, കുറെ അനുഭവങ്ങളും കാര്യങ്ങളും ഹിന്ദുക്കളെയും ക്രിസ്ത്യാനിറ്റിനെയും ഇസ്ലാമിലും ഭരിക്കുന്ന സമയത്ത് കുറെ കാര്യങ്ങൾ മനസ്സിലാവും. എന്നിട്ട് നമ്മൾ ഈ കാർമികമായിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ദാനധർമ്മങ്ങൾ നിങ്ങൾ കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക. ദാനം എന്താണ്? പണം മാത്രമല്ല, അറിവ്. ഇപ്പം ഞാൻ എന്താണ് നൽകുന്നത് നിങ്ങൾക്ക്? ഞാൻ കുറെ പെയ്ഡ് കോഴ്സിലൂടെ പഠിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് ദാനം എന്ന് പറയാൻ പറ്റില്ല, ഞാൻ ഷെയർ ചെയ്യാം, നിങ്ങളൊരു പങ്ക് വെക്കുകയാണ്. അത് പങ്കുവെക്കുന്ന സമയത്ത് ഇപ്പം പല ട്രെയിനേഴ്സ് എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ ഫ്രീ ക്ലാസ്സിൽ വന്നിട്ട് അവരെ പെയ്ഡ് ക്ലാസ്സിൻ്റെ പ്രൊമോഷൻ കാര്യങ്ങളെല്ലാം തന്നെ ചെയ്യും. ഞാൻ മുന്നേ എല്ലാം കുറേ ഇതേപോലെ ഫ്രീ ക്ലാസ് എന്ന് പറഞ്ഞ് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരു 5-10 മിനിറ്റ് കഴിയുന്നേരം പെയ്ഡ് ക്ലാസ് ഇന്ന് ഉണ്ട് ഇത്രയും ലൈവിൽ വന്നിട്ട് പോലും പലരും ചോദിക്കുന്ന പെയ്ഡ് ക്ലാസ് എപ്പോഴാണ് തുടങ്ങുന്നത്. അതിൻ്റെ ഇതുവരെ ഞാൻ അത് ഷെയർ ചെയ്തിട്ടില്ല, അത് അടുത്ത ക്ലാസ്സിൽ തന്നെ ഷെയർ ചെയ്യാം. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളത് പങ്കുവെക്കുന്ന സമയത്ത് ഇപ്പം ഞാൻ ഈ അറിവുകൾ പങ്കുവെക്കുന്നത് എന്നിലേക്ക് അറിവ് വരും. അതായത് നിങ്ങൾ എന്താണോ പങ്കുവെക്കുന്നത്, എന്നെ സംബന്ധിച്ചിടത്തോളം പണം എന്ന് പറയുന്നത് അറിവാണ്. പണം എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം അറിവാണ്. കാരണം ആ അറിവിലൂടെയാണ് എനിക്ക് പണം ഉണ്ടാക്കാൻ സാധിക്കുന്നത്. അത് ചിലപ്പോൾ മാർക്കറ്റിംഗ് ആയിരിക്കാം, ചിലപ്പോൾ അത് സെയിൽസ് ആയിരിക്കാം, ലോ ഓഫ് അട്രാക്ഷൻ ആയിരിക്കാം, സൈക്കോളജി ആയിരിക്കാം, എന്ത് തന്നെ ആവട്ടെ. അതായത് നമ്മളിത് പങ്കുവെക്കണം. കാർമികമായിട്ടുള്ള ബ്ലോക്ക് മാറ്റാൻ വേണ്ടി നിങ്ങൾക്ക് എന്താണോ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് അത് നിങ്ങൾ നൽകാൻ വേണ്ടി ശ്രമിക്കുക. അത് നൽകുകയെന്ന് വെച്ചാൽ നിങ്ങളുടെ കയ്യിൽ പണം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഫിസിക്കലി എന്തെങ്കിലും രീതിയിൽ ഹെൽപ്പ് ചെയ്യാൻ പറ്റും, അവരെ എന്തെങ്കിലും രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ സാധിക്കും, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ല അറിവ് കൊടുക്കാൻ പറ്റും, എന്തിന് നിങ്ങൾക്കൊരു നല്ല വാക്ക് പറയാൻ പറ്റും, അല്ലേ? നല്ല വാക്ക്. ഇപ്പം പലരും എന്നെ സൂയിസൈഡ് എന്ന് പറഞ്ഞ സമയത്ത് ഇങ്ങനെ ഞാൻ വിളിച്ച് സംസാരിച്ചിട്ട് കുറച്ച് കാര്യങ്ങളൊന്ന് പറഞ്ഞു കൊടുക്കാം, അന്നേരം തന്നെ അവർക്കൊരു ചേഞ്ച് വരും. അതാണ് ഇന്ന് തന്നെ ഒരാൾ
ഒരു സ്റ്റോറി അയച്ചിരുന്നു. അദ്ദേഹത്തിന് കുറേ കടങ്ങളുണ്ടായിരുന്നു. പക്ഷെ നമ്മളെ ക്ലാസ്സിൽ തുടങ്ങിയ ശേഷം അദ്ദേഹത്തിൻ്റെ ലൈഫിൽ ആ സൂയിസൈഡ് ടെൻഡൻസി തന്നെ കുറഞ്ഞെന്നുള്ളത് അത് വോയിസ് ക്ലിപ്പ് ഗ്രൂപ്പിലിടുന്നതാണ്. അദ്ദേഹം ആ ഒരു ഞാനിപ്പോ ഒരു കാര്യം പറഞ്ഞോട്ടെ. ഇപ്പൊ സാറ് പറഞ്ഞല്ലോ, ഇപ്പൊ ഈ ഹെൽപ്പ് നമുക്ക് പറ്റുന്നിടത്തോളം ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞല്ലോ. സാർ, എനിക്ക് ഒരുപാട് മണി ബ്ലോക്ക് ഉണ്ട്. ഞാൻ ഈ പറഞ്ഞത് എന്റെ അമ്മയായിരുന്നു ഹെൽപ്പ് ചെയ്യുന്നത് കണ്ടിട്ടാണ് ഞാൻ പറഞ്ഞത്. അമ്മ ടീച്ചറായതുകൊണ്ട് ഞാൻ പറഞ്ഞു, അമ്മയ്ക്ക് കയ്യിൽ ഉണ്ടെങ്കിൽ അമ്മ ആർക്കും കൊടുക്കും. അമ്മയ്ക്ക് ഉണ്ടോ നോക്കൂല. ഡ്രസ്സായിട്ടും ഭക്ഷണമായിട്ടും പൈസയായിട്ടും പിന്നെ പാവപ്പെട്ട കുട്ടികളെ പഠിപ്പിച്ചിട്ടുണ്ട്, പഠിപ്പിക്കുന്നുണ്ട് അമ്മ. അങ്ങനെ ചെയ്യാറുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പൊ അലൈൻമെന്റ് മാസ്റ്ററിയിൽ ഞാൻ പറയാറുണ്ടായിരുന്നു, ഇപ്പൊ നിങ്ങൾ കയ്യിലുള്ള പൈസ മുഴുവനും കൊടുക്കരുത്, 5-8% കൊടുക്കാവോ, മനസ്സിലായോ? അപ്പൊ അങ്ങനെയാണെങ്കിൽ പോലും അപ്പൊ നമ്മളത് കണ്ടു വളർന്നുകൊണ്ട് തന്നെ എന്റെ കയ്യിൽ ഉണ്ടോ ഇല്ലെന്ന് നമുക്ക് സഹായിക്കാൻ പറ്റുന്ന ശരീരം കൊണ്ട്, ഇപ്പൊ സാറ് പറഞ്ഞ പോലെ നമുക്കൊന്ന് ഒരു വാക്കുകൊണ്ട് പോലും സമാധാനിപ്പിക്കാൻ നമുക്ക് പറ്റുന്നുണ്ട്. അതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അതുപോലെ ഇപ്പൊ ഒരുപാട് പേർക്ക് ഞാൻ കാരണം ചെറിയ വരുമാനം പോലെ എനിക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. അതില് അവര് സന്തോഷിക്കുമ്പോ അവരുടെ പ്രാർത്ഥനയിൽ ഞാനുണ്ട്. അതുകൊണ്ട് എനിക്ക് സന്തോഷമാണ്. അപ്പൊ അതിൽ ഞാൻ സന്തോഷിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ എന്നാലും മണി ബ്ലോക്ക് ഉണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. ഇത് ദാനം കൊടുക്കുക എന്ന് പറയുന്നത് ഇപ്പം തന്നെ പണ്ട് എൻ്റെ ഒരു രീതി ഇതായിരുന്നു, നിങ്ങൾ പറഞ്ഞ പോലെ. ഏകദേശം ഇതേപോലെ നമ്മളെ ക്ലാസ്സിൽ പങ്കെടുക്കുന്ന 2-3 വ്യക്തികൾക്ക് ഞാൻ പൈസ കൊടുത്തു. 1-2 അല്ല, ലക്ഷങ്ങൾ കൊടുത്തിട്ടുണ്ട്. അവരെ ഹെൽത്ത് ഇഷ്യൂസ് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ഡോക്ടർ അടുത്താണുള്ളത്, ഓനിപ്പോൾ ഓപ്പറേഷൻ വേണം, ഇത്ര രൂപ വേണം, സാറാണ് ദൈവമാണ് സാർ, അത് ഇതാണ് എന്ന് പറഞ്ഞ് എൻ്റെ കുറേ പൈസ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതിനുശേഷം ഞാനിപ്പോൾ അങ്ങനത്തെ മെസ്സേജസോ കാര്യങ്ങളെല്ലാം തന്നെ ഇഗ്നോർ ചെയ്യാറാണ് പതിവ്. അന്നേരം അവിടെ ഞാൻ പഠിച്ചൊരു കാര്യമുണ്ട്, നിങ്ങൾ കൊടുക്കുന്നത് അർഹതപ്പെട്ട കൈകളിലായിരിക്കണം. രണ്ടാമത്തത് 5-8% മാത്രം കൊടുക്കുക, അല്ലെങ്കിൽ മാക്സിമം 10%. 100 രൂപ ഉണ്ടാക്കുന്ന 10 രൂപ കൊടുത്താൽ മതി. അല്ലാതെ 100 രൂപ ഉണ്ടാക്കിയ സമയത്ത് 50 രൂപയും കൂടി കടം മേടിച്ച് നിങ്ങൾ ദാനം കൊടുക്കേണ്ട നന്മ വരേണ്ട ആവശ്യമില്ല. ഇത് ഞാൻ പറയാൻ കാരണം എന്താ വെച്ചാൽ, കർമ്മ എന്ന് പറയുന്നത് നമ്മളിപ്പം കഴിഞ്ഞ ജന്മത്തെയാണ് അനുഭവിക്കുന്നതെങ്കിൽ നമുക്കത് എന്ന് തീരുന്നു നമുക്ക് പറയാൻ പറ്റില്ല. പറയാൻ പറ്റില്ല. അതാണ് ഞാൻ ഇവിടെ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദാനധർമ്മങ്ങൾ നമ്മൾ നൽകുക ഒരിക്കലും സ്വീകരിക്കാൻ പാടില്ല. ഫ്രീ ആയിട്ട് ഒരു കാര്യങ്ങളും, അതായത് നിങ്ങൾ അത് കാർമ്മികമായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതായത് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ദാനമായി നൽകുന്ന സമയത്ത് ഒരു 5-8% നിങ്ങൾ കാണിക്കുക. ഇപ്പോൾ 100 രൂപ ഉണ്ടാക്കുകയാണെങ്കിൽ ഒരു 5-8 രൂപ നൽകുക. അല്ലാതെ കയ്യിലുള്ള പൈസ മുഴുവനും കൊടുക്കുക കാര്യങ്ങൾ ചെയ്ത്. ഇപ്പം എൻ്റെ കയ്യിൽ തന്നെ പൈസ ഉണ്ട് എന്നും കരുതി ഞാൻ എല്ലാവർക്കും കൊടുക്കുന്നില്ല. അർഹതപ്പെട്ട വ്യക്തി, ഇപ്പം ഞാൻ അതിന് ശേഷം അങ്ങനത്തെ അനുഭവം ഉണ്ടായതിന് ശേഷം ഒരാൾ എന്നെ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഹെൽത്ത് ഇഷ്യൂസ് കാര്യങ്ങളൊന്നും, ചില ആൾക്കാർ പറയാറുണ്ട്, സാറേ ഹോസ്പിറ്റലാണല്ലോ, ഞാൻ പറയും ഫോട്ടോ അയക്ക്, നിങ്ങൾ ഹോസ്പിറ്റലാണല്ലോ ഫോട്ടോ അയക്ക്. പിന്നെ അവരൊന്നെങ്കിലും ബ്ലോക്ക് ചെയ്തിട്ടുണ്ടാവും. പലരും ഹോസ്പിറ്റലാണെന്ന് പറഞ്ഞു. അന്നേരം എനിക്ക് മനസ്സിലായി ഇങ്ങനെ, കാരണം നമ്മളെ ഒരു ഇന്നസെൻസും കാര്യങ്ങളും കാണുന്ന സമയത്ത് ആൾക്കാർക്ക് ചീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണെന്ന് നോക്കും തോന്നും. അന്നേരം ഞാൻ അതിനകത്ത് പഠിച്ച പാഠങ്ങളാണ് ഞാൻ പറയുന്നത്. അന്നേരം അതാണ് കാർമ്മികമായിട്ടുള്ള ബ്ലോക്ക് മാറ്റാൻ വേണ്ടി നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ദാനം കൊടുക്കാം. ദാനം അറിവായും നിങ്ങൾക്ക് പണമായും. അന്നദാനമാണ് മഹാദാനം. ഒരു നേരത്തെ ഫുഡ് കൊടുക്കുക. ഞാൻ ഫുഡാണ്. ഇപ്പോൾ ഒരാൾ എൻ്റെ അടുത്ത് പണം ചോദിക്കും, ഞാൻ ബിസ്ക്കറ്റ് തരട്ടെ. ഇപ്പോൾ ഓരോരുത്തരും ചോദിക്കുന്ന സമയത്ത് ബിസ്ക്കറ്റ് തരട്ടെ, അല്ലെങ്കിൽ ചോദിക്കും പണം വേണോ ചായ വേണോ എന്ന് ചോദിക്കും, ചായ കുടിക്കണമെന്ന് ചോദിക്കും. ചായ കുടിക്കണം എന്ന് പറയുകയാണെങ്കിൽ അദ്ദേഹത്തെ അവിടെ കൊണ്ടുപോയിട്ട് ഒന്നെങ്കിലും ഞാൻ പറയും ചെയറിലിരുന്നോ കഴിച്ചോന്ന്. പലരും ഇതേപോലെ ആൾക്കാർ ചെയറിലിരിക്കുന്ന കാര്യങ്ങൾ നോക്കാറുണ്ട്, ചെയ്യാറില്ല. കാരണം മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാണെന്ന് കരുതി ഞാൻ എന്ത് ചെയ്യും, ഒരു ചായയും കടിയും കാര്യങ്ങളെല്ലാം മേടിച്ച് ചോദിക്കും, മതിയെന്ന് ചോദിക്കും. അത് അദ്ദേഹത്തെ ഞാൻ ചിലപ്പോൾ കൊടുക്കുക, പൈസയായിട്ട് കൊടുക്കുക 5 രൂപയോ 10 രൂപയോ. പക്ഷേ ഭക്ഷണം മേടിച്ച് കൊടുക്കുന്ന സമയത്ത് ഒരു 35 അല്ലെങ്കിൽ 40-50 രൂപയായിട്ട് മാറും. കാരണം അതാണ് അന്നദാനമാണ് മഹാദാനം. നമ്മളെ പറ്റുന്ന രീതിയിൽ ഇപ്പം നിങ്ങൾ എല്ലാവർക്കും കൊടുക്കണമെന്നില്ല, അർഹതപ്പെട്ട കൈകളിലേക്കോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ജെന്യൂൻ ആണെന്നുള്ള വ്യക്തികളെ മാത്രം സഹായിക്കാൻ വേണ്ടി ശ്രമിക്കാം. ഓക്കെ, അടുത്ത പോയിന്റാണ് അബൻഡൻസ് മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അത് ലോ ഓഫ് അട്രാക്ഷൻ ട്രെയിനേഴ്സ് എല്ലാം പറയുന്ന കാര്യമാണ്. അബൻഡൻസ് മൈൻഡ് സെറ്റ് അതെല്ലാവരും ലാക്ക് ചെയ്യുന്ന ഒരു കാര്യമാണ്. മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത്, അബൻഡൻസ് എന്ന് പറയുന്നത് സമ്പന്നതയാണ്. ഈ പ്രപഞ്ചം മുഴുവനും അത്രയും സമ്പന്നമായിട്ട് കിടക്കുന്നതാണ്. അതാണ്. അതായത് നിങ്ങളുടെ ചെറിയ ചിന്താഗതി ഇതെന്തുകൊണ്ട് ഞാൻ പലരും ചിന്തിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഭയങ്കര ഒരു ലവബിൾ ആയിട്ടുള്ള വ്യക്തി അല്ലെങ്കിൽ ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റി ആയതുകൊണ്ടല്ല. അതായത് എന്നെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ളവരെ സഹായിക്കുകയാണെങ്കിൽ, മറ്റുള്ളവരെ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ മാത്രമാണ് എൻ്റെ ഗ്രോത്തും വരിക. അതാണ് ഞാൻ എല്ലാവരും പറയാറ്, നിങ്ങൾ വീഡിയോസ് കാര്യങ്ങളില്ലെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്തോളൂ, ഞാൻ സ്റ്റാറ്റസ് ആക്കി വെക്കാം. നമ്മളെ സ്റ്റുഡൻസും കാര്യങ്ങളും യൂട്യൂബ് ചാനലും കാര്യങ്ങളും തുടങ്ങുന്ന സമയത്ത് ഞാൻ അവർക്ക് എല്ലാ സപ്പോർട്ടും ഞാൻ കൊടുക്കാറുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ കോഴ്സിലേക്ക് ജോയിൻ ഞാൻ നോക്കുന്നത് വെച്ചാൽ എനിക്ക് കിട്ടാത്ത കാര്യമാണ് ഞാൻ നൽകാൻ ആഗ്രഹിക്കുന്നത്. ഇപ്പം ഞാൻ കുറേ കോഴ്സിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. അന്നേരം എനിക്ക് എൻ്റെ ട്രെയിനേഴ്സ് എല്ലാം തന്നെ എൻ്റെ യൂട്യൂബ് ചാനലോ കാര്യങ്ങളോ
ഒന്നും തന്നെ ഇടുകയോ കാര്യങ്ങളൊന്നും ചെയ്യില്ല. അന്നേരം എനിക്കൊരു വിഷമം ഉണ്ടായോ, എൻ്റെ യൂട്യൂബ് ചാനലിൽ കുറച്ച് സബ്സ്ക്രൈബേഴ്സ് കാര്യങ്ങൾ ഇട്ടോ എന്നല്ല. ഞാൻ ബേസിക്കലി ഞാൻ സെൽഫ് മെയ്ഡ് ആണ്. അന്നേരം എനിക്ക് കിട്ടാത്ത കാര്യങ്ങൾ നമ്മൾ പങ്കുവെക്കുന്ന സമയത്താണ് ഞാൻ തന്നെ സ്റ്റാറ്റസും കാര്യങ്ങളെല്ലാം തന്നെ പറയണ്ട എല്ലാവരോടും നിങ്ങളെ ബ്രാൻഡോ എന്തെങ്കിലും ഇതാക്കാൻ എനിക്ക് അയച്ചു തരുമോ, യൂട്യൂബ് ചാനൽ തുടങ്ങിക്കോളൂ കാര്യങ്ങളെല്ലാം. നിങ്ങൾ കഴിഞ്ഞ ലൈവിൽ ഒരു വ്യക്തി വന്നല്ലേ 25 വയസ്സിൽ, അദ്ദേഹമായിട്ട് ഞാൻ സംസാരിച്ചിരുന്നു. അദ്ദേഹം എന്നെ മെസ്സേജ് അയച്ച സമയത്ത് ഓക്കെ ഞാൻ അദ്ദേഹത്തെ വിളിച്ചു. അദ്ദേഹത്തിനെ വിളിച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ അദ്ദേഹത്തിനെ വിളിച്ച്, കാരണം ഞാൻ കഴിഞ്ഞ ലൈവിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ യൂട്യൂബ് ചാനലിലും കാണാൻ സാധിക്കും. ഏകദേശം ലൈവിൽ വന്നിട്ട് അരമണിക്കൂർ വരെ അദ്ദേഹത്തിൻ്റെ കുറേ കാര്യങ്ങൾ സംസാരിച്ചു, കുറേ പ്രോബ്ലംസും കാര്യങ്ങളും. ഞാനൊന്ന് സൊല്യൂഷന് വേണ്ടിയിട്ട് വിളിച്ച് കാര്യങ്ങൾ പറയാമെന്ന് ഞാൻ ചിന്തിച്ചു. വിളിച്ചത് മുതൽ അദ്ദേഹത്തിൻ്റെ പ്രോബ്ലംസ് മാത്രമാണ് പറയുന്നത്. എനിക്ക് പറയാനുള്ള ഒരു സ്പേസും അദ്ദേഹം നൽകിയിട്ടില്ല. അദ്ദേഹം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഇങ്ങനെ ഒന്ന് കഴിഞ്ഞ് അടുത്ത പ്രോബ്ലം. അദ്ദേഹം വേറൊരു ട്രെയിനർ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്ത് ഏകദേശം 25,000 രൂപയായിട്ട് സ്പെൻഡ് ചെയ്തു. ഞാൻ ചോദിച്ചു ഓക്കെ നിങ്ങൾ ക്ലാസ് പങ്കെടുത്തി, നിങ്ങൾ യോഗ അധ്യാപികയാണ്, അദ്ദേഹത്തോട് ചോദിക്കുക ഇതേപോലെ യോഗയുടെ എന്ത് കാര്യമാണ് ഞാൻ ചെയ്യേണ്ടത് ഏതാണ്. അന്നേരം പറഞ്ഞു അദ്ദേഹത്തോട് സംസാരിക്കാൻ പറ്റില്ല, അദ്ദേഹത്തിന് കുറേ കാര്യങ്ങൾ പറഞ്ഞു. ഞാൻ പറഞ്ഞു അത് നിങ്ങൾ അദ്ദേഹത്തോടാണ് ചോദിക്കേണ്ടത്. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് യോഗയോ കാര്യങ്ങളോ എന്തെങ്കിലും വരാൻ ഞാൻ നിങ്ങളായിട്ട് ടൈപ്പ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക പറഞ്ഞു. നമ്മൾ നോക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ്, നമ്മൾ മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇപ്പം എന്താണ് ഷീല മേഡത്തിൻ്റെ കാര്യം ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം നമ്മളെ ക്ലാസ്സുകളിൽ പങ്കെടുക്കുന്ന വ്യക്തിയാണ്. അതുകൊണ്ടാണ് ഞാൻ ആ ഒരു ഓഫർ വെച്ചത്. ഇപ്പം ഇതിൽ എല്ലാ മെമ്പേഴ്സും എനിക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വ്യക്തികളാണ്. അത് അദ്ദേഹത്തിന് ഷീല മേഡത്തിന് അത് സാധിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റായിട്ടുള്ള സ്ട്രാറ്റജി എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്യേണ്ടത്. ഇപ്പം തന്നെ ഞാൻ പറഞ്ഞില്ലേ വീഡിയോസും കാര്യങ്ങളെല്ലാം തന്നെ മേക്ക് ചെയ്യണമെന്നല്ലേ. പിന്നെ പ്രോപ്പർ മെൻറ്ററിങ് എന്നുള്ളതാണ് അടുത്തത്. പ്രോപ്പർ മെൻറ്ററിങ് നമുക്ക് ആവശ്യമാണ്. ഇപ്പം തന്നെ ഞാൻ തന്നെ പേഴ്സണൽ കൺസൾട്ടേഷൻ ഞാൻ എടുക്കാറുണ്ട്. കഴിഞ്ഞ മാസം ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ 10,000 രൂപ കൊടുത്തിട്ട് ഒരു ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ ഒരു കൺസൾട്ടേഷൻ ഞാൻ എടുത്തു. ഏകദേശം 2 hour കൺസൾട്ടേഷനാണ്. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ യൂട്യൂബ് ചാനൽ വീഡിയോ മേക്കിംഗ് അങ്ങനത്തെ കുറച്ച് SEO കുറച്ച് പഠിക്കാൻ വേണ്ടിയിട്ടാണ് മെൻറ്ററിങ് ഞാൻ എടുത്തത്. അന്നേരം അങ്ങനെ മെൻറ്ററിങ് എടുക്കുകയാണെങ്കിൽ നമുക്ക് കുറേ അറിവ് കിട്ടും. പലപ്പോഴും ഞാൻ കോഴ്സ് ജോയിൻ ചെയ്യുന്നതിനേക്കാൾ മുന്നേ അവരെ പേഴ്സണൽ മെൻറ്ററിങ് അല്ലെങ്കിൽ പേഴ്സണൽ കൺസൾട്ടേഷൻ കിട്ടുമോ എന്ന് നോക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് കുറേ സംശയങ്ങളുണ്ടാവും. പല ക്ലാസ്സുകളിൽ ഇപ്പം ഞാൻ എല്ലാവരോടും ചോദിക്കാണ്ട് ഓരോ സംശയങ്ങളും കാര്യങ്ങൾക്കെല്ലാം മറുപടി കൊടുക്കാണ്ട്. പക്ഷേ ഞാൻ ക്ലാസ്സുകളിൽ പങ്കെടുക്കുന്ന സമയത്ത് അവർക്ക് മറുപടി പറയാൻ പറ്റാറില്ല. കാരണം അത്രയും 100 കണക്കിന് വ്യക്തികളുണ്ടാവും. അവർക്ക് കറക്റ്റായിട്ടുള്ള ഗൈഡൻസ് എന്ത് ചെയ്യണമെന്നൊന്നും പറയാൻ പറ്റില്ല. അന്നേരം ഞാൻ ചോദിക്കും സാർ പേഴ്സണൽ കൺസൾട്ടേഷൻ കൊടുക്കുന്നുണ്ടോ, എനിക്കൊരു പേഴ്സണൽ കൺസൾട്ടേഷൻ വേണമായിരുന്നു എന്ന് പറയും. അന്നേരം എനിക്ക് അവരുടെ ഡൗട്ട്സ് ചോദിക്കാൻ പറ്റും, എനിക്ക് എൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ പറ്റും. അതേപോലെ നിങ്ങൾ എന്തെങ്കിലും രീതിയിലുള്ള മെൻറ്ററിങ്ങോ കാര്യങ്ങളോ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഗ്രോത്തിലേക്ക് വരും. അത് ഈവൻ നിങ്ങൾ മണി മാനേജ്മെൻറ്റ്, ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് മെൻറ്ററിങ് എടുക്കാൻ പറ്റും. പിന്നെ അടുത്തായി ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പണത്തെ നമ്മൾ സ്പെൻഡ് ചെയ്യുക എന്നുള്ളതാണ്. സ്പെൻഡ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കയ്യിലൊരു 100 രൂപയെ സ്പെൻഡ് ചെയ്യാൻ പാടില്ല. അത് സ്പെൻഡ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് സന്തോഷം നൽകുന്ന കാര്യങ്ങൾ. ഞാൻ കഴിഞ്ഞ മൂന്നാമത്തെ ഫ്രീ ലൈവിൽ പറഞ്ഞിരുന്നു നിങ്ങൾ ഒരു 5 star ഹോട്ടലിലോ കാര്യങ്ങളിലോ പോയിട്ട് ഒന്ന് താമസിക്കുന്ന ഒരു ചായ കുടിക്കുക. എത്ര രൂപയുണ്ടാവും ഒരു 5 star ഹോട്ടലിലെ ചായക്ക്? ഒരു കൂടിപ്പോയി കഴിഞ്ഞാൽ ഒരു 300 രൂപ ഉണ്ടാവും, അല്ലെങ്കിൽ 350 രൂപ ഉണ്ടാവും. 5 സ്റ്റാറിൽ അത്രയും ഉണ്ടാവും. കാപ്പച്ചിനോന് 250 270 സംതിങ് ഉണ്ടാവും ഒരു 5 star ഹോട്ടലിൽ, അത്രയും ഉണ്ടാവും. അങ്ങനെ അവിടെ പോയിട്ട് കുടിക്കുന്ന സമയത്ത് അതായത് നിങ്ങൾ സ്പെൻഡ് ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് അല്ലാതെ നിങ്ങൾക്ക് വേണമെങ്കിൽ അതേ കോഫിയോ അല്ലെങ്കിൽ അതേ ചായ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു തട്ടുകടയിൽ പോയി കഴിഞ്ഞാൽ കിട്ടും. പക്ഷേ നിങ്ങൾക്ക് അതിൻ്റെ ചേഞ്ച്, അതായത് ആ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് മനസ്സിലാണെങ്കിൽ അവിടെ പോയിട്ട് നിങ്ങളത് എക്സ്പീരിയൻസ് ചെയ്യുന്ന സമയത്താണ് നിങ്ങൾക്ക് എന്താണ് നിങ്ങളെ വൈബ്രേഷൻ ലെവലിൽ ചേഞ്ച് കൊണ്ടുവരുന്ന കാര്യം മനസ്സിലാകുമല്ലോ. ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ആ എക്സ്പീരിയൻസ് സ്വന്തമായിട്ട് എക്സ്പീരിയൻസ് ചെയ്യും. ഇപ്പം ഞാൻ പറഞ്ഞു, അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ വെറുതെ കേട്ടിട്ട് വിട്ട് കഴിഞ്ഞാൽ ചേഞ്ച് ഇല്ല. നേരെ മറിച്ച് നിങ്ങൾ ഈ ഒരു പ്രാക്ടീസ്, അത് ഞാൻ മുന്നത്തെ ലൈവിൽ പറഞ്ഞിരുന്നു, അത് ഒരു നിങ്ങളുടെ എനർജി ലെവലിനെ, നിങ്ങളുടെ മൈൻഡ് സെറ്റിനെ, നിങ്ങളെ ചിന്താഗതി എല്ലാം തന്നെ ചേഞ്ച് ചെയ്യും. അതായത് നിങ്ങൾ കോൺഷ്യസ് ആവും. ഇപ്പോൾ ഒരു 5 star ഹോട്ടലിൽ കയറുന്ന സമയത്ത് നിങ്ങൾ കുറച്ചും കൂടി കോൺഷ്യസ് ആവും. അയ്യോ എൻ്റെ ഡ്രസ്സ് പോരല്ലോ, എന്നിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും ഓക്കെ എൻ്റെ ഡ്രസ്സ് പോരാ, എൻ്റെ ചപ്പൽസ് പോരാ, എൻ്റെ ബോഡി ലാംഗ്വേജ് ശരിയില്ല. അന്നേരം നിങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് അതുമായിട്ട് അഡാപ്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും അല്ലേ. ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ മതി. നിങ്ങൾ എവിടെയെങ്കിലും പോകുന്നത്, നിങ്ങളൊരു 5 star പോകുന്ന സമയത്ത് നിങ്ങൾ ഭയങ്കര കോൺഷ്യസ് ആയിരിക്കും നിങ്ങളുടെ ഡ്രസ്സിങ്. അന്നേരം നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ എവിടെയാണ് നിങ്ങൾ ലാക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇല്ലായ്മ അനുഭവിക്കുന്നത്. ഫസ്റ്റ് തന്നെ ഞാൻ 5 star ഹോട്ടലിൽ പോകുന്ന സമയത്ത് ഡ്രസ്സിങ് ഒന്നും തന്നെ അത്ര പ്രോപ്പറിലായിരുന്നു. പിന്നെ എനിക്ക് കോൺഷ്യസ് ആയി, അയ്യോ ഇത് പോരാ, നല്ലൊരു ഷർട്ടും കാര്യങ്ങളും അയൺ ചെയ്തിട്ട് പോകണം, ബാഗ് ഇത് പോരാ, ഒരു ബ്രാൻഡഡ് ബാഗ് വേണം, എൻ്റെ നടത്തത്തിനുള്ള വാക്കിംഗ് സ്റ്റൈൽ ഇതല്ല, കോൺഫിഡൻസോടെ നെഞ്ച് വിരിച്ച് നടക്കണം. പിന്നെ ഞാൻ ചിന്തിച്ചത് ചെയറിലിരിക്കുന്ന സമയത്ത് ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കുക, അതായത് ഇങ്ങനെ കാല് കണക്കിന്. പിന്നെ ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഇങ്ങനെ ഇരിക്കാൻ തുടങ്ങി.
ഈ രീതി ഇരിക്കുന്ന തുടങ്ങി. കാരണം അവര് ഇപ്പം നമ്മൾ ഹോളിഡേയിന് ഹയാത്ത് അവിടെയെല്ലാം പോകുകയാണെങ്കിൽ നടന്മാരെ കാണാൻ പറ്റും. ഈ നടന്മാരെ കാണുന്ന സമയത്തും അയ്യോ സെൽഫി എടുക്കട്ടെ എന്നൊന്നും പറഞ്ഞ് പോകാൻ പാടില്ല. കാരണം എന്താണ്, അവരും നിങ്ങളും ഈക്വൽ ആണ് അല്ലേ. ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, ഒരു മൈൻഡ് സെറ്റ്, മണി മൈൻഡ് സെറ്റ്, അബൻഡൻസ് മൈൻഡ് സെറ്റ് ഉള്ളവർ അവരോട് സെൽഫി, ഇപ്പം ഞാൻ സുരാജ് വെഞ്ഞാറമൂട്, എന്താണ് ജയറാം, പിന്നെ ആരാണ്, പിന്നെ 2-3 നടിമാരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഹോളിഡേയിന് ഒലീവ് ഡൗൺ ടൗൺ അങ്ങനെയുള്ള ഹോട്ടലിൽ വെച്ചിട്ട് ഒരു സെൽഫി പോലും ഞാൻ എടുത്തില്ല. സെൽഫീസ് എനിക്ക് എടുക്കാൻ പറ്റിയത് പക്ഷേ എടുത്തില്ല. കാരണം എന്താണ്, എന്നെ സംബന്ധിച്ചിടത്തോളം അവരും ഞാനും എന്താണ് വ്യത്യാസം, അവരെന്നെക്കാളും വലുതൊന്നുമില്ല. ഇൻ കേസ് എന്താണ് അങ്ങനെയല്ല, അങ്ങനെ സ്റ്റാർ ആയതുകൊണ്ടല്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു ബിസിനസ് ഞാൻ നേരെ മറിച്ച് ഇപ്പൊ യൂസഫ് അലി സാറിനെയോ അങ്ങനത്തെ ആളെ കാണുന്നെങ്കിൽ സെൽഫി എടുക്കാൻ പറ്റും, ഞാൻ എടുക്കും. കാരണം എൻ്റെ റോൾ മോഡൽസ് അതാണ്. എൻ്റെ സിനിമ എൻ്റെ പാഷനോ ഒന്നുമല്ല. അതെന്താണ്, ഞാൻ അവരെ റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. മറ്റുള്ളവരെ എൻ്റെ ഈക്വലാണ്. എന്നാൽ യൂസഫ് അലി അദ്ദേഹത്തെ പോലെയുള്ള വലിയ വലിയ ആൾക്കാരെല്ലാം എനിക്ക് റെസ്പെക്റ്റ്ഫുൾ ആണ്. എൻ്റെ മെൻറ്റേഴ്സായിട്ടും അതായിട്ടും കരുതുന്ന അന്നേരം എനിക്ക് അത് എനിക്ക് ഫീൽ ചെയ്യാൻ സാധിക്കും. അതാണ് അന്നേരം അങ്ങനെയുള്ള ഒരു ലെവലിലേക്ക് നിങ്ങൾ മാറും. നിങ്ങൾ അവരെ ഇപ്പം ഫോട്ടോ എടുക്കുക, കാര്യങ്ങൾ ചെയ്യാം. നിങ്ങൾ ഒരു അബൻഡൻസ് ആണ്, അതോടൊപ്പം നിങ്ങൾ വലിയ ആളാണെന്ന് എപ്പോഴും ചിന്ത വേണം. അതേപോലെ പെരുമാറുകയും വേണം. അങ്ങനെ ചേഞ്ച് ചെയ്യുന്നതനുസരിച്ച് നിങ്ങൾ നല്ല ചേഞ്ച് ചെയ്യും എന്ന് കരുതി ഇത് അഹങ്കരിക്കുകയല്ല ചെയ്യുന്നത്. ഇപ്പം നിങ്ങളിപ്പോൾ പൈസ ഉണ്ടെങ്കിൽ പിന്നെ അടുത്തൊരു മിസ്റ്റേക്ക് എല്ലാം ചെയ്യുന്നത് വെച്ചാൽ പൈസ ഉണ്ടെങ്കിൽ അഹങ്കരിക്കാൻ തുടങ്ങും, ആൾക്കാരോട് ഇൻസൾട്ട് ചെയ്യാൻ തുടങ്ങും, ആൾക്കാർ കഴിയുന്നതും സപ്പോർട്ടോ കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കുക. അങ്ങനെയൊന്നുമല്ല. നിങ്ങൾ ഈഗോ ഒരിക്കലും ഈ പണവും നമ്മൾ ഒരു കാര്യമുണ്ട്, നമ്മൾ പണവും കാര്യങ്ങളെല്ലാം തന്നെ മാനിഫെസ്റ്റ് ചെയ്ത് സംഭവിക്കുന്ന സമയത്ത് നമ്മൾ ചിന്തിക്കും. ഞാൻ ഇനീഷ്യൽ ടൈമിൽ ലോ ഓഫ് അട്രാക്ഷൻ്റെ കോഴ്സ് കണ്ടക്ട് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് ഞാൻ ചിന്തിച്ചില്ല ഞാൻ എന്തോ വലിയ സംഭവമാണ്, ഞാൻ കോഴ്സാണ്. എന്നുള്ളൊരു അഹങ്കാരം വർദ്ധിക്കാൻ തുടങ്ങി. ഞാൻ വലിയ എന്തോ ആയി. ഈ വലിയ എന്നുള്ള ചിന്ത നമ്മളെ താഴെ കൊണ്ടുവരും. നമ്മൾ എത്രത്തോളം ആയതിനനുസരിച്ച് നമ്മൾ ട്രൂ ആയിട്ട് നമ്മൾ എപ്പോഴും മറ്റുള്ള ഹെൽപ്പ് ചെയ്യണം, മറ്റുള്ള സപ്പോർട്ട് ചെയ്യണം എന്നുള്ളൊരു ചിന്താഗതിയിലേക്ക് വരിക. നമ്മൾ അഹങ്കാരം പതനത്തിൻ്റെ ആദ്യത്തേതും അവസാനത്തെയും പടിയാണെന്നാണ് ബൈബിളിലെ വചനമാണെന്ന് തോന്നുന്നു. അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അന്നേരം നമ്മൾ എപ്പോഴും കൃതജ്ഞതാഭാവവും, അതാണ് ഗ്രാറ്റിറ്റ്യൂഡിനെ കുറിച്ച് പറയാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഫ്രീ ക്ലാസ്സിലെല്ലാം തന്നെ ഗ്രാറ്റിറ്റ്യൂഡ് മാത്രമാണല്ലോ ഒരു കൃതജ്ഞത. കാരണം നിങ്ങളിൽ ഇപ്പോൾ ഏകദേശം 99 മെമ്പേഴ്സ് ഉണ്ട്. അതിലോ അവരെ ടൈമും അവരെ ഇമോഷൻസും എല്ലാം എന്നിലേക്ക് ഷെയർ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഗ്രേറ്റ്ഫുൾ ആണ്. അത്രയും പേര് നമ്മളെ കമ്മ്യൂണിറ്റിയിൽ ഉണ്ടല്ലോ, ഇത്രയും 98 മെമ്പേഴ്സ്. കാരണം 100 ആൾക്കാർക്ക് മാത്രമാണ് ജോയിൻ ചെയ്യാൻ പറ്റുകയുള്ളൂ. ഇത്രയും മെമ്പേഴ്സ് ഉണ്ടെങ്കിൽ അതിനർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊടുക്കുന്ന സർവീസിലോ കൊടുക്കുന്ന വാല്യൂസിലോ അത്രയും പൊട്ടൻഷ്യാലിറ്റി ഉള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും എന്ത് ചെയ്യുക, മറ്റുള്ളവരെ സഹായിക്കണം, മറ്റുള്ളവരെ ഉയർത്തിക്കൊണ്ടുവന്നുള്ള ചിന്ത വരിക. അല്ലാതെ ഞാൻ മാത്രം എഴുതണം. ഞാനിപ്പം മാനിഫെസ്റ്റ് ചെയ്ത് എൻ്റെ ലൈഫിൽ മാനിഫെസ്റ്റ് ചെയ്ത കാര്യങ്ങളൊന്നും ഞാൻ ഷെയർ ചെയ്തത് എന്താണെന്ന് പറയാം. ഞാനിപ്പോൾ ഇതെല്ലാം മാനിഫെസ്റ്റ് ചെയ്തു, അതുകൊണ്ട് എന്ത് കാര്യം. നേരെ മറിച്ച് എൻ്റെ ക്ലാസ്സിൽ പങ്കെടുക്കുകയും എത്തിയില്ല ഞാൻ ഉയർത്തിക്കൊടുക്കുക, എന്തെങ്കിലും സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ തന്നെ അതാണ് എൻ്റെ ഒരു ഹാപ്പിനെസ് എന്ന് പറഞ്ഞത്. ഇപ്പോൾ ഷീല മേഡം പറയുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രൊഡക്റ്റും സർവീസും പ്രൊമോട്ട് ചെയ്യണമെന്ന് ഞാൻ നല്ല രീതിയിൽ തന്നെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഗ്രോത്ത്, ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്റ്റോറി വേണമെങ്കിൽ യൂട്യൂബ് ചാനൽ ഇട്ടിട്ട് ഇൻസ്റ്റാഗ്രാമിൻ്റെയോ യൂട്യൂബോ കോൺടാക്ട് നമ്പറോ അദ്ദേഹത്തിൻ്റെ പ്രൊഡക്റ്റോ എന്ത് വേണമെങ്കിൽ അവതരിപ്പിക്കുക, എല്ലാ സപ്പോർട്ടും ഉണ്ട്. അങ്ങനെയാണ്. കാരണം ഞാനത് പറയാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഞാൻ കുറേ കാര്യം പറഞ്ഞു കൊടുത്തു, ഒന്നും ചെയ്യാതെ യോഗ സ്റ്റാർട്ട്. ഇടയ്ക്കിടയ്ക്ക് ഞാൻ പറയുന്ന ഒരു കാര്യം കണ്ണിടുന്ന കണ്ടില്ലേ ചേഞ്ച്, അത് പറയാറുണ്ട്. അദ്ദേഹം ആദ്യമെല്ലാം എലമെന്റ് മാസ്റ്ററിയിൽ വരുന്ന സമയത്ത് രാവിലത്തെ ബാച്ചല്ലേ, മോർണിംഗ് ബാച്ചാണോ ഈവനിങ് ബാച്ചാണോ? ഈവനിങ് ബാച്ചാണെന്ന് തോന്നുന്നു. അദ്ദേഹം എന്താ വെച്ചാൽ മുടിയെല്ലാം ഇങ്ങനെ മാറി വലിച്ചിട്ട്, ഞാൻ പറഞ്ഞു ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഒരു പോസിറ്റിവിറ്റി ഉണ്ടാകുക, നല്ല ഒതുക്കി കിടണം, കണ്ണട വെക്കണം എന്നെല്ലാം പറയാം. അത് നമ്മളെ ട്രീറ്റ് ചെയ്ത് ചെയ്യുക. ഈവൻ എനിക്ക് കണ്ണുകൾക്ക് ഒരു പ്രശ്നമില്ല. കണ്ണുകൾക്ക് പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ മൊബൈൽ യൂസ് ചെയ്യുന്ന സമയത്ത് കുറച്ച് സ്ട്രെയിൻ വരുന്നതല്ലാതെ കണ്ണുകൾ പെർഫെക്റ്റ് ആണ്. പക്ഷേ ഇത് വെക്കുന്ന സമയത്ത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ ഈ കണ്ണട. അതുകൊണ്ടാണ് നമ്മളെ ട്രീറ്റ് ചെയ്യുന്ന രീതി, നമ്മളെ ട്രീറ്റ് ചെയ്യുന്ന രീതിയാണ്. നമ്മൾ എത്രത്തോളം നമ്മൾ സ്നേഹിക്കുന്നത് അത്രത്തോളം നമ്മളിലേക്ക് ഗ്രോത്ത് വരും. അതിനാണ് സെൽഫ് ലവ് എന്ന് പറയുന്നത്. സെൽഫ് ലവിനെ കുറിച്ചുള്ള ഒരു ടോപ്പിക്ക് വലിയ ഒരു ടോപ്പിക്കാണ്, അത് വേറെ ദിവസം എടുക്കാം. ഈ പറഞ്ഞ പോയിന്റ്സ് ഏകദേശം 7 പോയിന്റ്സ് ചെയ്യാൻ പറഞ്ഞു, 7-8 പോയിന്റ്സ് ചെയ്യാൻ പറഞ്ഞിട്ട് അതെല്ലാം ഒന്ന് ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ നല്ല ചേഞ്ച് വരും. ഈ പറഞ്ഞ പോയിന്റ്സ് ഇപ്പം ഞാൻ വീണ്ടും പറയുകയാണ്, മറ്റുള്ളവരെ ഫ്രീ ക്ലാസ്സിലോ കാര്യങ്ങൾ കൊടുക്കുകയാണെങ്കിൽ വെറുതെ പ്രോഗ്രാം പ്രൊമോട്ട് ചെയ്യുന്നല്ലാതെ നിങ്ങൾക്ക് ഒരിക്കലും ചേഞ്ച് വരാൻ പറ്റില്ല. ഞാൻ പറയുന്ന കാര്യങ്ങൾ എല്ലാം തന്നെ ഒന്ന് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. നിങ്ങളുടെ ലൈഫിൽ നല്ല ചേഞ്ച് വരുന്നതായിരിക്കും. ഓക്കെ, ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ചോദിക്കാം. പ്രോപ്പർ മെന്ററി പറഞ്ഞാൽ ഒന്നുകൂടി പറയാമോ? പ്രോപ്പർ മെന്ററിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉദാഹരണത്തിന് ഇപ്പോൾ എന്ത് ചെയ്യണം, മെന്ററിംഗ് എന്ന് വെച്ചാൽ നമുക്കൊരു
ഗുരു എന്ന് പറയാൻ പറ്റില്ല, ഒരു വഴി കാണിച്ചു തരുന്ന ഒരു വ്യക്തിയാണ് മെൻറ്ററിങ് എന്നാണ്. ഇപ്പോൾ നിങ്ങൾ ബിസിനസ്സിൽ ഇപ്പം തന്നെ ചെയ്യണം, നിങ്ങൾ എങ്ങനെ ബിസിനസ് ചെയ്യണം, അതെങ്ങനെയാണ്, എങ്ങനെ ചെയ്യണം, ഏത് രീതിയിൽ ആൾക്കാരെ സംസാരിക്കണം, അതെല്ലാം പറഞ്ഞു തരുന്ന ഒരു കാര്യമാണ്, അല്ലെങ്കിൽ പറഞ്ഞു തരുന്ന വ്യക്തിയാണ് മെൻറ്റർ എന്ന് പറയുന്നത്. ഗുരു എന്ന് പറയുന്ന ഒരു വേറൊരു വേർഷനാണ് മെൻറ്റർ എന്ന് പറയുന്നത്. അവരെ കണ്ട് സംസാരിക്കുകയാണോ? അവരെ കണ്ട് അത് നല്ലൊരു നിങ്ങളെ മേഖലയിൽ മെന്റർ നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കും. നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ഗൈഡൻസ് നൽകുക എന്നാണ്. ഇപ്പം തന്നെ ഞാൻ ഏകദേശം 4-5 മെന്റേഴ്സ് എനിക്കുണ്ട്. അത് സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്, മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ടുള്ള ആൾക്കാരുണ്ട്. അവർ എപ്പോഴും നമ്മളെ കൂടെ ഉണ്ടാകുന്നില്ല. അവരോട് കൺസൾട്ടേഷൻ സമയം ചോദിച്ചിട്ട് അവരായിട്ട് സംസാരിക്കും. അതാണ് അതെ. അത് അവർ ഏറ്റവും നല്ലതെന്ന് വെച്ച് കഴിഞ്ഞാൽ മെന്റേഴ്സിനെ തിരഞ്ഞെടുക്കുന്നത് നിങ്ങളെ മേഖലയല്ല, അല്ലെങ്കിൽ ഇപ്പം തന്നെ എനിക്ക് സ്പിരിച്വൽ ആയിട്ടുള്ള ബിസിനസ്സിന് അതല്ല എൻ്റെ മേഖലകളാണ്. അന്നേരം അതിലേക്കുള്ള ആൾക്കാരെ കണ്ടെത്തി നമ്മൾ അവരായിട്ട് ഇപ്പോൾ ഒരു മെന്റർ മാത്രമല്ല, നിങ്ങൾ മൾട്ടിപ്പിൾ മെന്റേഴ്സിനെ കരുതുക. ഇപ്പം തന്നെ ഞാൻ പറയാനുണ്ട്, എൻ്റെ ക്ലാസ് മാത്രമല്ല, നിങ്ങൾ മറ്റുള്ള ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുക. അന്നേരം അതെന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഏതാണ് ചേഞ്ചസ് വരിക എന്നുള്ളത് നിങ്ങൾക്ക് സ്വയം മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, നമ്മുടെ സാമ്പത്തികവും അതേപോലെ വീടിന്റെ വാസ്തുവുമായിട്ട് കണക്റ്റഡ് ആണ്. വീടിന്റെ വാസ്തു എന്ന് പറഞ്ഞാൽ ഫീൽ ചെയ്ത കാര്യമാണ്. വീടിന്റെ വാസ്തു എന്ന് പറഞ്ഞാൽ നമ്മൾ കൂടുതൽ ഈ വാസ്തുശാസ്ത്രം അത് ഇതെന്നെല്ലാം പറഞ്ഞു നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും ഉയർച്ച ചെയ്യാൻ പോകുന്നില്ല. നിങ്ങൾ ഒരേ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി, വീട്ടിൽ എയർ സർക്കുലേഷൻ ഉണ്ടോ, ലൈറ്റിന്റെ ഫ്ലോ ഉണ്ടോ, രണ്ടാമത്തെ വീട്ടിലെ എല്ലാ കാര്യങ്ങളും നല്ല അടുക്കും ചിട്ടയോടെ വെക്കുന്നത്, ഇത് മാത്രമേ വാസ്തുവിലുള്ളൂ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് മാത്രമേ ഞാൻ ഫോളോ ചെയ്യുന്നുള്ളൂ. അല്ലാതെ വാസ്തു അങ്ങനത്തെ ആൾക്കാരുടെ അടുത്ത് പോകുകയാണെങ്കിൽ വീട് അത് പണിയുണ്ട്, ഇത് പണിയാണ്, കന്നിമൂല എന്താണ് അഗ്നിമൂല, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ മൊത്തം കൺഫ്യൂസ്ഡ് ആകും. വീട് പൊളിക്കേണ്ടി വരും. എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരാളുണ്ട്, പൊളിക്കാൻ തുടങ്ങി ഇതുവരെ തീർന്നിട്ടില്ല. അദ്ദേഹം ഗൾഫിൽ അഡ്വാൻസ് കൊണ്ടുവന്ന പൈസ എല്ലാം എന്ത് ചെയ്തിട്ട് വീട് കയറ്റി. ഓരോരുത്തരും പറയും കന്നിമൂല ഉയർത്തണം, അത് ഉയർത്തണം, ഇത് ഉയർത്തണം, എന്നിട്ട് ലോറിയിൽ വന്ന് മണ്ണിട്ട് അടിച്ചിട്ട് ഉയർത്തി. പക്ഷെ അദ്ദേഹത്തിന് ഉയർച്ചയൊന്നുമില്ല. ഈവൻ ഈ ചക്രയുടെ ആ ബ്രേസ്ലെറ്റിന്റെ കാര്യം കൂടെ ഒന്ന് പറഞ്ഞേക്കാം. ചക്രയുടെ ബ്രേസ്ലെറ്റ് അത് ഞാൻ ഗ്രൂപ്പിൽ ഉണ്ടായിരുന്നല്ലോ. ഗ്രൂപ്പിൽ അത് നിങ്ങൾ പേഴ്സണലി മെസ്സേജ് അയച്ചാൽ മതി. നിങ്ങൾ വേണമെന്ന് പറഞ്ഞു, പിന്നെ അത് പിന്നെ ഒന്ന് പറഞ്ഞു. ഞാൻ പിന്നെ തിരക്കിലായി, എനിക്ക് വേറൊരു ഇത് വന്നു പോയി, തിരക്കിലായി. അത് പേഴ്സണലി 772 മെസ്സേജ് അയച്ചാൽ മതി. സ്റ്റാഫോ അല്ലെങ്കിൽ ഞാനോ അതിന്റെ ഡീറ്റെയിൽസ് അയച്ചു തരാം. സാറ് നമ്മുടെ മെയിൻ ഗ്രൂപ്പിൽ ഒരു ഫോം ഫില്ല് ചെയ്യാൻ പറഞ്ഞിരുന്നല്ലോ, പേര്, സ്ഥലം, ഏജ്, നമ്മള് എന്തുകൊണ്ടാണ്, നമ്മുടെ ഡ്രീംസ്, കാര്യങ്ങളെല്ലാം. അത് ഞാൻ സാറിന് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒപ്പം ഞാനൊരു വോയിസ് മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ സാർ അതൊന്ന് കേട്ടിട്ട് എനിക്ക് ഒരു നല്ലൊരു സൊല്യൂഷൻ വേണം സർ. കാരണം ഞാൻ കുറച്ചൊരു ഡൗൺ സ്റ്റേജിലാണ് ഞാനിപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ എന്നുവെച്ചാൽ വേറെ ഒന്നുമല്ല സർ, ഞാനൊരു 8 years കഴിഞ്ഞു ഞങ്ങളുടെ മാരേജ് കഴിഞ്ഞിട്ട്. റിലേഷൻഷിപ്പിന്റെ കാര്യമാണെങ്കിൽ ഇവിടെ ഷെയർ ചെയ്യണ്ട. അല്ല, റിലേഷൻഷിപ്പ് അല്ല, ഞാനൊരു IVF ട്രീറ്റ്മെന്റ് കഴിഞ്ഞ ആളായിരുന്നു. മിനിഞ്ഞാന്ന് അതൊരു നെഗറ്റീവ് വന്നു. നമ്മളെ ക്ലാസ്സിൽ പങ്കെടുക്കുന്ന അദ്ദേഹത്തിന് സ്റ്റോറി തന്നെ വരുന്നുണ്ട്. നമ്മളെ ക്ലാസ്സിൽ പങ്കെടുക്കുന്ന എനിക്ക് പണം ഇപ്പോൾ ലോട്ടറി അടിച്ചിട്ടുണ്ട്, അബുദാബി ബിഗ് ടിക്കറ്റ്. ഒരു ടിക്കറ്റ് അടിച്ചാൽ എനിക്ക് സന്തോഷം, രണ്ടാമത്തെ ടിക്കറ്റ് അടിച്ചാൽ ഓക്കെ എന്ന് പറഞ്ഞു. പിന്നെ UAE അങ്ങനെ ടിക്കറ്റ്സ് എല്ലാം അടിച്ച് അതെല്ലാം സന്തോഷമാണ്. ഇതിൽ ഒരാളെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാൾക്ക് ഏകദേശം 3 കുട്ടികൾ മാനിഫെസ്റ്റേഷൻ, ട്രിൻസോ എന്താ പറയുക, ട്രിപ്ലെക്സ് എന്നാട്ടാ പറയുക. അതേപോലെ തന്നെ കുറേ സക്സസ് സ്റ്റോറീസ് ഇത് തന്നിട്ടുണ്ട്. അത് ഒന്ന് നിങ്ങളെ ഞാനത് കുറെ കാര്യങ്ങൾ പറഞ്ഞ് സാറിന് മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ പറഞ്ഞായിരുന്നു ഇങ്ങനെ സ്റ്റാഫാണ്, സാറിന് ഫോർവേഡ് ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു. അപ്പൊ സാർ അത് നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് ഒന്ന് ഹെൽപ്പ് ചെയ്യാമെങ്കിൽ നല്ലതായിരുന്നു. ഓക്കെ, ഞാൻ നോക്കിയിട്ട് അയക്കാം. ഞാൻ ഒന്ന് സ്റ്റാഫിന്റെ കയ്യിലാണ് ഇപ്പം നമ്പേഴ്സ് എല്ലാം ഉള്ളത്. ഇപ്പം ആരെങ്കിലും പേഴ്സണൽ കൺസൾട്ടേഷൻ എന്ന് പറയുകയാണെങ്കിൽ സ്റ്റാഫ് പറയും സാർ കൺസൾട്ടേഷൻ ഉണ്ട്, സാർക്ക് എപ്പോഴും ടൈം. ഇപ്പം തന്നെ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പം കൺസൾട്ടേഷൻ ഉണ്ട്. നമ്മൾ എങ്ങനെയാണ് സാർ അത് ചെയ്യേണ്ടത്? അത് കൺസൾട്ടേഷൻ എന്ന് പറഞ്ഞാൽ പേഴ്സണൽ കൺസൾട്ടേഷൻ എന്ന് പറഞ്ഞ മെസ്സേജ് അയച്ചാൽ മതി. ഈ തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴാഴ്ച ഒരു സ്ലോട്ട് ഉണ്ട്, അന്നേരമാണ് ഉണ്ടാകുക. ഇപ്പോൾ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു കൺസൾട്ടേഷൻ ഉണ്ട്. യൂറോപ്പിലുള്ള ആളാണ് പുള്ളിക്കാരൻ. കുറേ ആയി മെസ്സേജ് കൺസൾട്ടേഷൻ എന്ന് പറഞ്ഞ് ഇതാക്കുകയാണ്. ഓക്കെ, അദ്ദേഹത്തിന് ഇപ്പോൾ കൊടുക്കണം, അദ്ദേഹം ഇന്ന് വേണമെന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾ കൺസൾട്ടേഷൻ എന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ചാൽ, ഇൻ കേസ് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളാണെങ്കിൽ നിങ്ങൾ വോയിസ് അയച്ചാൽ മതി, ഞാൻ അതിൻ്റെ മറുപടി തന്നേക്കാം. കൺസൾട്ടേഷൻ എന്ന് പറയുമ്പോൾ 1-2 മണിക്കൂർ എന്തായാലും ഉണ്ടാവും.
അത് നമ്മൾ അത്രയും അദ്ദേഹത്തിന് അവരെ പ്രോബ്ലംസ് കാര്യങ്ങളെല്ലാം കേട്ട് അവരെ സൊല്യൂഷൻസ് വെറുതെ ഞാൻ കൺസൾട്ടേഷൻ സൊല്യൂഷൻസ് മാത്രം കൊടുക്കില്ല, വെറുതെ സൊല്യൂഷൻസ് കൊടുത്തു കഴിഞ്ഞാൽ ചേഞ്ച് വരാൻ പറ്റില്ല. അവർക്ക് ഹാബിറ്റും പിന്നെ നമ്മളെ പെയ്ഡ് ക്ലാസ്സിലെ മെഡിറ്റേഷൻസ് കാര്യങ്ങൾ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് എന്നുള്ള കൺസൾട്ടേഷനിൽ അവരെ ധ്യാന സംബന്ധം ഭയങ്കര ഭയവും കാര്യങ്ങളായിരുന്നു. മണിപൂര ചക്രത്തിൻ്റെ മെഡിറ്റേഷൻസോ വയറിളക്കിയെന്ന് പറഞ്ഞു. വയറിളക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ വയറിന് കുറേ പ്രശ്നങ്ങളുണ്ടായി. വയറിളക്കം പറഞ്ഞു ഇന്ന് നല്ല ചേഞ്ച് വന്നു, ഒരു എനർജി ഫീൽ ചെയ്യുന്നു പറഞ്ഞു. അത് നമ്മുടെ പ്രോബ്ലം എന്താണ്, അവർ ലൈഫിൽ എന്താണ് സംഭവിച്ചത്, ഇപ്പോൾ റിലേഷൻഷിപ്പിൻ്റെ കാര്യങ്ങൾ എന്താണ് എന്നൊക്കെയുള്ള കുറേ പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. അദ്ദേഹം നമ്മുടെ മുന്നേ കോഴ്സ് അറ്റൻഡ് ചെയ്ത വ്യക്തിയാണ്. അത് കൺസൾട്ടേഷൻ ഞാൻ വീണ്ടും പറയാണ്, കൺസൾട്ടേഷൻ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതൊരു ഹാബിറ്റ് വേണം. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ചെയ്യുന്ന ഒരു കാര്യം മെഡിറ്റേഷൻസ് അയച്ചു തരും. അത് മെഡിറ്റേഷൻസ് ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ചേഞ്ച് ഉണ്ടാവും. ഇല്ലാതെ പലപ്പോഴും കൺസൾട്ടേഷൻ നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളായിരിക്കും മിക്കപ്പോഴും പറഞ്ഞുതരാം, ചേഞ്ച് ഉണ്ടാവില്ല. നിങ്ങൾക്ക് അറിയുന്ന കാര്യം തന്നെ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ബോർ അടിക്കും. നേരെ മറിച്ച് അതിലെ പ്രാക്ടീസസ് ഞാൻ പറഞ്ഞു ഇന്ന് പ്രാക്ടീസ് ചെയ്യണം, അത് ചെയ്യാണെങ്കിൽ റിസൾട്ട് ഉണ്ടാവും. അങ്ങനെയാണ്. ചോദിച്ചോ. നമുക്ക് മെഡിറ്റേഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു രാവിലെയും വൈകിട്ടും ചെയ്യാനായിട്ട് 3-4 ലിങ്ക് ഉണ്ടല്ലോ. അപ്പൊ അതില് എല്ലാം ചെയ്യേണ്ടതാണോ രാവിലെയും വൈകിട്ടും, അത് ഏതെങ്കിലും ഒരെണ്ണം തന്നെയാണോ രാവിലെ വൈകിട്ടും? രാവിലെ വൈകിട്ട് 3 ചെയ്യാം. രാവിലെ വൈകിട്ട് അബൻഡൻസ്, രാവിലെ 3 വൈകിട്ട് 3 അങ്ങനെ ചെയ്യണം. അത് ചെയ്യാം. ഓക്കെ, താങ്ക് യു. പിന്നെ മൈനർ മ്യൂസിക് നമ്മൾ നൽകിയിട്ടുണ്ട്. അത് നല്ല മൈനർ മ്യൂസിക്കാണ്. പലർക്കും നല്ല ചേഞ്ച് വന്നിട്ടുണ്ട്. പണത്തിൻ്റെ ആവട്ടെ റിലേഷൻഷിപ്പിൻ്റെ ആവട്ടെ. നമ്മളത് ശരിക്കും അത് പെയ്ഡായിട്ട് ഞാൻ മേടിച്ച ക്രിയേറ്റ് ചെയ്ത കാര്യമാണ് മൈനർ മ്യൂസിക്. നമ്മളത് നിങ്ങളെല്ലാം ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് നമ്മൾ ഫ്രീ ആയിട്ട് നൽകുകയാണ്. അതുകൊണ്ട് ഓരോന്ന് റിലേഷൻഷിപ്പ്, ഹെൽത്ത്, അങ്ങനെ ലോട്ടറി, അങ്ങനെ കുറേ ബൈനറി മ്യൂസിക് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് യൂട്യൂബ് നമ്മളെ ചാനൽസിൽ ഇട്ടിട്ട് ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ ഫ്രീ ടൈമിൽ നിങ്ങൾ കേൾക്കുക കേട്ടോ. നേരം നിങ്ങൾക്ക് ചോദിച്ചോ. ക്ലാസ് ഉണ്ടായിരുന്നില്ലേ സാറ്? ക്ലാസ് തന്നിട്ടുണ്ടായിരുന്നല്ലോ ഗ്രൂപ്പിൽ ഓരോ ധ്യാനത്തിന്റെയും. അതപ്പോ സാറ് ലാസ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു മന്ത്ര ധ്യാനം, മന്ത്ര ഹീലിംഗ്. അത് മാത്രം റിപ്പീറ്റ് ചെയ്താൽ മതിയോ, അതോ സാർ എടുത്താൽ മൊത്തം നമ്മൾ റിപ്പീറ്റ് ചെയ്യും? ഏതാണ് ക്ലിയർ ആയില്ല ചോദ്യം. ചക്ര മാനിഫെസ്റ്റേഷന്റെ ചക്ര മാനിഫെസ്റ്റേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ തന്നല്ലോ ഓരോ ചക്രാസിന്റെയും ബ്ലോക്സ് എന്താണെന്നും അതിന് ഓരോ മെഡിറ്റേഷൻ ഒരു ചക്രത്തിന് 2 മെഡിറ്റേഷൻ വീതം തന്നിട്ടുണ്ട്. അതിലെന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് 7 ചക്ര മെഡിറ്റേഷൻ ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഏത് ചക്രത്തിനാണ് ബ്ലോക്ക് കൂടുതലുള്ളത് അത് ചെയ്യുക. ഉദാഹരണത്തിന് നിങ്ങൾക്ക് റിലേഷൻഷിപ്പിൻ്റെ ബ്ലോക്ക് ഉണ്ട്, അനാഹത ചക്രം ചെയ്യുക. നിങ്ങൾക്കൊരു ഇന്റർണൽ സ്ട്രെങ്ത് ഫീൽ ചെയ്യുന്നില്ല, അന്നേരം മണിപൂർ ചക്രത്തിന് ചെയ്യുക. 2 മെഡിറ്റേഷൻസ് ഡെയിലി ചെയ്യുക. അത് അത്രയൊന്നും പിന്നെ എന്നാ പേര് ജസ്റ്റ് ആ പേര് ഇപ്പൊ സാർ പറഞ്ഞില്ലേ ഇന്റേണൽ അങ്ങനെ ഓരോ ഒന്ന് പറയാമോ? ഞാൻ ക്ലാസ്സിൽ കൃത്യമായിട്ട് പറയുന്നുണ്ടല്ലോ. അത് തന്നെ നമ്മൾ കേട്ടിട്ട് പിന്നെ അതുപോലെ അല്ല, ഓരോരോ ചക്രാസിന്റെ കാര്യങ്ങളും വോയിസ് ക്ലിപ്പ്, ടെക്സ്റ്റ്, റൈറ്റപ്പ് എല്ലാം നൽകിയിട്ട് നമ്മൾ നമുക്ക് ഏതാ ബ്ലോക്ക് ബ്ലോക്ക് എന്നുള്ള കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ മനസ്സിലാവും. പറഞ്ഞോളൂ. സാറിന്റെ ക്ലാസ്സിൽ ഞാൻ ആദ്യമായിട്ടാണ് അറ്റൻഡ് ചെയ്യണത്. സാറിന്റെ യൂട്യൂബ് വീഡിയോകള് ഞാൻ കുറെ കണ്ടിട്ടുണ്ട്. ഞാനിപ്പോ എന്താ പറയാ, ഇപ്പൊ ഞാൻ മാനിഫെസ്റ്റ് ചെയ്യണത് മുഴുവനും എനിക്ക് ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ പോലും ഇന്ന് ഞാൻ കാലത്ത് തന്നെ എന്റെ അക്കൗണ്ടിൽ ഒരു 50,000 രൂപ വരണേന്ന് ജസ്റ്റ് നന്ദി എന്ന് പറഞ്ഞു. ഞാൻ വന്നതിന് നന്ദി. വൈകുന്നേരം ആയപ്പോഴേക്കും ഒരു 50,000 രൂപ അക്കൗണ്ടിൽ വന്നു. പിന്നെ ഞാൻ കാറ് മാനിഫെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഒരിക്കലും അത് വെറുതെ ജസ്റ്റ് മാനിഫെസ്റ്റ് ചെയ്തതാണ്. ഒരിക്കലും അത് കിട്ടുന്ന വിചാരിച്ചിട്ടല്ല. പക്ഷെ ഞാനിപ്പോ വാഗനറിന് വേണ്ടിയിട്ട് അഡ്വാൻസ് കൊടുത്തു. വാഗനറാണ്, അത് ഓഫറിന്റെ ഇതിലെ വാഗനർ എന്ന് പറയുമ്പോ വാഗനർ എടുത്തു. അപ്പൊ എന്താ പറയാ, അത് പ്രതീക്ഷിക്കാത്ത ഒരു കാര്യമാണ് ഈ എന്റെ ജീവിതത്തിൽ. ഇപ്പൊ ഈ മാനിഫെസ്റ്റേഷൻ തുടങ്ങിയ പിന്നെ ലോ ഓഫ് അട്രാക്ഷൻ ഞാൻ പ്രാക്ടീസ് ചെയ്ത് തുടങ്ങിയ പിന്നെ എനിക്ക് കിട്ടുന്നത് മെയിൻ ആയിട്ട് ഒപ്പോണ പ്രയറാണ് ചൊല്ലുക. എപ്പോഴും ഒപ്പോണ പ്രയർ ചൊല്ലും. പിന്നെ കാലത്ത് തന്നെ എല്ലാത്തിനും ഗ്രാറ്റിറ്റ്യൂഡ് പറയും. വൈകുന്നേരം ഉറങ്ങുന്നതിന് മുന്നേ ഗ്രാറ്റിറ്റ്യൂഡ് പറയും. ഒരു 6 months ആയിട്ടുള്ളൂ ഇപ്പൊ എനിക്ക് ഇങ്ങനെ ഞാൻ തുടങ്ങിയിട്ട്. എന്റെ കടയിൽ നല്ല കച്ചവടം കാര്യങ്ങളും അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഞാനിപ്പോ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ പറയണത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എന്റെ പോലെ ഞാൻ വളരെ നെഗറ്റീവായ വ്യക്തിയായിരുന്നു. ഇപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കുന്നു. എന്തെങ്കിലും സങ്കടം വന്നാൽ വൈകുന്നേരം നേരം വെളുക്കണ വരെ ഇരുന്ന് ഇങ്ങനെ കരയും. എനിക്കത് കിട്ടിയില്ലല്ലോ, എന്തിനാ എന്നെ ഇങ്ങനെ ഞാൻ ഇത്രയും ഭക്തിയല്ലേ എന്നൊക്കെ ചോദിച്ച് ഇങ്ങനെ സങ്കടം വരും. പക്ഷെ ഞാൻ അതൊക്കെ മാറ്റി ഇപ്പോ ഇങ്ങനെ എല്ലാത്തിനും പോസിറ്റീവായി കണ്ടു തുടങ്ങി. എല്ലാത്തിനും പോസിറ്റീവ് അഫർമേഷൻ കൊടുത്തു തുടങ്ങി കഴിഞ്ഞപ്പോ എനിക്ക് തന്നെ വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്റെ ജീവിതത്തിൽ ഉണ്ടായ ഒരു ചേഞ്ച്. ഞാനൊന്നും വിചാരിക്കണേന്റെ അപ്പുറമായിട്ട് ഇങ്ങനെ വരികയാണ്. എനിക്ക് എന്താ പറയുക, യൂണിവേഴ്സിനോട് ഞാൻ
അത്രയും നന്ദി പറയണത് എന്ന് വെച്ചാ ഇങ്ങനെ പറയണമെന്ന് എനിക്ക് തോന്നി. അങ്ങനെ കുറെ ആൾക്കാരുണ്ടാവുമല്ലോ മാനിഫെസ്റ്റ് ചെയ്താൽ നടക്കോ ഇല്ലെന്ന് അറിയാൻ. അതെന്തായാലും 100% നടന്നിരിക്കുന്നത് എന്റെ ജീവിതത്തിൽ ഉറപ്പിൽ ഞാൻ പറയാണ്. അപ്പൊ അതെന്തായാലും സത്യമായിട്ടുള്ള കാര്യമാണ്. നമ്മുടെ മനസ്സ് ശുദ്ധാക്കി നമ്മൾ മാനിഫെസ്റ്റേഷൻ തുടങ്ങി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് നടന്നിരിക്കും. ഒപ്പോണ പ്രയർ ഭയങ്കര ഒരു ഇതാണ്. സാറിന്റെ കുബേരമുദ്ര പിടിച്ചിട്ടുള്ള മെഡിറ്റേഷനും ഞാൻ ചെയ്യാറുണ്ട് കേട്ടോ. അപ്പൊ അതിലിപ്പോ 2-3 കാര്യങ്ങൾ ഇങ്ങനെ ചെയ്തോണ്ടിരിക്കട്ടെ. മോൾക്ക് PSC നഴ്സിംഗിന്റെ ഗവൺമെന്റ് സീറ്റാണ് ഇപ്പൊ ഞാൻ അങ്ങനെ വിചാരിക്കണത്. പിന്നെ ഒരു കുറിയുണ്ട് ഒരു 10 lakhന്റെ. അപ്പൊ അത് രണ്ടും മാനിഫെസ്റ്റ് ആവുന്ന ഉറപ്പുണ്ട്. ഏതെങ്കിലും ഒരു ഗവൺമെന്റ് സീറ്റ് അവർക്ക് ഉറപ്പാവുന്ന ഉറപ്പുണ്ട്. അങ്ങനെയായി ഞാൻ പറയാം. സാറ് പ്രാർത്ഥിക്കണം. ഞാൻ പ്രാർത്ഥിക്കാം. എന്തായാലും നിങ്ങളെ സ്റ്റോറി വോയിസ് ക്ലിപ്പ് ആയിട്ട് 772 ഒന്ന് അയച്ചോളൂ, ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം. സാർ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. സാറ് പണം 2 വഴിക്കാണ് നമ്മുടെ ലൈഫിലേക്ക് വരുന്നത് പറഞ്ഞിട്ട് അതിൽ ഒന്ന് പ്രോഡക്റ്റ് ഓഫ് സർവീസ് പറഞ്ഞു. പിന്നെ എന്താ പറയാ, പിന്നെ അതിന്റെ കാർമിക് റീസൺസ് അല്ലേ കാർമിക് റീസൺസ്, ലവ്, മണി, അബൻഡൻസ് മൈൻഡ് സെറ്റ്, പ്രോപ്പർ മെന്ററിങ് എന്നൊക്കെ പറഞ്ഞ ടോപ്പിക് പറഞ്ഞില്ലേ? അത് പണത്തിന്റെ അതാണോ രണ്ടാമത്തെ വഴിയാണോ? പ്രൊഡക്റ്റ് സർവീസിന്റെ ബാക്കി പ്രൊഡക്റ്റ് സർവീസ് ജസ്റ്റ് അത് അഡീഷണൽ ആയിട്ട് പറഞ്ഞല്ലോ. അതെ അല്ലെ? അത് ഞാനത് പറയാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്കൊരു പണം ഉണ്ടാക്കണമെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഒന്ന് ജനങ്ങൾക്ക് എന്തെങ്കിലും നൽകണം. ഇപ്പം ഞാൻ നിങ്ങൾക്കൊരു സർവീസ് ഇപ്പം കൺസൾട്ടേഷൻ ആവട്ടെ, കോഴ്സുകളാവട്ടെ, ഞാൻ അറ്റൻഡ് ചെയ്യുന്ന കോഴ്സ് ഞാനും അറ്റൻഡ് ചെയ്യാറുണ്ട്. കോഴ്സുകൾ മെന്ററിങ് എടുക്കാറുണ്ട്, കൺസൾട്ടേഷൻ എടുക്കാറുണ്ട്. അല്ല, ഞാനൊരു സർവീസ് ജനങ്ങൾക്ക് നൽകുന്ന സമയത്താണ് പണം എന്നിലേക്ക് വരിക. അതേപോലെ യൂണിവേഴ്സിൽ നമ്മൾ എന്തെങ്കിലും ജനങ്ങളാണ് പ്രപഞ്ചം എന്ന് പറയുന്നത്, അത് അവർക്ക് എന്തെങ്കിലും നൽകുന്ന സമയത്താണ് അത് തിരികെ വരുന്നത്. അതേപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രൊഡക്റ്റോ സർവീസോ ഉണ്ടെങ്കിൽ അത് ചെയ്യാൻ വേണ്ടി, അതുകൊണ്ടാണ് ഞാൻ അഡീഷണലി പറഞ്ഞത്. ഇത് ലോ ഓഫ് അട്രാക്ഷൻ, ഞാനിപ്പം പറയുന്ന ടോപ്പിക്സിൽ ലോ ഓഫ് അട്രാക്ഷൻ മാത്രമല്ല, ലോ ഓഫ് അട്രാക്ഷൻ ട്രെയിനേഴ്സ് മണി മൈൻഡ് സെറ്റ് എന്നുള്ള കാര്യം മാത്രമേ പറയുള്ളൂ. മണി ചിന്തകൾ മാറ്റുമോ എന്നുള്ള. പക്ഷെ ഞാൻ അങ്ങനെയല്ല, ചിന്തകൾ മാത്രം മാറ്റിയത് കൊണ്ട് കാര്യമില്ല, ബിസിനസ് ചെയ്യണം. ഇപ്പോൾ ഷീന മാഡത്തിനോട് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായാലും വീഡിയോ എഡിറ്റിംഗ് പഠിക്കണം, അതിലൊരു കോംപ്രമൈസും ഇല്ല. പോസ്റ്റർ ഡിസൈനിങ് എന്തായാലും പഠിക്കണം, അതേ പറഞ്ഞത്. കാരണം അത് ചെയ്ത് കഴിഞ്ഞാൽ റിസൾട്ട് ഉണ്ടാവുകയുള്ളൂ. അല്ലാതെ കുറേ പോസിറ്റീവ് ചിന്തിച്ചു കുറേ നല്ല ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞതല്ല. അത് ഇന്നർ വർക്കും ഔട്ട്ഡോർ വർക്കും ചെയ്യണം, അതാണ്. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. ഒരു സന്തോഷം കൂടി പറയണ്ടേ, ഞാൻ കുറച്ച് കാലമായിട്ടുള്ള എൻ്റെ ഒരു സ്വപ്നമായിരുന്നു, ഞാൻ ഹിപ്നോട്ടിക് കൗൺസിലിംഗ് സെന്റർ തുടങ്ങാനുള്ള ഒരു അവസാന ഘട്ടത്തിലേക്ക് എത്തിക്കുക. മിക്കവാറും ഉത്രാട അല്ലെങ്കിൽ തിരുവോണത്തിന്റെ തന്നെ അത് ഓപ്പണിംഗ് ചെയ്യാനുള്ള എല്ലാ ഒരു സാധ്യതയുണ്ട്. സാറിന്റെ അനുഗ്രഹം പ്രാർത്ഥന. അതായത് നിങ്ങൾ അതിന്റെ സ്റ്റോറി ആയിട്ട് ചെയ്യൂ, നമ്മളെ യൂട്യൂബ് ചാനലിടാം, നിങ്ങളുടെ ഫോൺ നമ്പർ കാര്യങ്ങളിലെല്ലാം ഉൾപ്പെടുത്താം. ഹിപ്നോട്ടിക് സെന്റർ തുടങ്ങിയ കാര്യങ്ങളും നിങ്ങൾക്ക് കൗൺസിലിംഗ് ഞാൻ തന്നെ പറയും. ഇതേപോലെ ഹിപ്നോട്ടിക് കൗൺസിലിംഗ് കാര്യങ്ങൾ വേണമെങ്കിൽ പേരെന്തായിരുന്നു, അനു കെ കോൺടാക്ട് ചെയ്യാം. ചെയ്യുന്നതിന് താല്പര്യം. ഇപ്പം സുജാർ മോഹൻ നമ്മുടെ സ്റ്റുഡൻ്റ് ആണ്. അദ്ദേഹം ഇതേപോലെ തന്നെ മെന്ററിങ് കോഴ്സുകൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ സ്റ്റോറി ഇട്ടിട്ടുണ്ട്. നമ്മളെ കുറേ സ്റ്റുഡൻസ് അദ്ദേഹത്തിൻ്റെ സ്റ്റുഡൻസായി മാറിയിട്ടുണ്ട്. അതേപോലെ നിങ്ങൾക്ക് എന്ത് സപ്പോർട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഞാൻ ചെയ്തുതരാം, എന്നാ രീതിയിൽ. ബ്രേസ്ലെറ്റിന്റെ കാര്യം പറയാനുണ്ടായിരുന്നു. പറഞ്ഞോളൂ. അത് നന്നായിട്ട് ഹസ്ബൻഡിന് ഞാൻ പറഞ്ഞില്ലേ, നന്നായിട്ട് ഇപ്പൊ എന്താ പറയാ, ആൾക്ക് നിക്കാൻ സമയമില്ല, അതാണ് സംഭവം. നല്ല സന്തോഷം. നമ്മളെ ഡാൻസ് കാര്യല്ലേ നിങ്ങള്? എലൈൻമെന്റ് മാസ്റ്ററിയിലെ മറ്റേ മെമ്പറാ, എലൈൻമെന്റ് മാസ്റ്ററിയില്ലേ? അതെ. ഓക്കെ, ഇൻസ്റ്റാഗ്രാം വിനീതയായിട്ട് തുടങ്ങിയിട്ട് ഇൻസ്റ്റാഗ്രാം തുടങ്ങിയ അക്കൗണ്ട് തുടങ്ങിയോ? അക്കൗണ്ട് തുടങ്ങി. ഇപ്പൊ ഞങ്ങള് കുറച്ച് പോസ്റ്റ് ചെയ്യാനൊക്കെ തുടങ്ങി. എനിക്ക് ലിങ്ക് അയച്ചു തന്നു, സ്റ്റാറ്റസ് ആക്കി കേട്ടോ. സന്തോഷം. കാരണം നിങ്ങൾ തുടങ്ങിയല്ലോ, അതേ സന്തോഷം. ഓക്കെ, നമ്മുടെ അലൈൻമെന്റ് മാസ്റ്ററിയുടെ മറ്റൊരു മെമ്പറാണ്. അദ്ദേഹം വന്ന സമയത്ത് കുറെ പ്രോബ്ലം ആയിരുന്നു റിലേഷൻഷിപ്പിന്റെ കാര്യങ്ങളിൽ. പണം വന്നു കഴിഞ്ഞാൽ റിലേഷൻഷിപ്പ് എല്ലാം റെഡിയാവും. അറിയാലോ എന്താ പറഞ്ഞല്ലേ, ഹസ്ബൻഡ് ആയിട്ടുള്ളതല്ല, വേറെയാണ്. അതെല്ലാം റെഡിയാവും. അതുകൊണ്ട് അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം. ഞാൻ തന്നെ ആ മെഡിറ്റേഷൻസ് കാര്യങ്ങളെല്ലാം തന്നെ ഫോളോ ചെയ്യാം. നല്ല മാറ്റം. ഞങ്ങള് വീട് പണി തുടങ്ങുകയാണ്. നിങ്ങൾ വിളിച്ച് നമ്മൾ സംസാരിച്ചിരുന്നില്ലേ, വീട് പണീന്റെ രീതി പറഞ്ഞു തന്നില്ലേ? ലോൺ എടുക്കരുത്, 1 രൂപ ലോൺ എടുക്കരുത്. ഓക്കെ, അപ്പൊ ഞങ്ങള് കയ്യിലുള്ളതുകൊണ്ട് കയ്യിലുള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞ ആ രീതിയിൽ തന്നെ തുടങ്ങിയാൽ മതി. ഓക്കെ, എന്തായാലും സന്തോഷം. നല്ല രീതിയിൽ എത്തട്ടെ നിങ്ങൾ. എനിക്ക് സന്തോഷം. സാറിന്റെ ചക്ര ബ്രേസ്ലെറ്റിന്റെ കാര്യം പറഞ്ഞില്ലേ, എനിക്കത് ഇട്ടപ്പോ ഭയങ്കര ചേഞ്ച് തോന്നുന്നു. ഹസ്ബൻഡ് ചോദിക്കണേ ഇനിയും എന്താ
അത് ഇപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളിപ്പോ എന്നാണ് ചോദിക്കുന്നത് നീ ആൾക്ക് പറയണത്. നീ പലരും ചോദിച്ചിരുന്നു നമ്മളെ ക്ലാസ്സിൽ ഇപ്പൊ ചക്ര മാനിഫെസ്റ്റേഷൻ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്ത ഗ്രൂപ്പിൽ മാത്രമാണ് നമ്മൾ ബ്രേസ്ലെറ്റിന്റെ മാത്രം ഇട്ടത്. കാരണം അവർക്ക് ഇതിനെ കുറിച്ച് പ്രോപ്പർ ആയിട്ട് അറിയാൻ പറ്റും, ചക്രാസിനെ കുറിച്ചും കാര്യങ്ങൾ കുറച്ചെല്ലാം. അതുകൊണ്ടാണ് നമ്മൾ ആ ഗ്രൂപ്പിൽ മറ്റ് നമ്മുടെ സൗജന്യ ഗ്രൂപ്പിലെല്ലാം തന്നെ ഇടുന്നതായിരിക്കും ഇന്നോ നാളെയായിട്ട്. കാരണം അത് പ്രൊഡക്ട്സ് നമ്മൾ വെറുതെ കൊടുക്കുകയല്ലേ. ഇപ്പം ചക്ര ബ്രേസ്ലെറ്റ് ആ ബോക്സ് എൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിലായി പോയി ഞാൻ കാണിച്ചു തരുന്നു. അതിൽ മെഡിറ്റേഷൻസും കാര്യങ്ങളുണ്ട്. ആ മെഡിറ്റേഷൻസ് കാര്യങ്ങളെല്ലാം ചെയ്ത് കഴിഞ്ഞാലാണ് 15ാമത്തെ ചക്ര മാനിഫെസ്റ്റേഷൻ ഗ്രൂപ്പിൽ ഉണ്ടായിരുന്നു. അതെ അതുകൊണ്ടാണ് അദ്ദേഹത്തിന് കിട്ടിയത്. സാറിന്റെ 15ാമത്തെ ചക്ര മാനിഫെസ്റ്റേഷൻ ഗ്രൂപ്പ്. അതെ എന്തായാലും സന്തോഷം, നല്ല ചേഞ്ച് വന്നല്ലേ നിങ്ങൾക്ക്, അത് തന്നെ സന്തോഷം. അന്നേരം ഇത്രയും നീ ആർക്കെങ്കിലും സ്റ്റോറീസ് ഷെയർ ചെയ്യണ്ടേ? വന്നു സാറേ എനിക്കുണ്ട്. സുമിഷയാണേ, വീഡിയോ ഓണാക്കാൻ നിർവാഹമില്ല. പറഞ്ഞു. അതെ, ഞാൻ എല്ലാ ദിവസവും മെഡിറ്റേഷൻ ചെയ്യും, ഹോപ്പണോപ്പോ ചെയ്യും. 11 ദിവസം അടുപ്പിച്ച് ചെയ്തു. 11ാമത്തെ ദിവസം എന്റെ ആഗ്രഹം എന്ന് പറഞ്ഞാല് ഞാനിപ്പോ മെറ്റേണിറ്റി ലീവിലായിരുന്നു. അപ്പൊ ഒരു ജോലിയിൽ ഒരു സ്റ്റക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്റെ 11ാമത്തെ ദിവസത്തെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ ജോലിയിലോട്ട് എന്നെ വീണ്ടും തിരിച്ചു വിളിക്കണം എന്തായിരുന്നു. പക്ഷെ ഇന്ന് എനിക്ക് കോള് വന്നു. അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷമായി. സാർ എന്നെ തിരിച്ചു വിളിച്ചിട്ട് പറഞ്ഞു എന്തായാലും ആ ഒരു ലൊക്കേഷൻ ഒഴിവാക്കുമെന്നാണ് ആദ്യം പറഞ്ഞത്. പക്ഷെ ആ ലൊക്കേഷനിലോട്ട് കൂടുതൽ ലൊക്കേഷൻ ആഡ് ചെയ്യും, സുമിഷൻ ഒരു കാരണവശാലും ഒഴിവാക്കരുതെന്ന് ഹെഡ് ഓഫീസിൽ നിന്ന് ഇൻഫർമേഷൻ വന്നു എന്ന് പറഞ്ഞു. ഭയങ്കര സന്തോഷം. പിന്നെ ഒരു കാര്യം കൂടി ഉണ്ട്. അത് കഴിഞ്ഞിട്ട് കുഞ്ഞിന് ഡെലിവറി കഴിഞ്ഞിട്ട് 1 മാസം ആയിട്ടുള്ളൂ. അപ്പൊ കുഞ്ഞിന് ഇഞ്ചക്ഷൻ ഒക്കെ കഴിഞ്ഞപ്പോ പനിയൊക്കെ വന്ന് കുറച്ച് മെഡിറ്റേഷൻ മുടങ്ങി. എനിക്കപ്പൊ മനസ്സ് സന്തോഷമായിട്ടിരിക്കുമ്പോഴാണ് നമ്മളിത് ചെയ്യണമല്ലോ. അപ്പൊ 12ാമത്തെ ദിവസം തൊട്ട് 14 ദിവസം ചെയ്തു. പിന്നെ 3 ദിവസം എനിക്ക് മുടങ്ങിപ്പോയി. അപ്പൊ അത് എന്തെങ്കിലും കുഴപ്പം കൂടി ഉണ്ടോ? അതും കൂടി ഒന്നും കുഴപ്പമായിട്ട് നിങ്ങൾ ടെക്നിക്സ് യൂസ് ചെയ്യുന്ന സമയത്ത് ഒന്നും നിങ്ങൾ ഒരേ ഒരു കാര്യം ചിന്തിച്ച് നിങ്ങൾ മൈൻഡ് സെറ്റിനെ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഇത് നിങ്ങൾ ഫോഴ്സ്ഫുള്ളി, അതായത് ഞാൻ പറഞ്ഞ ഒരു ടെക്നിക്കോ കാര്യങ്ങളൊന്നും ഫോഴ്സ് ചെയ്തിട്ട് ഉപയോഗിക്കുന്നില്ല. നിങ്ങൾ ഹാപ്പി ആയിട്ട് നിങ്ങൾ എൻജോയ് ചെയ്തുകൊണ്ട് ഉപയോഗിക്കാൻ വേണ്ടി ശ്രമിക്കുക. അതുകൊണ്ടാണ് ഞാൻ ഈ സംസാരിക്കുന്ന സമയത്തും നിങ്ങളൊരു ഫോഴ്സ് ചെയ്ത് നിങ്ങൾക്കൊരു മെൻറ്ററായിട്ട് അല്ലെങ്കിൽ വലിയൊരു ട്രെയിനറായിട്ടൊന്നും ഞാനത് ചെയ്യാത്തതെന്ന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിലേക്ക് ഇറങ്ങി ചെന്ന് ഞാൻ പറയണമെങ്കിൽ ഞാനൊരു കോട്ടോ സൂട്ടോ ഇട്ടിട്ട് ടൈ എനിക്ക് കെട്ടിയാലും എല്ലാം സാധിക്കും. ഞാനത് കുറച്ച് ഞാനത് ചെയ്യും. പക്ഷെ ഇപ്പം ചെയ്യാത്തതെന്ന് വെച്ചാൽ നിങ്ങളുടെ ഒരു ചേഞ്ച് വേണം എന്നുള്ളത് കൊണ്ടാണ് ഞാൻ നിങ്ങളൊരു ബ്രദറിനെ പോലെ, ഒരു സുഹൃത്തിനെ പോലെ, ഒരു സഹോദരനെ പോലെ എല്ലാമാണ് ഞാൻ സംസാരിക്കുന്നത്. അത് സംസാരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കറക്റ്റായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. എന്നാലാണ് നിങ്ങൾ അഡാപ്റ്റബിലിറ്റി വരും, അതിനെ റിസീവ് ചെയ്യാനുള്ള ഒരു മനസ്സ് വരികയുള്ളൂ. അതുകൊണ്ട് സന്തോഷം. ഇപ്പം പറഞ്ഞു തന്നെ അദ്ദേഹം ആ വോയിസ് ക്ലിപ്പായിട്ട് അയക്കുക കേട്ടോ. എന്തായാലും കൃഷ്ണ മാഡത്തിന്റെ സക്സസ് സ്റ്റോറി ഭയങ്കര എനിക്ക് ഇഷ്ടമായിട്ടുണ്ട്. നിങ്ങൾ എന്തായാലും അത് തുടങ്ങിയല്ലോ, മീൻസ് ബിസിനസ്സും കാര്യങ്ങളും ഗ്രോത്ത് വന്നല്ലോ, സന്തോഷം. കാരണം അദ്ദേഹത്തിന്റെ ഇപ്പോൾ ഇദ്ദേഹത്തിന്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നെറ്റിന് പ്രശ്നം ഉണ്ടായത്. അതുകൊണ്ട് എനിക്ക് ലൈവ് ക്ലാസ്സിൽ ഇപ്പോൾ എലൈൻമെന്റ് മാസ്റ്ററിൽ നമ്മളെപ്പോഴും ഡൗട്ട്സോ കാര്യങ്ങളിലെ ചോദിക്കുന്നു പറയാം. എന്നാൽ ഇദ്ദേഹത്തിന് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാൻ പറ്റില്ല, കാരണം നെറ്റിന് പ്രശ്നമുണ്ടായി. അതുകൊണ്ട് ഞാൻ പേഴ്സണലി വിളിച്ചിട്ട് ഒരു തവണ എവിടെയോ യാത്ര ചെയ്യുന്ന സമയത്ത് പേഴ്സണലി വിളിച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. ഓക്കെ, എന്തായാലും സന്തോഷം. മാനിഫെസ്റ്റേഷന്റെ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാൻ എന്താ ചെയ്യേണ്ടത്? അത് ഇനിയുള്ള പെയ്ഡ് ക്ലാസ്സിലേക്ക് വരുന്ന സമയത്ത് ഞാൻ അറിയിക്കാം, എന്തായാലും ഗ്രൂപ്പിൽ അറിയിക്കാം. ഓക്കെ, ഇപ്പം ഞാൻ കഴിഞ്ഞ മാസമായിട്ട് അങ്ങനെ പെയ്ഡ് ക്ലാസ് തുടങ്ങിയിട്ടില്ല. ഇനി എലൈൻമെന്റ് മാസ്റ്ററിയാണ്. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, എലൈൻമെന്റ് മാസ്റ്ററി അത്ര റിസൾട്ട് ഉണ്ടാക്കി, അത്രയും ചേഞ്ച് ഉണ്ടാക്കി വെറുതെ അല്ല പറഞ്ഞത്. അത് അന്നേരം പറയുന്നേരം ആ ക്ലാസ്സിൽ പങ്കെടുത്ത ആരും ഞാൻ കണ്ടില്ല. ഇപ്പോൾ ഷീല മേഡം പറഞ്ഞു, കൃഷ്ണജയും പറഞ്ഞു. അത് തന്നെയാണ് സന്തോഷം. ഇത് വെറുതെ പറയുന്നില്ല, എനിക്ക് വെറുതെ ഫേക്കായിട്ട് വാർത്ത ഉണ്ടാക്കിയതാണ്. അത് തുടങ്ങുന്ന സമയത്ത് അറിയിക്കാം. അത് ഞാനത് ക്ലാസ്സിൽ എന്താ കൊടുക്കുന്നതിൽ പ്രസന്റേഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ ക്ലാസ് കഴിഞ്ഞ ലൈവിലും കഴിഞ്ഞ മുന്നത്തെ ലൈവിലും എനിക്ക് ഈ പെയ്ഡ് ക്ലാസ്സിനെ കുറിച്ച് ഇങ്ങനെ ലൈവിൽ വന്ന് പറയാന്ന് വെച്ചാൽ എനിക്കെന്തോ അത് തെറ്റാണ്. ഞാൻ എന്തായാലും പറയുന്നിരിക്കും പെയ്ഡ് ക്ലാസ്സിനെ കുറിച്ച്. അതുകൊണ്ടാണ് ഞാനൊരു പെയ്ഡ് ക്ലാസ്സിനെ കുറിച്ചും ഫ്രീ ക്ലാസ് ഞാനത് പറയാത്തത്. അതൊരു മിസ്റ്റേക്കാണ്. എന്നാൽ നമ്മളെ സക്സസ് സ്റ്റോറി അയച്ചിരുന്ന വ്യക്തിയോട് ഞാൻ നന്ദി പറയണം. അതോടൊപ്പം തന്നെ നിങ്ങളെ വോയിസ് ക്ലിപ്പ് 772 നമ്പറിലിടാം, നമ്മളെ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം. എല്ലാവരും തുളസി ആയാലും എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യാം. ഇനി നമുക്ക് മെഡിറ്റേഷൻ ചെയ്താലോ? ഓക്കെ, അതായത് മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ എലൈൻമെന്റ് മാസ്റ്ററിയിൽ ഞാൻ ആകെ ചെയ്യിക്കുന്ന ഒരേ ഒരു കാര്യം മെഡിറ്റേഷനാണ്. ഓരോരോ ടൈപ്പ് മെഡിറ്റേഷൻ ഉണ്ട്. ഇപ്പം നമ്മൾ ചെയ്യാൻ പോകുന്നത് അബണ്ടൻസ് മെഡിറ്റേഷനാണ്. ഒരു ഗോൾഡൻ ലൈറ്റ് മെഡിറ്റേഷൻ എന്ന് പറയും. നമ്മളെ സഹസ്രാര ചക്രം വഴി ശരീരത്തിലേക്കെല്ലാം പ്രവേശിച്ചില്ല ഒരു ഗോൾഡൻ ലൈറ്റ് മെഡിറ്റേഷനാണ്. ഇന്ന് പണത്തിൻ്റെ കാര്യമാണല്ലോ നമ്മൾ പറഞ്ഞത്. അതുകൊണ്ടാണ് ഗോൾഡൻ ലൈറ്റ് മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. നമ്മൾ എലൈൻമെന്റ് മാസ്റ്ററിയിൽ ഏകദേശം ഒരു 3-4 ദിവസം ചെയ്തൊരു മെഡിറ്റേഷനാണിത് കേട്ടോ. അന്നേരം എല്ലാവരും കണ്ണുകൾ അടച്ചിരിക്കുക. കുബേരമുദ്ര, ഇതാണ് കുബേരമുദ്ര. എല്ലാവർക്കും മനസ്സിലായില്ലേ?
2 കൈകളിലാണ് വെക്കേണ്ടത്. ഒരു കൈകളിൽ മാത്രമേ, 2 കൈകളിലും വെക്കണം. പിടിച്ച് പ്രസ് ചെയ്യാൻ പാടില്ല. ഫെദർ ടച്ച്, ലൈറ്റായിട്ടൊന്ന് ടച്ച് ചെയ്ത്. കുബേരൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ വെൽത്തിൻ്റെ, അബൻഡൻസിൻ്റെ ദേവതയായിട്ടാണ് കരുതുന്നത്. അത് ഈ മുദ്ര എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ അഗ്നിതത്വം കൊണ്ട് നമ്മളെ വായുതത്വവും ആകാശതത്വത്തെയും നമ്മൾ ബാലൻസ് ചെയ്യാണ് ചെയ്യുന്നത്. അതാണ് ഈ മുദ്രയുടെ പ്രത്യേകത. എല്ലാവരും കണ്ണുകൾ അടക്കുക. ഞാൻ പറയുന്ന രീതിയിലേക്ക് മെഡിറ്റേഷൻ കൊണ്ടുവരിക. ശ്വാസം സാവധാനം ഉള്ളിലേക്ക് എടുക്കുക. ശ്വാസം സാവധാനം പുറത്തേക്ക് വിടുക. ഓരോ ശ്വാസനിശ്വാസവും ശരീരം കൂടുതലായതായി സങ്കല്പിക്കുക. നിങ്ങളുടെ തലമുടി, നിങ്ങളുടെ മുഖം മുഴുവനായും ശ്രദ്ധിക്കുക. കണ്ണുകൾ, കാത്, ചുണ്ടുകൾ എല്ലാം തന്നെ ശ്രദ്ധിക്കുക. നിങ്ങളുടെ കഴുത്ത് ശ്രദ്ധിക്കുക. നിങ്ങളുടെ ഹൃദയഭാഗം ശ്രദ്ധിക്കുക. അവിടെ ഏതുതരം സംവേദനയാണ് ഉള്ളത്, അഥവാ എങ്ങനെയുള്ള അനുഭവങ്ങളാണ് നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കുന്നത്. നിങ്ങളുടെ ഇരു കൈകളെയും ശ്രദ്ധിക്കുക. നിങ്ങളുടെ വയറിന്റെ ഭാഗം ശ്രദ്ധിക്കുക. പൂർണ്ണമായും ശാന്തമാവുകയാണ് ശരീരം മുഴുവനായും. നിങ്ങളുടെ ലൈംഗിക അവയവത്തെ ശ്രദ്ധിക്കുക. ഇരു കാലുകളും ശ്രദ്ധിക്കുക. എല്ലാം തന്നെ ശാന്തമായി സ്ഥിതി ചെയ്യുന്നു. വീണ്ടും ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. സാവധാനം പുറത്തേക്ക് വിടുക. ആകാശത്തിൽ നിന്നും ഒരു സ്വർണ്ണ കളർ പ്രകാശം, ഒരു സുവർണ നിറമുള്ള ഗോൾഡൻ ലൈറ്റ് ഭൂമിയിലേക്ക് വരികയാണ്. സാവധാനം ആ പ്രകാശം നിങ്ങളുടെ വീടിന്റെ മുകൾ ഭാഗത്തായി എത്തുന്നു. നിങ്ങളുടെ മൂർധാവിന്റെ തൊട്ടു മുകൾ ഭാഗത്തായി ആ ഒരു സ്വർണപ്രകാശം എത്തുകയാണ്. നിങ്ങളുടെ തലയൊട്ടിയുടെ ഭാഗത്ത് ഏതെങ്കിലും രീതിയിലുള്ള സംവേദന അനുഭവിക്കാൻ സാധിക്കുന്നുണ്ടോ? എങ്ങനെയുള്ള സെൻസേഷനാണ് നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കുന്നത്? സാവധാനം ആ സ്വർണപ്രകാശം നിങ്ങളുടെ മൂർധാവിലൂടെ തലയിലേക്ക് എത്തുകയാണ്. തലയുടെ ഉള്ളിലേക്ക് ആ സ്വർണപ്രകാശം എത്തുകയാണ്. സാവധാനം താഴെ ഇറങ്ങിയാണ് ആ പ്രകാശം. നിങ്ങളുടെ കഴുത്തിലൂടെ ആ സ്വർണപ്രകാശം ശരീരം മുഴുവനായും വ്യാപിക്കുകയാണ്. നിങ്ങളുടെ അകക്കണ്ണുകൊണ്ട് നിങ്ങളുടെ ശരീരം കാണാൻ ശ്രമിക്കുക.
നിങ്ങളുടെ മുഖവും ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും ആ ഒരു സ്വർണ്ണ കളർ ആയി മാറുകയാണ്. നിങ്ങളുടെ ശരീരത്തിലെ ഓരോ കോശാന്തരങ്ങളിലേക്കും ആ ഒരു ദൈവികമായ സ്വർണപ്രകാശത്താൽ നിറഞ്ഞു നിൽക്കുകയാണ്. നിങ്ങളുടെ ശരീരത്തിന് ഭാരമില്ലായ്മ അനുഭവിക്കാൻ സാധിക്കുന്നുണ്ടോ? നിങ്ങളുടെ ഹൃദയവും നിങ്ങളുടെ മനസ്സും നിങ്ങളുടെ ശരീരവും ഇപ്പോൾ പൂർണ്ണമായും ദൈവികതയിലാണുള്ളത്. നിങ്ങളുടെ മനസ്സിലുള്ള എല്ലാ ബ്ലോക്കുകളും മാറി ഈ നിമിഷത്തിൽ സന്തോഷത്തോടെയാണ് നിങ്ങൾ സ്ഥിതി ചെയ്യുന്നത്. നിങ്ങളുടെ സ്വപ്ന ജീവിതം എങ്ങനെയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? നിങ്ങൾ ഏതരം ജോലിയാണ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്? അതോ ബിസിനസ് ആണോ? നിങ്ങൾ ആ ഒരു ജോലി അല്ലെങ്കിൽ ബിസിനസ് നല്ല രീതിയിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിലൂടെ നിങ്ങൾക്ക് അംഗീകാരവും പ്രശസ്തിയും എല്ലാം തന്നെ ലഭിക്കുന്നതാണ്. അതിന് സന്തോഷം അനുഭവിക്കുക. നിങ്ങളുടെ മുഖത്ത് അതിൻ്റെ പുഞ്ചിരി കൊണ്ടുവരിക. നിങ്ങളുടെ ബിസിനസ് അഥവാ ജോലി എല്ലാം തന്നെ ഉയർന്ന നിലയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിലൂടെ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് പണം വലിയ രീതിയിൽ തന്നെ വന്നുകൊണ്ടിരിക്കുന്നു. ഓരോ ദിവസവും ഓരോ നിമിഷവും നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് പണം വന്നുകൊണ്ടിരിക്കുകയാണ്. ആയിരങ്ങളായി, ലക്ഷങ്ങളായി, കോടികളായി എല്ലാം തന്നെ വന്നുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ ആ സന്തോഷം നിങ്ങളുടെ മുഖത്ത് കൊണ്ടുവരിക. മുഖത്ത് ഇളം പുഞ്ചിരി കൊണ്ടുവരിക. ശരീരത്തിൽ ഒരു കോരിത്തരിപ്പ് അനുഭവിക്കാൻ സാധിക്കുന്നുണ്ടോ? അതെ, ഞാൻ സമ്പന്നയായ വ്യക്തിയായി മാറിയിരിക്കുകയാണ്. സമ്പത്ത് എന്ന് പറയുന്നത് എൻ്റെ സുഹൃത്താണ്. പണം നിരവധി വഴികളിലൂടെ എന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അതിന് ഞാൻ പ്രപഞ്ചശക്തിക്ക് അഥവാ ഞാൻ വിശ്വസിക്കുന്ന ദൈവത്തിന് നന്ദി പറയുകയാണ്. എൻ്റെ ജീവിതം ഇന്ന് ശാന്തിയും സമാധാനവും നിറഞ്ഞു നിൽക്കുകയാണ്. അതിനെല്ലാം ഞാൻ എൻ്റെ ഉള്ളിലുള്ള ആ ദൈവികമായ ചൈതന്യത്തോട് നന്ദി പറയുകയാണ്. നന്ദി, നന്ദി, നന്ദി. എൻ്റെ നാട്ടിലെ ഏറ്റവും സമ്പന്നമായ വ്യക്തിയായി ഞാൻ മാറുകയാണ്. ഏതരം വസ്ത്രങ്ങളാണ് നിങ്ങൾ അപ്പോൾ ഉടുക്കാൻ ആഗ്രഹിക്കുന്നത്? ആ ഒരു വസ്ത്രത്തിലാണ് നിങ്ങളിപ്പോൾ ഉള്ളത്. ആ ഒരു വസ്ത്രത്തെ മനസ്സിൽ കാണുക. ആ ഒരു വസ്ത്രം എങ്ങനെയാണ് നിങ്ങൾ ഉടുക്കാൻ പോകുന്നത്? അതെല്ലാം തന്നെ നിങ്ങൾ കാണുകയാണ്. നിങ്ങൾ ഏറ്റവും മനോഹരമായതും നിങ്ങൾ ആഗ്രഹിക്കുന്നതുമായ ആ ഒരു കാറ്, അതിൻ്റെ കളർ എന്താണ്? അതിൻ്റെ ഉള്ളിലുള്ള ഇന്റീരിയർ എങ്ങനെയുള്ളതാണെന്ന് കാണാൻ ശ്രമിക്കുക. നിങ്ങളുടെ പങ്കാളി, നിങ്ങളുടെ രക്ഷിതാക്കൾ, നിങ്ങളുടെ മക്കൾ എല്ലാവരും സന്തോഷത്തിലാണ് ഉള്ളത്. നിങ്ങളുടെ കൺമുന്നിൽ നിങ്ങളുടെ പങ്കാളി സന്തോഷത്തോടെ അഭിമാനത്തോടെയുണ്ട്. ആ ഒരു വ്യക്തി നിങ്ങളെ അംഗീകരിക്കുന്ന, നിങ്ങളെ അഭിമാനിക്കുന്ന എല്ലാത്തിനും ഞാൻ പ്രപഞ്ചശക്തിക്ക് നന്ദി പറയുന്നു. അഥവാ ഞാൻ വിശ്വസിക്കുന്ന ദൈവത്തിന് നന്ദി പറയുന്നു.
ഈ നിമിഷത്തിൽ നിങ്ങൾ നിങ്ങളുടെ ആ ഒരു സ്വപ്ന ജീവിതത്തിലാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ ഓരോ കോശങ്ങളും ഓരോ രോമങ്ങളും എല്ലാം തന്നെ അതിനെ അനുഭവിക്കുകയാണ്, അതിനെ ആനന്ദത്തോടെ ജീവിക്കുകയാണ് ചെയ്യുന്നത്. അത് സ്വപ്നമല്ല, മറിച്ച് അത് സത്യമാണ്. ഓരോ നിമിഷവും എന്നിലേക്ക് പണം വന്നുകൊണ്ടിരിക്കുന്നു. പണമെന്ന് പറയുന്നത് എൻ്റെ സുഹൃത്താണ്. നന്ദി, നന്ദി, നന്ദി. ശരീരത്തിലെ ഓരോ അവയവങ്ങളിലേക്കും ഓരോ ഇന്ദ്രിയങ്ങളിലേക്കും അതിൻ്റെ സന്തോഷവും അതിൻ്റെ കൃതജ്ഞതാഭാവവും എല്ലാം തന്നെ കൊടുക്കുക. കൈകൾ പരസ്പരം ഉരസുക, കണ്ണുകളിലേക്ക് ഊർജം പകരുക. എങ്ങനെയുണ്ടായിരുന്നു മെഡിറ്റേഷൻ? ആദ്യം തന്നെ പറഞ്ഞു നല്ല മെഡിറ്റേഷൻ ആയിരുന്നു, ഉറക്കം വന്നു പോയി. അല്ല, ഉറക്കം അത്രയ്ക്ക് നല്ല അത്ര നല്ല മെഡിറ്റേഷൻ ആയിരുന്നു. ഈവൻ നമ്മളെ എലൈൻമെന്റ് മാസ്റ്ററിയിൽ മെയിൻ ആയിട്ടുള്ള, ഞാൻ സത്യത്തിൽ എലൈൻമെന്റ് മാസ്റ്ററി എന്ന് പറഞ്ഞ മെഡിറ്റേഷൻ മാത്രം ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഉദ്ദേശിച്ചത്. പിന്നെ കുറെ ക്ലാസ്സുകളും മെഡിറ്റേഷന് മാത്രമായിട്ടാണ് എലൈൻമെന്റ് മാസ്റ്ററി. മെയിനായിട്ട് ഞാൻ എലൈൻമെന്റ് മാസ്റ്ററിയിൽ മെഡിറ്റേഷൻ തന്നെയാണ്. ഓരോ ദിവസവും ഇന്നർജി ഹീലിംഗ്, ഫോറിനേഴ്സ്, സെൽഫ് ലവ്, ഗ്രാറ്റിറ്റ്യൂഡ്, വിഷ്വലൈസേഷൻ, കാർമിക് റിമൂവൽ മെഡിറ്റേഷൻ, അങ്ങനെ കുറേ മെഡിറ്റേഷൻസാണ് ചെയ്യാറ്. അതുകൊണ്ടാണ് ഇത്ര റിസൾട്ട്. എന്നാലും എല്ലാവരെയും കാണാൻ സാധിച്ചല്ലോ, എല്ലാവരുമായിട്ട് സംസാരിക്കാൻ നമുക്ക് തന്നെ സാറ് പറയുന്നതൊക്കെ ആലോചിച്ച് നമുക്ക് ചെയ്യാൻ പറ്റുമോ? അതോ ചെയ്യാൻ പറ്റും. സാറിന്റെ വോയിസ് മോഡുലേഷനും പിന്നെ മെഡിറ്റേഷന്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും വല്ലാത്തൊരു നല്ലൊരു എക്സ്പീരിയൻസ്. ശരിക്കും അതിൽ നമ്മൾ ലൈവായിട്ട് നിൽക്കുക എന്നുള്ളൊരു ഫീൽ. ഞാൻ അന്നും പറഞ്ഞില്ലേ സാറിനോട്, മണിയുടെ 2 ആഴ്ച മുമ്പത്തെ ക്ലാസ്സിൽ, ശരിക്കും നമ്മൾ അവിടെ ആ ഒരു ലൈഫില് ജീവിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളൊരു ഫീലിംഗ് തന്നെയാണ്. അത് കൂടെ നമുക്ക് പറയാൻ പറ്റില്ല. അത് ഞാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഫീൽ ചെയ്തുകൊണ്ട് അതിൻ്റെ വോയിസ് മോഡുലേഷനും ബൈനർ മ്യൂസിക്, അത് കസ്റ്റമൈസ് ചെയ്തിട്ടുള്ള ബൈനർ മ്യൂസിക്കാണ്. അതെല്ലാം ആഡ് ചെയ്തിട്ട് ചെയ്യുന്നത് കൊണ്ടാണ് ഇത്രയും റിസൾട്ട്. അതാണ് ഞാൻ ഓരോരോ മെഡിറ്റേഷൻ, ഇപ്പം അലൈൻമെന്റ് മാസ്റ്ററിയുടെ ഓരോ ദിവസവും ഓരോരോ മെഡിറ്റേഷനും ബൈനർ മ്യൂസിക് ആഡ് ചെയ്തിട്ടാണ് കൊടുക്കാറ്. അതുകൊണ്ടാണ് അത്രയും ചേഞ്ച് ചെയ്തത്. അത് കഴിഞ്ഞ ലൈവിലും കഴിഞ്ഞിട്ട് മുന്നിൽ ലൈവിലും അലൈൻമെന്റ് മാസ്റ്ററി എന്താണ് വോയിസ് ക്ലിയർ ആവില്ല. ഓക്കെ, റേഞ്ചിന്റെ പ്രോബ്ലം എന്ന് തോന്നുന്നു. റേഞ്ച് പിന്നെയും പോയി. ഓക്കെ, പറഞ്ഞോളൂ. ഞാന് വിഷൻ ബോർഡില് അതേപോലെ ജേണലിലും 2 കാര്യങ്ങൾ എഴുതിയിരുന്നു. ഒരു 10 lakh കുറി അച്ചീവ് ചെയ്യണതും നടക്കിടുന്നതും 3 lakhന്റെ കുറി എഴുതിയിരുന്നു കേട്ടോ. എന്നിട്ട് എനിക്ക് എല്ലാ മാസവും 7-ാം തീയതി ഞാന് പോയി നടക്കെടുക്കുന്ന സ്ഥലത്ത് ചെന്ന് പ്രാർത്ഥിക്കും. അപ്പൊ പ്രാർത്ഥിച്ചിട്ട് പക്ഷെ കിട്ടാറില്ല കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ 2 മാസം കഴിഞ്ഞല്ല, അപ്പൊ കഴിഞ്ഞ മാസം കിട്ടിയതല്ല. അപ്പൊ ആ മാസം എനിക്ക് പോവാൻ പറ്റാതെ ഞാൻ സത്യം പറയാ ഡേറ്റ് ഒക്കെ മറന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്ക് ഇങ്ങോട്ട് വിളി വരുന്നത് 3 lakh കുറി കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അതിന്റെ 2 എന്താണ് വിഷൻ ബോർഡിൽ എഴുതിയത് 10 lakhും 3 lakhും. ഞാൻ 3 lakh വെട്ടിയിട്ടു. ഇപ്പൊ എന്തായാലും മറക്കാതെ തന്നെ ഞാനത് യൂണിവേഴ്സിന് വിട്ടുകൊടുത്തു. ഞാൻ എത്രയും പ്രാർത്ഥിച്ചില്ലേ, ഇനി ഞാനത് യൂണിവേഴ്സിന് വിട്ടുകൊടുക്കാന്ന് പറയുന്ന കാര്യമാണ്. അപ്പൊ എനിക്കത് എന്താ പറയാ, ഞാൻ പ്രതീക്ഷിക്കാതിരിക്കുന്ന സമയത്ത് എനിക്കത് കിട്ടി. അത് എന്താ എനിക്ക് സന്തോഷം. പിന്നെ അതുപോലെ ഞാൻ ടൈം വേണ്ടിട്ട് റിങ് എടുക്കാന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അത് ഒരിക്കലും വിചാരിക്കുകയാണ്, വെറുതെ മനസ്സിൽ ആഗ്രഹം തോന്നി. അതെന്താ പറയാ അതെന്താ പറയാ, നമ്മൾ എപ്പോഴാണോ നിഷ്കളങ്കത, ഇപ്പം ഈ ബൈബിൾ പറഞ്ഞിട്ടുണ്ട് കുട്ടികൾക്കാണ് സ്വർഗരാജ്യത്ത് പ്രവേശനമുള്ളതെന്ന്. അത് ശരിക്കും കുട്ടികൾ എന്ന് പറയുന്ന ചെറിയ കുട്ടികളല്ല, നിങ്ങളുടെ മനസ്സിൽ നിഷ്കളങ്കത. അതാണ് എല്ലാവരും പറയും, സാർ എൻ്റെ ട്രെയിനേഴ്സും എല്ലാം തന്നെ പറയുന്നത്, നീ ഇങ്ങനെ ഇന്നസെൻസ് ആയിട്ട്, കാരണം ഇന്നസെൻസ് എന്ന് വെച്ചാൽ എൻ്റെ ഒരു ക്യാരക്ടർ തന്നെയാണ് ഞാൻ കാണിക്കുന്നത്. ഞാൻ ഓവർ ഇന്നസെൻറ്റോ കാര്യങ്ങളോ ഒന്നുമല്ലേ, അത് തെറ്റിരിക്കരുത്.
ഇപ്പം ഞാൻ സംസാരിക്കുന്നത് ഞാനായിട്ട് തന്നെയാണ് സംസാരിക്കുക. അത് ഇന്നസെൻസും കാര്യങ്ങളും നമ്മുടെ ഉള്ളിലെ ഒരു കുട്ടിയുണ്ട്, ആ കുട്ടിയാണ്. ഇപ്പോൾ എനിക്കത് ചിരിച്ച് കളിച്ച് സംസാരിക്കാൻ പറ്റുന്നതെന്താണെന്ന് അറിയാം, എനിക്ക് എൻ്റെ ഇന്നർ ചൈൽഡ് ഹീലായതുകൊണ്ടാണ്. അല്ലെങ്കിൽ എനിക്ക് ടെൻഷനാണ് സംസാരിക്കുന്നത്. പണ്ടല്ല എനിക്ക് സംസാരിക്കുന്ന നേരം വെട്ടുന്നേരം ഉന്നീര് പറ്റിപ്പോൾ ഇപ്പം ടെൻഷനാണ്. ഈ ടെൻഷനും കാര്യങ്ങളും ഇപ്പം നിങ്ങളെ സംസാരിക്കുന്നത് ലവിലാണ്, സ്നേഹത്തിലാണ് സംസാരിക്കുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്, നിങ്ങൾക്ക് ആ ഒരു വൈബ്രേഷൻ ഫീൽ ചെയ്യുന്നത്. അന്നേരം തുളസി ഗോപകുമാർ എന്തായാലും 772 എൻ്റെ നമ്പറിൽ 772 അയക്കുക വോയിസ് ക്ലിപ്പ്. എന്തായാലും നമുക്ക് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാമല്ലോ. അതേപോലെ തന്നെ ഇപ്പോൾ ഏകദേശം 1 മണിക്കൂർ എല്ലാ ലൈവും ഫ്രീ ലൈവ് 1 മണിക്കൂർ എന്ന് പറയുകയാണെങ്കിലും 1.5 മണിക്കൂറാവും. ഇത് കഴിഞ്ഞ് ഞാൻ കൺസൾട്ടേഷൻ ഉണ്ട്. എന്നാലും ഞാനത് എൻജോയ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. കൺസൾട്ടേഷൻ എന്ത് തന്നെയാണ് എൻജോയ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. നമ്മൾ ഇഷ്ടപ്പെടുന്ന കാര്യം എൻജോയ് ചെയ്യുന്ന സമയത്ത് നമുക്ക് പണം എന്ന് പറയുന്നത് ഒരു ബൈ പ്രോഡക്റ്റാണ്. അതുകൊണ്ടാണ് ഞാൻ ഇപ്പം ചിന്തിക്കുന്നത് പണം പല ട്രെയിനേഴ്സ് എന്ന് വെച്ചാൽ പണം അവർ കൊടുക്കുന്ന പല ട്രെയിനേഴ്സിൻ്റെ ട്രെയിനിങ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിലും അവരെല്ലാം പണം എന്ന് ചിന്തിച്ച് മാത്രം നിൽക്കുകയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം പണത്തേക്കാൾ ഉപരി ഞാൻ ഈ ചെയ്യുന്നതിൽ ഹാപ്പിനെസ് കണ്ടെത്തുന്നുണ്ട്. പണം എന്നെ സംബന്ധിച്ചിടത്തോളം ബൈ പ്രൊഡക്റ്റാണ്. ആൾക്കാരെ ചേഞ്ചസ്, നിങ്ങളിലെ ചേഞ്ചസ് ആണ് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ സക്സസ്. എനിക്ക് പണം കിട്ടുന്നതിനേക്കാൾ ഉപരിയായിട്ട് എനിക്ക് ചേഞ്ചസ്, നിങ്ങളുടെ ലൈഫിൽ ചേഞ്ച് മിറാക്കിൾ സംഭവിക്കുന്നതാണ് എനിക്ക് സന്തോഷം ചെയ്യുന്നത്. പണം എനിക്ക് സന്തോഷം നൽകുന്നു, പക്ഷേ അതിനേക്കാൾ ഉപരി നമ്മുടെ ക്ലാസ്, നമ്മൾ കൊടുക്കുന്ന ഒരു സർവീസോ പ്രൊഡക്റ്റോ കൊടുത്തു കഴിഞ്ഞാൽ അതിൽ ചേഞ്ച് ചെയ്യുന്ന സമയത്താണ് എനിക്ക് സന്തോഷം. അല്ലാതെ കുറേ ലക്ഷങ്ങളോ കോടികളോ, ഇവൻ എനിക്ക് വേണമെങ്കിൽ മെർസിഡീസ് ബെൻസോ BMW കാറോ എടുക്കാൻ എനിക്ക് പറ്റും, പെട്ടെന്ന് എടുക്കാൻ പറ്റും. കാരണം എന്താണ്, എനിക്ക് പെയ്ഡ് ക്ലാസ് മാത്രം കണ്ടക്ട് ചെയ്താൽ മതി. കാരണം അത്രയും സക്സസ് ചോദിച്ചാണ്. പക്ഷേ ഞാനത് ചെയ്യാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതല്ല ലൈഫ്. കാരണം പണത്തെ ആഗ്രഹിച്ച് പണം വന്നു, അതല്ല ഹാപ്പിനെസ് എന്ന് എനിക്ക് മനസ്സിലായി. അന്നേരം ഞാൻ എന്ത് ചെയ്തു, ജനങ്ങളിലൊരു പുണ്യം സമ്പാദിക്കുക എന്ന് പറയും. നമ്മൾ നല്ല നല്ല കർമ്മങ്ങൾ ചെയ്യുകയാണെങ്കിൽ ജന്മജന്മാന്തരങ്ങളായിട്ട് പുണ്യമാണ് നമ്മളെ പിന്തുടരുക. അത് ഒരു വ്യക്തിയുടെ കയ്യിൽ നിന്ന് പണം അപഹരിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അവർക്ക് വ്യക്തമായിട്ടുള്ള ഒരു സർവീസ്. ഇപ്പോൾ എന്തുകൊണ്ടാണ് നിധി പിന്നെ കൃഷ്ണജ അദ്ദേഹം ഇതെല്ലാം ചോദിക്കും കാണുന്നത്, അദ്ദേഹം നമ്മളെ ക്ലാസ്സുകൾ പീഡാവട്ടെ ഫ്രീ ക്ലാസ് ചെയ്തല്ലോ. താങ്ക് യു സാർ. അത് ചെയ്തല്ലോ, അതാണ് സന്തോഷം. അത് ചെയ്യാതെ ജസ്റ്റ് ക്ലാസ്സുകളിൽ പങ്കെടുത്തോ ഒന്നും ചെയ്യാതെ, അതാണ് ഞാൻ ചോദിച്ചത്. കൃഷ്ണജിയോട് വീഡിയോ തുടങ്ങിയ വിനീതയായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് കൊളാബ് ചെയ്തിട്ട് വീഡിയോസ് തുടങ്ങി. അത് ചെയ്യാന്നെങ്കിൽ ആ ചേഞ്ച് വരികയുള്ളൂ. അല്ലാതെ മെഡിറ്റേഷനോ ഇപ്പോൾ എലൈൻമെന്റ് മാസ്റ്റർ ഞാൻ അത് തന്നെയാണ് പറയുന്നത്, അത് ചെയ്യൂ. ഇങ്ങനെ ഓരോ സ്ട്രാറ്റജി ഡെവലപ്പ് ചെയ്തിട്ട് അത് ചെയ്യാൻ വേണ്ടിയിട്ട് പറയും. അങ്ങനെയാണ് ചെയ്യേണ്ടത്. അന്നേരമാണ് നിങ്ങൾക്ക് ലൈഫിൽ പണവും റിലേഷൻഷിപ്പ് എല്ലാം തന്നെ വരിക. എന്തായാലും സന്തോഷം, എല്ലാവർക്കും ശുഭരാത്രി. ഓക്കെ, എന്തായാലും വോയിസ് അയക്കാൻ സജസ്റ്റർ അയക്കാൻ വിട്ടുണ്ടോ എല്ലാവരും? ഇപ്പൊ അയച്ച എല്ലാ സജസ്റ്റീസും എല്ലാവരും അയക്കട്ടെ. എന്തായാലും നമ്മുടെ ദുർഗാദേവിയുടെ പിന്നെ സുന്ദരിയായി വരികയാണല്ലോ. എന്താ പൂക്കളല്ലോ. ഞാൻ രാവിലെ എണീറ്റ ഉടനെ കണ്ണാടിയിൽ നോക്കിയിട്ട് ഞാൻ എന്റെ സൗന്ദര്യത്തെ ആസ്വദിക്കും. നല്ല മാറ്റമുണ്ട് കേട്ടോ, നല്ല മാറ്റമുണ്ട്. എന്റെ ശരീരത്തിലുള്ള അവയവങ്ങൾക്ക് ഞാൻ നന്ദി പറയും കണ്ണാടിയിൽ നോക്കിയിട്ട്. രാവിലെ എണീറ്റ ഉടനെ ആദ്യം ഞാൻ എനിക്ക് പൂർണ്ണ ആരോഗ്യത്തോടെ വീട് ഉണർന്ന് എഴുന്നേൽക്കാൻ സാധിച്ചത് നന്ദി പറഞ്ഞു. എന്നിട്ട് നിന്റെ പുള്ളിക്കാരിയുടെ പുള്ളിക്കാരി ആദ്യമല്ലോ ലൈവില് നമ്മുടെ റിലേഷൻ മാസ്റ്റർ ചെക്ക് 2-3 കോഴ്സുകളായിട്ട് ഉണ്ട്. ലൈവിൽ വരുന്ന ഞാൻ എപ്പോഴും ശ്രദ്ധിക്കും. അവിടെ ക്യാമറ ഓൺ ചെയ്യുന്ന വ്യക്തികളല്ലേ എനിക്ക് ശ്രദ്ധിക്കാൻ പറ്റും. പക്ഷെ ഇന്ന് നോക്കുന്നേരം അതാണ് ഞാൻ പെട്ടെന്ന് നോട്ട് ചെയ്തത്. നിങ്ങൾ ഇപ്പാണ് ക്യാമറ ഓൺ ചെയ്തത്. അന്നേരം കഴിഞ്ഞ ലൈവിനേക്കാൾ നല്ലൊരു മാറ്റം, വീടും കാര്യങ്ങളും. കണ്ണാടി നോക്കി എന്റെ സൗന്ദര്യത്തെ സാറ് പിന്നെ സെൽഫ് ലവ് ചെയ്യാൻ പറ്റില്ല. അതിപ്പോ ഞാൻ നോക്കിയിട്ട് ഇങ്ങനെ രാവിലെ പറയും, എന്നത്തോട് നന്ദി പറയും, പിന്നെ എല്ലാത്തിനും നന്ദി പറയും. എന്നിട്ടാണ് ഞാൻ റൂമിൽ നിന്ന് പുറത്തേക്കാൻ. ഓക്കെ, എന്താ സന്തോഷം, നല്ല മാറ്റമുണ്ട് കേട്ടോ, നല്ല റിസൾട്ടാണ്. വീണ്ടും എല്ലാവർക്കും ശിവരാത്രി, ഗുഡ് നൈറ്റ്. ഓക്കെ, ശരി. താങ്ക് യു. ഗുഡ് നൈറ്റ്.